വിങ്സ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ബോട്ടണിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് 3 ടോപ്പിക്സ് ആണ്. ആദ്യം അരിസ്റ്റോട്ടലിന്റെ ക്ലാസിഫിക്കേഷനെ പറ്റി ഡിസ്കസ് ചെയ്യും. രണ്ടാമത് ലിനേയസിന്റെ 2 കിങ്ഡം ക്ലാസിഫിക്കേഷനെ പറ്റി ഡിസ്കസ് ചെയ്യും. ഇതൊരു ചാപ്റ്ററിന്റെ ഒരു പാതി എന്ന് പറയാൻ പറ്റില്ല, ഒരു കാൽഭാഗമേ ആകുള്ളൂ. പിന്നെ നമ്മൾ ത്രൂ ഔട്ട് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് RH വിറ്റേക്കറിന്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനെ പറ്റിയിട്ടാണ്. വിറ്റേക്കറിന്റെ 5 കിങ്ഡങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ നോക്ക്, എങ്ങനെയാണ് അരിസ്റ്റോട്ടിൽ ആദ്യമായിട്ട് ക്ലാസിഫൈ ചെയ്തത്? ആദ്യമായി ക്ലാസിഫൈ ചെയ്യാനായിട്ട് അറ്റംപ്റ്റ് നടത്തിയ സയന്റിസ്റ്റ് ആണ് ആര്? അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത്. അദ്ദേഹം മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് ബേസ് ചെയ്തിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. എന്താണ് ഈ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് അദ്ദേഹം പുറത്തോട്ട് നോക്കിയപ്പോ എന്താ കണ്ടേ? ചെടികളെയും കണ്ടു, ആനിമൽസിനെയും കണ്ടു. നമുക്കിപ്പോ അറിയാം അത് ചെടികളാണ് അല്ലെങ്കിൽ ആനിമൽസ് ആണ്. എന്താണ് ഈ ചെടികളും അല്ലെങ്കിൽ മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം? ചെടികൾക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് നീങ്ങാൻ പറ്റില്ല. പക്ഷെ ആനിമൽസിന് അതായത് ഹ്യൂമൻസ് ആയിക്കോട്ടെ മൃഗങ്ങളായിക്കോട്ടെ അവർക്ക് എല്ലാവർക്കും നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് മൂവ്മെന്റ് ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് ലോക്കോമോഷൻ. അരിസ്റ്റോട്ടിൽ ഈ ലോക്കോമോഷനെ ബേസ് ചെയ്തിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അരിസ്റ്റോട്ടിൽ 2 ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അതായത് പ്ലാന്റ്സ് എന്നും ആനിമൽസ് എന്നും. ഇനി അദ്ദേഹം പ്ലാന്റ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിനെ നോക്കിയപ്പോ ഒരുപാട് പൊക്കമുള്ള പ്ലാന്റ്സ് ഉണ്ട്, കുഞ്ഞു പ്ലാന്റ്സ് ഉണ്ട്, അതിനേക്കാളും ചെറിയ പ്ലാന്റ്സ് ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന് പിന്നെ ഒരു ഐഡിയ തോന്നാണ്, എന്തുകൊണ്ട് പ്ലാന്റ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിനെ ഒന്നുകൂടി ക്ലാസിഫൈ ചെയ്തുകൂടാ? അങ്ങനെയാണ് അദ്ദേഹം പ്ലാന്റ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിനെ ഒന്നുകൂടി ക്ലാസിഫൈ ചെയ്ത് ട്രീസ് എന്നും, വലിയ ചെടികളെ ട്രീസ് എന്നും, അതിനേക്കാളും ചെറുത് അതായത് ട്രീസിനേക്കാളും പൊക്കം കുറഞ്ഞ കുറ്റിച്ചെടികൾ എന്ന് പറയും, അവരെ ഷ്രബ്സ് എന്നും, അതിനേക്കാളും ചെറുത് അതായത് മെഡിസിനൽ പ്ലാന്റ്സ് ആയിട്ടുള്ള തുളസി അങ്ങനത്തെ ചെടികളെ ഹെർബ്സ് എന്നും പറഞ്ഞത്. ഇനി ആനിമൽസിലോട്ട് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം നോക്കിയപ്പോ ചില ആനിമൽസിന്റെ കയ്യോ കാലോ മുറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ചുമന്ന കളറിലുള്ള ബ്ലഡ് വരും, അതായത് റെഡ് കളറിലുള്ള ബ്ലഡ് ആയിരിക്കും വരുന്നത്. ഇപ്പൊ നമുക്കറിയാം അതിന് കാരണം RBC ഉള്ളത് കൊണ്ടാണ്. ഇതുപോലെ തന്നെ അദ്ദേഹം നോക്കിയപ്പോ ഈ പാറ്റ, പല്ലി അവരൊക്കെ മരിച്ചു കഴിഞ്ഞാല് അല്ലെങ്കിൽ അവരുടെ കയ്യോ കാലോ മുറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ബ്ലഡിന് പകരം വൈറ്റ് കളർ അല്ലെങ്കിൽ ഒരു പെയിൽ യെല്ലോ കളർ ആയിട്ടുള്ള ഫ്ലൂയിഡ് ആണ് വരുന്നത്. അപ്പൊ അദ്ദേഹത്തിന് പിന്നെയും ഒരു ഐഡിയ തോന്നാണ്, എന്തുകൊണ്ട് ഈ അനിമൽസിനെ ഒന്നുകൂടിയും ക്ലാസിഫൈ ചെയ്തുകൂടാ? അതായത് RBC ഉള്ളവരും RBC ഇല്ലാത്തവരും. അങ്ങനെ അദ്ദേഹം ക്ലാസിഫൈ ചെയ്തതാണ് ആനിമൽസിനെ വിത്ത് RBC എന്നും വിതൗട്ട് RBC എന്നും. എന്താണ് ഈ അരിസ്റ്റോട്ടിൽ ക്ലാസിഫിക്കേഷനിൽ പഠിക്കേണ്ടത്? ഒന്നുമില്ല. ആദ്യമായിട്ട് സയന്റിഫിക് ആയിട്ട് അറ്റംപ്റ്റ് നടത്തിയത് അരിസ്റ്റോട്ടിൽ ആണ്. പിന്നെ അദ്ദേഹം ഏത് ക്യാരക്ടേഴ്സ് ആണ് യൂസ് ചെയ്തത്? മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. എത്ര ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തു? പ്ലാന്റ്സ് എന്നും ആനിമൽസ് എന്നും. പ്ലാന്റ്സിനെ പിന്നെയും 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ ആനിമൽസിനെയും 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ആദ്യ ക്ലാസിഫിക്കേഷൻ ആണ്. നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിലും പഠിച്ചിട്ടുണ്ട് അല്ലെ? ലിവിങ് വേൾഡിൽ നിങ്ങൾക്ക് ഈ സയന്റിസ്റ്റിന്റെ പേര് ഫെമിലിയർ ആണ്. എന്താണ്? കാർൽ ലിനയസ്. നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് ലിനയസ് എന്ന് വിളിക്കും. ലിനയസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഈ 2 ഗ്രൂപ്പുകൾ, അതായത് അരിസ്റ്റോട്ടിൽ 2 ഗ്രൂപ്പുകളാക്കി. ഗ്രൂപ്പിനേക്കാളും മുകളിലുള്ള ഒരു അപ്ഗ്രേഡ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ഫോമാണ് എന്ത്? കിങ്ഡം എന്ന് പറയുന്നത്. ലിനയസിന്റെ കാലഘട്ടം എത്തിയപ്പോഴാണ് ഗ്രൂപ്പുകളിൽ നിന്ന് അദ്ദേഹം എന്തായിട്ട് ക്ലാസിഫൈ ചെയ്തത്? കിങ്ഡംസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തത്. എന്തായിട്ട് ക്ലാസിഫൈ ചെയ്തേ? കിങ്ഡംസ്. 2 ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു, അത് ലിനയസിന്റെ ക്ലാസിഫിക്കേഷനിലോട്ട് വന്നപ്പോ അത് 2 കിങ്ഡം ആയി. കിങ്ഡം പ്ലാന്റേ എന്നും കിങ്ഡം ആനിമേലിയ എന്നും. കിങ്ഡം പ്ലാന്റേ ആൻഡ് കിങ്ഡം ആനിമേലിയ. ഇനി ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് 7 ഓർഗാനിസങ്ങളുടെ പേര് കാണാം. അതായത് ബാക്ടീരിയ, ബ്ലൂ ഗ്രീൻ ആൽഗെ, ഫംഗൈ, മോസസ്, ഫേൺസ്, ആൻജിയോസ്പേംസ്, ജിംനോസ്പേം. ഇപ്പൊ നിങ്ങൾ ഈ പേരുകളോടൊക്കെ ഫെമിലിയർ ആയിരിക്കും. നിങ്ങൾ മോസസ് പഠിക്കുന്നുണ്ട് 2nd ചാപ്റ്ററിൽ, ഫേൺസ് പഠിക്കുന്നുണ്ട്, ആൻജിയോസ്പേമും പഠിക്കുന്നുണ്ട്, ജിംനോസ്പേമും പഠിക്കുന്നുണ്ട്. ഇതൊക്കെ എന്താണ്? അതായത് അരിസ്റ്റോട്ടലിന്റെ കാലഘട്ടത്തിൽ നമുക്ക് ഈ എന്താ പറയാ മൈക്രോസ്കോപ്പോ അല്ലെങ്കിൽ വേറെ ഒരു ടെക്നോളജീസും ഇല്ല. ലിനേസിന്റെ കാലഘട്ടത്തിലോട്ട് എത്തിയപ്പോ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയി, അതായത് ചെറിയ പവറുള്ള മൈക്രോസ്കോപ്പുകൾ ഇൻവെന്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അദ്ദേഹത്തിന് മൈക്രോ ഓർഗാനിസങ്ങളായിട്ടുള്ള ബാക്ടീരിയ, ഫംഗസ് അവരൊക്കെ കാണാൻ പറ്റി. ഇദ്ദേഹത്തിന് വേറെ ഒന്നും അറിയില്ല. ഇദ്ദേഹം മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കിയപ്പോ എന്താ? പ്ലാന്റ്സിനുള്ള പോലെ തന്നെ ബാക്ടീരിയക്കും, നോക്കിയടാ, പ്ലാന്റ്സിനുള്ള പോലെ തന്നെ ബാക്ടീരിയക്കും ഫംഗസിനും എന്തുണ്ട്? സെൽ വാൾ ഉണ്ട്.
അപ്പോൾ ലിനിയേഴ്സ് വിചാരിക്കുകയാണ് ബാക്ടീരിയയും ഫംഗസുകളും ഒരു ഗ്രൂപ്പിൽ പെടുന്ന ആൾക്കാരായിരിക്കും. അതായത് ആനിമൽസ്, കിങ്ഡം ആനിമേലിയയിലുള്ള ആൾക്കാർക്ക് സെൽവാൾ ഇല്ല. പക്ഷെ ബാക്ടീരിയ നോക്കിയപ്പോ അതിന് സെൽവാൾ ഉണ്ട്, ഫംഗസുകളെ നോക്കിയപ്പോ അതിന് സെൽവാൾ ഉണ്ട്. ഇനി എന്താണ് ആൽഗെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ആൽഗെ എന്ന് പറഞ്ഞാൽ എന്താ? പായല്, പച്ചപ്പായലില്ലേ, അതിനെയാണ് നമ്മൾ ആൽഗെ എന്ന് പറയുന്നത്. ലിനേഴ്സ് നോക്കിയപ്പോ ഇവർക്ക് എല്ലാവർക്കും സെൽവാൾ ഉണ്ട്. അപ്പൊ ലിനേഴ്സ് എന്ത് ചെയ്തു? ഇവരെ എല്ലാവരെയും കിങ്ഡം പ്ലാന്റയുടെ അടിയിൽ കൊണ്ടിട്ടു. എവിടെയാ കൊണ്ടിട്ടെ? കിങ്ഡം പ്ലാന്റയുടെ അടിയിൽ. ഒരു തവണ ഇംപ്രൂവ്മെന്റ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഈ സൈഡിൽ കൊടുത്തേക്കുന്നത്. എന്തുകൊണ്ടാണ് ബാക്ടീരിയ, ഫംഗൈ ഈ ഓർഗാനിസങ്ങളൊക്കെ കിങ്ഡം പ്ലാന്റയിൽ കൊണ്ട് പ്ലേസ് ചെയ്തതെന്ന്? എന്താണ് അതിന്റെ ആൻസർ? ദേ ഓൾ ഹാവ് സെൽ വാൾ. സെൽ വാൾ ഉണ്ട് എന്നൊരു കാരണം കൊണ്ടാണ് കാർൽ ലിനേഴ്സ് എന്ത് ചെയ്തത്? ഈ 7 ഓർഗാനിസങ്ങളെയും കിങ്ഡം പ്ലാന്റയിൽ കൊണ്ട് പ്ലേസ് ചെയ്തത്. ഓക്കെ, ഇനി അടുത്ത ആരാ? ഇനി നിങ്ങൾക്കറിയാം ബാക്ടീരിയനെയും പ്ലാന്റ്സിനെയും ഒരു ഗ്രൂപ്പിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുമോ? ബാക്ടീരിയ യൂണിസെല്ലുലാർ ആണോ മൾട്ടി സെല്ലുലാർ ആണോ? നമുക്കറിയാം ബാക്ടീരിയ എന്ന് പറയുന്നത് യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. പ്ലാന്റ്സ് എന്ന് പറയുന്നത് ആരാണ്? മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. അതായത് കാർൽ ലിനേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞിട്ട് വന്ന ക്ലാസിഫിക്കേഷൻ ആണ് RH വിറ്റേക്കറിന്റെ ക്ലാസിഫിക്കേഷൻ. അദ്ദേഹം വന്നിട്ട് പറയാണ് ലിനേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ അത്ര കറക്റ്റ് അല്ല, അത് തെറ്റാണെന്ന്. പക്ഷെ നമുക്ക് ചുമ്മാ അങ്ങനെ തെറ്റാണെന്നൊന്നും പറയാൻ പറ്റില്ല. തെറ്റാണെന്ന് പറയണമെങ്കിൽ നമുക്ക് അതിന് പോയിന്റ്സ് വേണം, അല്ലാതെ ചുമ്മാ തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ചൂണ്ടിക്കാട്ടി കൊടുത്ത 3 ഡിമെറിറ്റ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. എക്സാമിന് ചിലപ്പോ ഡിമെറിറ്റ്സ് എന്ന് ചോദിക്കാം, ഡിസഡ്വാൻറ്റേജസ് എന്ന് ചോദിക്കാം, ഡ്രോബാക്സ് എന്ന് ചോദിക്കാം. ഏത് ചോദിച്ചാലും ഈ 3 പോയിന്റ്സ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. അതായത് ബാക്ടീരിയ എന്ന് പറയുന്നത് ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്, പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഒരു മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണ്. ഇവരെ രണ്ടുപേരെയും ആര് ക്ലാസിഫൈ ചെയ്തില്ല? ഏത് സിസ്റ്റം ക്ലാസിഫൈ ചെയ്തില്ല? 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന സിസ്റ്റം ക്ലാസിഫൈ ചെയ്തില്ല. ഇനി എന്താണ് പ്രോകാരിയോട്സ്, എന്താണ് യൂകാരിയോട്സ് എന്ന് പറഞ്ഞാല്? ന്യൂക്ലിയസിന് ചുറ്റും ഒരു മെംബ്രെയിൻ ഉള്ള ഗ്രൂപ്പുകളാണ് യൂകാരിയോട്സ് എന്ന് പറയുന്നത്. ഇനി ന്യൂക്ലിയസിന് ചുറ്റും ന്യൂക്ലിയർ മെംബ്രെയിൻ ആബ്സെന്റ് ആയിട്ടുള്ള ഓർഗാനിസം ആണ് എന്തെന്ന് പറയുന്നത്? പ്രോകാരിയോട്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഹെറ്ററോട്രോപ്സ് എന്ന് പറഞ്ഞാല്? നമ്മൾ ആരാണ്? മനുഷ്യന്മാർ ആരാണ്? നമ്മൾ സ്വന്തമായിട്ടാണോ ഭക്ഷണം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്തിട്ടാണോ ഭക്ഷണം ഉണ്ടാക്കുന്നത്? നിങ്ങൾക്ക് ഇപ്പൊ തോന്നും നമ്മൾ കിച്ചണിൽ ഒറ്റയ്ക്ക് കുക്ക് ചെയ്തിട്ടാണല്ലോ ഫുഡ് കഴിക്കുന്നത്. അപ്പൊ നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടാവും നമ്മളെ ഡിപ്പെൻഡഡ് അല്ല, നമ്മൾ സ്വന്തമായിട്ടാണ് ഫുഡ് ഉണ്ടാക്കാൻ. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് കുക്ക് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്, പക്ഷെ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട എന്തൊക്കെയാണ്? പ്ലാന്റ്സ് വേണം, അതായത് വെജിറ്റബിൾസ് വേണം, പിന്നെ എന്താ, ആനിമൽസിന്റെ മീറ്റ് വേണം, ഇതൊക്കെ വേണ്ടേ? അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൈമറിലി ആയിട്ട് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ആനിമൽസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നോക്ക്, ഫംഗസുകള് ഒറ്റയ്ക്കാണോ ഫുഡ് ഉണ്ടാക്കുക? ഫംഗസുകളും ബാക്ടീരിയകളൊക്കെ ഒറ്റയ്ക്ക് ഫോട്ടോസിന്തസിസ് ചെയ്താണോ ഫുഡ് ഉണ്ടാക്കുക? ഒരിക്കലുമല്ല. അവർ വേറൊരു ഓർഗാനിസത്തിന്റെ ബോഡിയിൽ കയറിയിട്ട് അവിടെ നിന്നായിരിക്കും ന്യൂട്രിയൻസ് വലിച്ചെടുക്കുക. അങ്ങനെ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരെയാണ് നമ്മൾ എന്ത് പറയാ? ഹെട്രോട്രോഫിക് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഓട്ടോട്രോഫിക് എന്ന് പറഞ്ഞാല്? വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നവരെയാണ് നമ്മൾ എന്ത് പറയാ? ഓട്ടോട്രോഫിക് എന്ന് പറയുന്നത്. എന്താ പറയാ? ഓട്ടോട്രോഫിക്. ഇനി നമ്മുടെ ഭൂമിയിലെ ഫസ്റ്റ് വരുന്ന ഓട്ടോട്രോപ്സ് ആരാണ്? ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ സൺലൈറ്റും വാട്ടറും മിനറൽസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഫുഡ് ഉണ്ടാക്കുന്നത് ആരാണ്? പ്ലാന്റ്സ് ആണ്. ദ മോസ്റ്റ് കോമൺലി നോൺ ഓട്ടോട്രോപ്സ് ആരാന്ന് ചോദിച്ചാൽ ആര് പറയും? പ്ലാന്റ്സ് ആണെന്ന് പറയും. ഓക്കെ, ഇനി നോക്കിയേ നെക്സ്റ്റ്. നോക്കാം, ഇനി നമ്മൾ ഇവിടുന്ന് പഠിക്കാൻ പോകുന്നതാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഇത് നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു ഭാഗമാണ്, കാരണം എക്സാമിന് ചോദിക്കും. ഇവിടെ നിന്നാണ് സയന്റിസ്റ്റിന്റെ പേരൊക്കെ കൂടുതൽ ചോദിച്ചു കണ്ടെത്തുന്നത്. ഹൂ പ്രപ്പോസ്ഡ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് ക്വസ്റ്റ്യൻ വരും. അപ്പൊ ആരാ പ്രപ്പോസ് ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയാം? RH വിറ്റേക്കർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് പ്രപ്പോസ് ചെയ്തത്. ആരാ പ്രപ്പോസ് ചെയ്തേ? RH വിറ്റേക്കർ. ഒരു തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ഏത് വർഷമാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത്? ഏത് വർഷമാണ്? 1969. ഏത് ഇയർ ആണ്? 1969. ഇനി 5 കിങ്ഡങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ഓൾറെഡി 2 കിങ്ഡങ്ങള് ലിനേഴ്സ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? കിങ്ഡം പ്ലാന്റയും കിങ്ഡം ആനിമേലിയയും. ഏതൊക്കെയാണ്? കിങ്ഡം പ്ലാന്റ് ആൻഡ് ആനിമേലിയ. അത് കൂടാതെ പുതിയ 3 കിങ്ഡങ്ങളാണ് ആര് പ്രപ്പോസ് ചെയ്തത്? RH വിറ്റേക്കർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് പ്രപ്പോസ് ചെയ്തത്. നോക്കിയടാ, കിങ്ഡം മൊണേറ. ആദ്യത്തേതാണ് എന്ത്? കിങ്ഡം മൊണേറ. ആദ്യത്തേതാണ് എന്ത്? കിങ്ഡം മൊണേറ. കിങ്ഡം മൊണേറയിൽ വരുന്ന ഓർഗാനിസങ്ങൾ ഏതാ?
കിങ്ഡം മൊണേറയില് മൊത്തത്തിൽ വരുന്ന ഓർഗാനിസങ്ങൾ ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ബാക്ടീരിയകളാണ്. അതായത് വിറ്റേക്കർ നോക്കിയപ്പോ മനുഷ്യന്മാരെക്കാൾ കൂടുതൽ ആരുണ്ട്? ബാക്ടീരിയ ഉണ്ട്. ബാക്ടീരിയനെ ഇനി ഒരു കിങ്ഡത്തിൽ കൊണ്ടിടുന്നതിനേക്കാളും നല്ലത് എന്താണ്? അവർക്കായിട്ട് ഒരു കിങ്ഡം കൊടുക്കുന്നതാണ്. അപ്പൊ നമ്മുടെ വിറ്റേക്കർ എന്ത് ചെയ്തു? ബാക്ടീരിയകൾക്ക് മാത്രമായിട്ട് ഒരു കിങ്ഡം കൊടുത്തു. ആ കിങ്ഡത്തിന്റെ പേരാണ് എന്ത്? മൊണേറ. അതേപോലെ തന്നെയല്ലേ ഫംഗസുകളും? നമ്മൾ മനുഷ്യന്മാരെ പോലെ തന്നെ ഏറ്റവും കൂടുതലായിട്ട് മനുഷ്യന്മാരെക്കാൾ കൂടുതൽ കാണാൻ പറ്റും നമുക്ക് ഈ ഫംഗസിനെ ബാക്ടീരിയനെ. അതേപോലെ തന്നെ ഫംഗസുകൾക്കും ഒരു കിങ്ഡം പുതിയതായിട്ട് കൊടുത്തു. ആ കിങ്ഡത്തിന്റെ പേരാണ് എന്ത്? കിങ്ഡം ഫംഗൈ. അതായത് ഇനി ഒരു ഗ്രൂപ്പിൽ കൊണ്ടിടുന്നേക്കാളും നല്ലത് അവർക്ക് ഒരു കിങ്ഡം കൊടുക്കുന്നതാണെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് പുതിയ 2 കിങ്ഡം കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി കിങ്ഡം പ്രൊട്ടിസ്റ്റ. എന്താണ് കിങ്ഡം പ്രൊട്ടിസ്റ്റ? അതായത് യൂണിസെല്ലുലാർ ആയിട്ടുള്ള യൂക്കാരിയോട്സിനെയാണ് ഏത് കിങ്ഡത്തിൽ കൊണ്ടിട്ടിരിക്കുന്നത്? കിങ്ഡം പ്രൊട്ടിസ്റ്റയിൽ കൊണ്ടിട്ടിരിക്കുന്നത്. ഇനി ആർഎച്ച് വിറ്റേക്കർ ഈ 5 കിങ്ഡംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ ചുമ്മാ നമുക്ക് 5 കിങ്ഡംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ 5 കിങ്ഡംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ച് മാനദണ്ഡങ്ങൾ. അതായത് ഈ ക്രൈറ്റീരിയനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മളെ കിങ്ഡങ്ങളെ അല്ലെങ്കിൽ ഓർഗാനിസങ്ങളെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. നോക്കിയേ, ഇവിടെ മിസ് സ്റ്റാർ ഇട്ടേക്കുന്നത് കണ്ടോ? അതായത് എക്സാമിന് ഷുവർ ആയിട്ടും ഇത് ഈ ചാപ്റ്ററിന് എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിക്കാറെന്ന് അറിയോ? കൂടി പോയാൽ ഒരു 3 മാർക്കിനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളൂ. ഈ 3 മാർക്കും മിക്കപ്പോഴും കണ്ടിരിക്കുന്നത് 1 വേർഡ് ആയിട്ടാണ്. പക്ഷെ 1 വേർഡ് ആൻസർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. മേ ബി മാക്സിമം കൂടിപ്പോയാൽ 3 മാർക്ക് ചോദിക്കുള്ളൂ. അതിൽ നിന്ന് 3 മാർക്കിനെ ഒരൊറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാൻ പറ്റിയ ഒരു ഏരിയ ആണ് ഈ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനായിട്ട് 5 ക്രൈറ്റീരിയകൾ ഉണ്ട്. ഏതൊക്കെയാണ്? സെൽ സ്ട്രക്ചർ ആയിട്ട് ക്രൈറ്റീരിയ എന്താണ്? സെൽ സ്ട്രക്ചർ. രണ്ടാമത്തെ എന്താ? ബോഡി ഓർ താലസ് ഓർഗനൈസേഷൻ. എന്താണ് താലസ് എന്ന് പറഞ്ഞാല്? ഇപ്പൊ മിസ്സിനാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഹ്യൂമൻ ബീങ്സിന് തലയുണ്ട്, കൈയുണ്ട്, കാലുണ്ട്. ഇതൊക്കെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണാൻ പറ്റും. അതിനെയാണ് ബോഡി എന്ന് പറയാം. പക്ഷെ ഈ ബാക്ടീരിയയുടെ ബോഡിയൊക്കെ എങ്ങനെയാണ്? ബാക്ടീരിയയുടെ ബോഡി എങ്ങനെയാ? ഇങ്ങനെ അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ട് ഒരു സ്ട്രക്ചർ ആയിരിക്കില്ലേ? ഇങ്ങനെ കൈ ഏതാ, കാല് ഏതാ, തല ഏതാ, ഇത് മനസ്സിലാവാതിരിക്കുന്ന ഈ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് എന്ത്? താലസ് ഓർഗനൈസേഷൻ. ഇനി എന്താണ് മൂന്നാമത്തെ? മോഡ് ഓഫ് ന്യൂട്രീഷൻ. അതായത് അവരെങ്ങനെയാണ് ഫുഡ് കഴിക്കുക. ഇനി അടുത്ത എന്താ? മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ. അതായത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണോ എക്സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണോ ഓർഗാനിസത്തിനുള്ളത്. ഇനി ലാസ്റ്റ് വൺ നോക്കിയാൽ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. അതായത് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് എന്നുള്ളൊരു വാക്ക്, ഫൈലോജനറ്റിക് എന്നൊരു വാക്ക് എക്സാമിന് കിട്ടിയില്ലെങ്കിൽ അതിന് പകരം നിങ്ങൾ എക്സാമിന് എഴുതേണ്ട വാക്ക് ഏതാണ്? എവല്യൂഷണറി. ഫൈലോജനറ്റിക് കിട്ടിയില്ല എന്ന് വെച്ച് വിഷമിക്കരുത്. ആ വാക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് കിട്ടിയില്ലെങ്കിൽ അതിന് പകരം എഴുതേണ്ട വാക്ക് എന്താ? എവല്യൂഷണറി. ഓക്കെ, ഇതാണ് ആർഎച്ച് വിറ്റേക്കറിന്റെ 5 ക്രൈറ്റീരിയകൾ. എക്സാമിന് ചിലപ്പോൾ എങ്ങനെയായിരിക്കും ചോദിക്കുക? റൈറ്റ് എനി 3 ക്രൈറ്റീരിയാസ് ഓഫ് ആർഎച്ച് വിറ്റേക്കർ. അപ്പൊ ഈ 5 എണ്ണത്തിൽ ഏതെങ്കിലും 3 എണ്ണം വേണം എന്റെ കുട്ടികളെ എഴുതാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. നെക്സ്റ്റ് ഈ ടേബിളിൽ നിന്നാണ് മിക്കപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറ്. നിങ്ങൾക്ക് ടെക്സ്റ്റ് നോക്കി കഴിഞ്ഞാൽ കുറെ പാരഗ്രാഫ്സ് ആയിട്ട് കാണാം. അതിനേക്കാളും ഏറ്റവും ബെറ്റർ ആദ്യം ഈ ടേബിൾ പഠിക്കുന്നതാണ്. ഈ ടേബിളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആ പാരഗ്രാഫിലുള്ള കുറെ കാര്യങ്ങൾ കിട്ടും. ആൻഡ് ഈ ടേബിൾ പഠിക്കാനായിട്ട് ഭയങ്കര സിമ്പിളാ. നോക്കിയേ, നിങ്ങൾ ഈ കിങ്ഡങ്ങളുടെ പേര് കറക്റ്റ് ആയിട്ട് പഠിച്ചാൽ മതി. മൊണേറ, പ്രൊട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റൈ, ആനിമേലിയ. അതായത് ഈ ഒരു ഓർഡറിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കാം. ഓർഡർ മാറ്റാതെ ഈ ഓർഡറിൽ തന്നെ പഠിക്കാം. ഒന്നിട്ട് പറഞ്ഞേ. മൊണേറ, പ്രൊട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റൈ, ആനിമേലിയ. ഈ ഒരു ഓർഡറിൽ പഠിച്ചു കഴിഞ്ഞാൽ ഈ ടേബിൾ പെട്ടെന്ന് ബൈ ഹാർട്ട് ആക്കാൻ പറ്റും. നോക്കിയേ, നോക്കാം. കിങ്ഡം മൊണേറ മാത്രമാണ് എന്തായിട്ടുള്ളത്? പ്രോകാരിയോട്ട് ആയിട്ടുള്ളത്. കിങ്ഡം മൊണേറ മാത്രമാണ് എന്ത്? പ്രോകാരിയോട്ട്. ബാക്കി എല്ലാവരും എന്താണ്? യൂകാരിയോട്സ് ആണ്. അപ്പൊ അത് മാത്രം പഠിച്ചാൽ മതി. ദ ഓൺലി പ്രോകാരിയോട്ടിക് കിങ്ഡം ആരാണ്? മൊണേറകളാണ്. ബാക്കി എല്ലാവരും എന്താണ്? യൂകാരിയോട്സ് ആണ്. ഇനി സെൽ വാളിന്റെ കേസിലോട്ട് വായോ. നോക്കിയേ, ആനിമൽസിന് മാത്രം, കിങ്ഡം ആനിമയിലേക്ക് മാത്രമാണ് എന്ത് ആബ്സെന്റ്? സെൽ വാൾ ആബ്സെന്റ്. ബാക്കി എല്ലാ കിങ്ഡത്തിനും എന്തുണ്ട്? സെൽ വാൾ ഉണ്ട്. ഇനി നോക്കിയേ, ഇതാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ഒരിതാണ് കൈറ്റിൻ. കൈറ്റിൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ഉള്ളത് ആരുടെ സെൽവാളിലാണ് ചോദിക്കും. കൈറ്റിൻ എന്നൊരു വാക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഓർമ്മ വരണം, അത് ഏത് കിങ്ഡം ആണ്? കിങ്ഡം ഫംഗൈ ആണ്. എന്താണ്? കിങ്ഡം ഫംഗൈ ആണ്. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് സെല്ലുലോസ്. എന്താണ്? സെല്ലുലോസ്.
പ്ലാന്റ്സിന്റെ ഈ സെൽ വാൾ ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസ് എന്ന് പറയുന്ന മെറ്റീരിയൽ വെച്ചിട്ടാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഹിന്റുകൾ തരും, അതായത് 1-2 പോയിന്റ്സ് തരും, എന്നിട്ട് അടിയിൽ ക്വസ്റ്റ്യൻ ആയിരിക്കും ഐഡന്റിഫൈ ദ കിങ്ഡം. അപ്പൊ ആ ഹിന്റിൽ ചിലപ്പോൾ ഉണ്ടാവുക പ്രസൻസ് ഓഫ് കൈറ്റിൻ ഇൻ ദയർ സെൽ വാൾ എന്നായിരിക്കും. അപ്പൊ കൈറ്റിൻ എന്നൊരു വാക്ക് കണ്ടു കഴിഞ്ഞാൽ എന്റെ മക്കൾക്ക് ഏത് കിങ്ഡം ഓർമ്മ വരണം? കിങ്ഡം ഫംഗൈ. ഇനി നെക്സ്റ്റ് നോക്കിയിടാം, ന്യൂക്ലിയർ മെംബ്രെയിൻ. മിസ് ക്ലാസ്സിന്റെ തുടക്കത്തിൽ പറഞ്ഞു എന്താണ് പ്രോകാരിയോട്സ് എന്ന് പറഞ്ഞാല് ന്യൂക്ലിയസിന്, അതായത് അവർക്ക് ഒരു സെൽ ഉണ്ടാവും, ആ സെല്ലിന്റെ അകത്ത് അവർക്കൊരു ന്യൂക്ലിയസ് ഉണ്ടാവും. ഈ ന്യൂക്ലിയസിന് ചുറ്റും, അതായത് ആ ന്യൂക്ലിയസിന് ചുറ്റും ഒരു ന്യൂക്ലിയർ മെംബ്രൈൻ ഉള്ള ഗ്രൂപ്പുകളെയാണ് നമ്മൾ എന്ത് പറയാ? യൂകാരിയോട്സ് എന്ന് പറയുന്നത്. പ്രോകാരിയോട്സിന് അപ്പൊ എന്ത് ഉണ്ടാവില്ല? ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ടാവില്ല. ദ ഓൺലി പ്രോകാരിയോട്ടിക് കിങ്ഡം ഏതാണ്? മൊണേറ. അപ്പൊ മൊണേറകൾക്ക് മാത്രമാണ് എന്ത്? ന്യൂക്ലിയർ മെംബ്രെയിൻ ആബ്സെന്റ് ആയിട്ടുള്ളത്. ബാക്കി എല്ലാവർക്കും ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രസന്റ് ആണ്. ഇനി നെക്സ്റ്റിലോട്ട് വന്നേ, ബോഡി ഓർഗനൈസേഷൻ. അവരുടെ ബോഡി എങ്ങനെയാണ് ഇരിക്കുന്നത്? ഞാൻ പറഞ്ഞു കിങ്ഡം മൊണേറ എന്ന് പറയുന്ന ഗ്രൂപ്പില് അല്ലെങ്കിൽ ആ കിങ്ഡത്തില് ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ആൾക്കാർ ആരാണ്? ബാക്ടീരിയ. ബാക്ടീരിയക്കും കുറെ സെല്ലുകൾ ഉണ്ടോ? അതൊരൊറ്റ സെല്ലാണോ ഉള്ളത്? നമുക്കറിയാം നമ്മുടെ ഭൂമിയിൽ ഒട്ടും അഡ്വാൻസ്ഡ് അല്ലാത്ത ജീവികളാണ് ആര്? ബാക്ടീരിയ എന്ന് പറയുന്നത്. നമ്മുടെ ഫംഗസുകൾ പോലും ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മുടെ മനുഷ്യന്മാരുടെ പോലത്തെ കഴിവുകളാണ് ഫംഗസുകൾക്കുള്ളത്. നോക്കിയേ, ഇവർ മാത്രമാണ് എന്ത്? സെല്ലുലാർ. എന്താ പറയാ? സെല്ലുലാർ. സെല്ലുലാർ എന്ന് പറഞ്ഞാൽ എന്താ? യൂണി സെല്ലുലാർ എന്നാണ് അർത്ഥം. ഇനി പ്രൊട്ടിസ്റ്റ് നോക്കിയേ, പ്രൊട്ടിസ്റ്റുകളും എന്താണ്? യൂണി സെല്ലുലാർ ആണ്. മിസ് കിങ്ഡം ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറഞ്ഞു യൂണി സെല്ലുലാർ ആയിട്ടുള്ള യൂകാരിയോട്സിനെയാണ് ഏത് കിങ്ഡത്തിൽ കൊണ്ടിട്ടിരിക്കുന്നത്? കിങ്ഡം പ്രൊട്ടിസ്റ്റയിൽ കൊണ്ടിട്ടിരിക്കുന്നത്. ഇത് നോക്കിയേ, ബാക്കി എല്ലാവരും ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും തോറും ഇവർ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കും. നോക്കിയേ, കിങ്ഡം ഫംഗ എത്തിയപ്പോ അവരെന്താ? മൾട്ടി സെല്ലുലാർ ആണ്, അതായത് ഒന്നിൽ കൂടുതൽ സെൽസ് ഉണ്ട്. ലൂസ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ടിഷ്യൂ ആയിട്ടില്ല, ടിഷ്യൂ ആകാൻ തുടങ്ങുന്നു, അതായത് ഒരു ടിഷ്യൂ ഫോം ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ഇനി ഇപ്പുറത്തെത്തിയപ്പോ നോക്കിയേ, അവർക്ക് ടിഷ്യൂ ഉണ്ട്, അതായത് മൾട്ടി സെല്ലുലാർ, ഒന്നിലധികം സെൽസ് കൂടിച്ചേർന്ന് എന്തായിട്ടുണ്ട്? ടിഷ്യൂ ആയിട്ടുണ്ട്. ഇനി ഒരേപോലത്തെ ടിഷ്യൂ കൂടിച്ചേർന്ന് എന്തായി? ഓർഗൻസ് ആയി. കിങ്ഡം പ്ലാന്റയിലോട്ട് എത്തിയപ്പോ അവർക്ക് ടിഷ്യൂ ഉണ്ട്, ഓർഗൻ ഉണ്ട്. ഇനി ആനിമേലിയ, അതായത് ഹ്യൂമൻ ബീങ്സ് ഒക്കെ വരുന്ന ഗ്രൂപ്പാണ് എന്ത്? ആനിമേലിയ എന്ന് പറയുന്നത്. അവിടെ നമുക്കിപ്പോ എന്തൊക്കെയുണ്ട്? നമുക്ക് സെൽസ് ഉണ്ട്, മൾട്ടി സെൽസ് ഉണ്ട്, പിന്നെ എന്തൊക്കെയുണ്ട്? ഒരേ ജോലികൾ ചെയ്യുന്ന സെൽസ് കൂടിച്ചേർന്ന് എന്തായിട്ടുണ്ട്? ടിഷ്യൂ ആയിട്ടുണ്ട്. ഒരേ ജോലികൾ ചെയ്യുന്ന ടിഷ്യൂ കൂടിച്ചേർന്ന് എന്താകും? ഓർഗൻ ആവും. ഈ ഓർഗൻസ്, ഒന്നിലധികം ഓർഗൻസ് കൂടിച്ചേർന്നാൽ എന്താവും? ഓർഗൻ സിസ്റ്റം ആവും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകും തോറും എന്താ? അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കിങ്ഡം മൊണേറ അല്ലെങ്കിൽ പ്രൊട്ടിസ്റ്റ, ഇത് രണ്ടുപേരുമാണ് എന്ത്? യൂണി സെല്ലുലാർ ആയിട്ടുള്ള ഗ്രൂപ്പ്സ്. പിന്നെ ഇപ്പുറത്തോട്ട് എത്തിക്കഴിഞ്ഞാൽ അത് മൾട്ടി സെല്ലുലാർ ആയി, പിന്നെ ഇപ്പുറത്തോട്ട് എത്തിക്കഴിഞ്ഞാൽ ടിഷ്യൂ ആയി, ഓർഗൻ ആയി. ഇനി ആനിമേലിയ എന്ന് പറയുന്ന കിങ്ഡത്തിലോട്ട് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഓർഗൻ സിസ്റ്റം വരെ ഉണ്ടാവും. ഓക്കെ, ഇനി അവരുടെ മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്താണ്? മോഡ് ഓഫ് ന്യൂട്രീഷൻ അതായത് അവരെങ്ങനെയാണ് ഫുഡ് കഴിക്കുന്നത്? അവരെങ്ങനെയാ ഫുഡ് കഴിക്കുക? ഇതിൽ നിങ്ങൾക്ക് കണ്ണടച്ച് പറയാൻ പറ്റുന്ന 2 ഗ്രൂപ്പ്സ് ഉണ്ട്. എങ്ങനെയായിരിക്കും പ്ലാന്റ്സ് ഫുഡ് കഴിക്കാം? പ്ലാന്റ്സ് അല്ല, ആനിമൽസ് ആണ് മിസ് മാർക്ക് ചെയ്ത്. ആനിമൽസ് എങ്ങനെയാ ഫുഡ് കഴിക്കാം? ആനിമൽസ് ഒരിക്കലും ഒറ്റയ്ക്ക് ഫുഡ് ഉണ്ടാക്കില്ല. അവരെങ്ങനെയാണ്? എപ്പോഴും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഹെട്രോട്രോഫിക് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഹോളോസോയിക് എന്ന് പറഞ്ഞാൽ? അവിടെ ഒരു വാക്കുണ്ട്, കൺഫ്യൂസ്ഡ് ആവണ്ട, അത് എക്സാമിന് ചോദിക്കാറില്ല. ഹോളോസോയിക് എന്ന് പറഞ്ഞാല് ഭക്ഷണം വിഴുങ്ങിയിട്ട് വയറ്റിൽ ഇരുന്ന് കൊണ്ട് ഡൈജഷൻ നടക്കും. അതായത് ഭക്ഷണം നമ്മൾ ചവച്ച് മൊത്തം ഡൈജഷൻ നടക്കില്ല, വായിലിരുന്ന്. പകുതി ഡൈജഷൻ വായിലിരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ വിഴുങ്ങി ബാക്കി ഡൈജഷൻ വയറ്റിൽ വെച്ച് നടക്കുന്നതിനെയാണ് എന്ത് പറയാ? ഹോളോസോയിക് എന്ന് പറയുന്നത്. ഇനി എന്താണ് സാപ്രോഫൈറ്റിക് എന്ന് പറഞ്ഞാല്? ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിസങ്ങളിൽ നിന്ന് ന്യൂട്രിയൻസ് വലിച്ചെടുക്കുന്നതിനെയാണ് എന്ത് പറയാ? സാപ്രോഫിറ്റിക് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് കണ്ണടച്ച് പറയാൻ പറ്റുന്ന അടുത്ത ഗ്രൂപ്പാണ് എന്ത്? പ്ലാന്റ്സ്. പ്ലാന്റ്സ് എങ്ങനെയാ ഫുഡ് ഉണ്ടാക്കുക? നമുക്ക് കുഞ്ഞു ക്ലാസ്സിൽ തൊട്ട് പഠിക്കുന്ന എന്ത് പ്രോസസ്സാണ്? ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കുക. ഇത് കൺഫ്യൂഷൻ വരെ നോക്കിയേ, ഇതൊരു തവണ പണ്ട് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും കൂടുതൽ ഡൈവേഴ്സിറ്റി, അതായത് മോഡ് ഓഫ് ന്യൂട്രീഷനിൽ ഏറ്റവും കൂടുതൽ ഡൈവേഴ്സിറ്റി കാണിക്കുന്ന ഗ്രൂപ്പ് ഏതാണ്? കിങ്ഡം ഏതാണ്? നിങ്ങൾ നോക്ക്, കിങ്ഡം മൊണേറ അല്ലേ? നിങ്ങൾ നോക്കി, ഓട്ടോട്രോപ്സ് ഉണ്ട്, ഹെട്രോട്രോപ്സ് ഉണ്ട്. ഓട്ടോട്രോപ്സിൽ തന്നെ എന്തൊക്കെയുണ്ട്? കീമോസിന്തറ്റിക്കും ഉണ്ട്, ഫോട്ടോസിന്തറ്റിക്കും ഉണ്ട്. എന്താണ് കീമോസിന്തറ്റിക് എന്ന് പറഞ്ഞാല്? കേട്ടിട്ടുണ്ടോ കീമോസിന്തറ്റിക് എന്നുള്ള വാക്ക്? കീമോസിന്തറ്റിക് എന്ന് പറഞ്ഞാല് കെമിക്കൽസ് ഉപയോഗിച്ച് ഫുഡ് ഉണ്ടാക്കുന്നതിനെയാണ് എന്ത് പറയാ? കീമോസിന്തറ്റിക് എന്ന് പറയുന്നത്. ഇനി എന്താണ്
ഫോട്ടോസിന്തറ്റിക് എന്ന് പറഞ്ഞാല്, ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ എന്താ, ലൈറ്റ് എനർജി ഉപയോഗിച്ച് ഫുഡ് ഉണ്ടാക്കാം. ലൈറ്റ് ഉപയോഗിച്ച് ഫുഡ് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഫോട്ടോസിന്തറ്റിക് എന്ന് പറയുന്നത്. ഇനി എന്താണ് പാരസൈറ്റ് എന്ന് പറഞ്ഞാല്, ജീവനുള്ള ബോഡിയിൽ നിന്ന് ന്യൂട്രിയൻസ് വലിച്ചെടുക്കുന്നതിനെയാണ് എന്ത് പറയാ, പാരസൈറ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ ജസ്റ്റ് അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം മിസ് പറഞ്ഞതാണ്. പഠിക്കേണ്ട കാര്യം എന്താണ്, പ്ലാന്റ്സ് ഓട്ടോട്രോപ്സ് ആണ്, ആനിമൽസ് ഹെറ്ററോട്രോപ്സ് ആണ്. ഇനി ബാക്ടീരിയക്ക് വന്നു കഴിഞ്ഞാൽ അവർ ഓട്ടോട്രോപ്സുമാണ് ഹെറ്ററോട്രോപ്സുമാണ്. കിങ്ഡം പ്രൊട്ടിസ്റ്റ എങ്ങനെയാണ്, പ്രൊട്ടിസ്റ്റയും ഇതേപോലെ തന്നെയാണ്, ഓട്ടോട്രോപ്സുമാണ് ഹെറ്ററോട്രോപ്സുമാണ്. ഇനി ഇത് നിങ്ങൾക്കും കണ്ണടച്ച് പറയാൻ പറ്റും. കാരണം എന്താ, ഫംഗസുകൾ ഒരിക്കലും ഒറ്റയ്ക്ക് ഫുഡ് ഉണ്ടാക്കില്ല. അവരും എങ്ങനെ തന്നെയാണ്, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഫുഡ് ഉണ്ടാക്കുക. ഓക്കെ, ഈ ടേബിള് ചില സമയത്ത് ഈ ടേബിള് അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. അതായത് ചിലപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ ആയിരിക്കും മിസ്സിംഗ് ആയിട്ടുള്ളത്, ഈ ഭാഗത്ത് നിന്ന് അധികം ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അപ്പൊ ഈ ടേബിൾ ആരും മറക്കരുത്, ടേബിൾ നോക്കി പോണം. ഇതൊന്നുമില്ല, ഈ ഓർഡറിൽ പഠിക്കാം. ഇനി ഇത് ഓൺലി പ്രോകാരിയോട്ടിക് കിങ്ഡം ഏതാ, കിങ്ഡം മൊണേറ. ബാക്കി എല്ലാവരും യൂകാരിയോട്ടിക് ആണ്. ഇനി ആർക്കാണ് സെൽ വാൾ ആബ്സെന്റ് ആയിട്ടുള്ളത്, കിങ്ഡം ആനിമയിലേക്ക് മാത്രം. ബാക്കി എല്ലാവർക്കും പ്രസന്റ് ആണ്. അങ്ങനെ പഠിച്ചാൽ മതി ട്ടാ. ഇവിടെ മോഡ് ഓഫ് ന്യൂട്രീഷൻ ഈ സാപ്രോഫൈറ്റിക്, പാരസൈറ്റിക് അങ്ങനെ പഠിക്കണമെന്നില്ല. നിങ്ങൾക്ക് അറിയണ കാര്യമില്ല. ബാക്ടീരിയ ആണെങ്കിൽ ഓട്ടോട്രോപ്സും ഉണ്ടാവും ഹെറ്ററോട്രോപ്സും ഉണ്ടാവും. പ്ലാന്റ്സ് ആണെങ്കിൽ ഓട്ടോട്രോപ്സ് മാത്രമായിരിക്കും. ആനിമൽസും ഫംഗസും ആണെങ്കിൽ ഒരു ഹെറ്ററോട്രോപ്സ് ആയിരിക്കും. ഇങ്ങനെ നോക്കി പോയാൽ മതി. ഹോളോസോയിക് ആണോ, സാപ്രോഫൈറ്റിക് ആണോ, പാരസൈറ്റിക് ആണോ എന്ന് നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. നെക്സ്റ്റ് നോക്കിയേ, നെക്സ്റ്റ് നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ ഒരു 3 വരിയിൽ കൊടുത്തേക്കുന്ന കാര്യമാണ്. ഈ 3 വരി മാത്രമാണ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷനെ പറ്റി പറയുന്നത്. അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും മിസ് പറയാണ്. ഈ 2 പേരുകൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ തുടർന്ന് പഠിക്കുമ്പോൾ കാണും. അതിനകത്ത് കൺഫ്യൂഷൻ വരാണ്ടിരിക്കാനാണ് ഇവിടെ പറയുന്നത്. അതായത് RH വിറ്റേക്കറിന് ശേഷം വേറൊരു സയന്റിസ്റ്റ് വന്നിട്ട് നമ്മുടെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് അതൊരു 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആക്കിയിട്ടുണ്ട്. നോക്കിയേ, കിങ്ഡം മൊണേറയില്ല, നമ്മുടെ കിങ്ഡം മൊണേറയെ 2 ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എത്രയാക്കി ഡിവൈഡ് ചെയ്ത്, 2 ആയിട്ട്. നോക്കിയേ, ആർക്കി ബാക്ടീരിയ ആൻഡ് യു ബാക്ടീരിയ. എന്തൊക്കെയായിട്ടാണ്, ആർക്കി ബാക്ടീരിയ ആൻഡ് യു ബാക്ടീരിയ. ബാക്കി കിങ്ഡം എല്ലാം അതേപോലെ തന്നെ, അതായത് പ്രൊട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റൈ, ആനിമേലിയ. ഇപ്പൊ നോക്കി എത്ര കിങ്ഡം ഉണ്ടെന്ന് നോക്കിയടാ. 1 2 3 4 5 6 6 കിങ്ഡം ആയില്ലേ. കിങ്ഡം മൊണേറ എന്ന് പറയുന്ന കിങ്ഡത്തിനെ അദ്ദേഹം എന്ത് ചെയ്തു, 2 ആയിട്ട് ഡിവൈഡ് ചെയ്തു. എന്തൊക്കെയായിട്ടാണ്, ആർക്കി ബാക്ടീരിയ ആയിട്ടും യു ബാക്ടീരിയ ആയിട്ടും. അതാണ് ഈ കൊടുത്തിരിക്കുന്ന ക്ലാസിഫിക്കേഷൻ. അതുകൊണ്ടാണ് നിങ്ങൾ തുടർന്ന് പഠിക്കുമ്പോൾ ആർക്കി ബാക്ടീരിയ എന്നും യു ബാക്ടീരിയ എന്നുള്ള ടേം കാണുന്നത്. ടെക്സ്റ്റ് ബുക്കില് ഈ ടേബിളില്ലേ, ഈ ടേബിളിന്റെ അടിയിൽ ഒരു 3 വരിയെ നമുക്ക് ഈ 6 കിങ്ഡത്തിനെ പറ്റി ചോദിക്കുന്നുള്ളൂ. മേ ബി എക്സാമിന് ചോദിച്ചാലോ 6 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഏത് കിങ്ഡത്തിനെ ഡിവൈഡ് ചെയ്തിട്ടാണ് ആർക്കി ബാക്ടീരിയ എന്നും യു ബാക്ടീരിയ എന്നും വിളിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചേക്കാം. അപ്പൊ നിങ്ങൾ എന്ത് എഴുതണം, കിങ്ഡം മൊണേറേനെയാണ് നമ്മൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. നെക്സ്റ്റ് നമ്മൾ ഇനി ഓരോ കിങ്ഡത്തിലോട്ട് കിടക്കാണ്. അതായത് കിങ്ഡം മൊണേറ പഠിക്കും, പ്രൊട്ടിസ്റ്റ പഠിക്കും, ഫംഗൈ പഠിക്കും. കിങ്ഡം പ്ലാന്റൈ ആൻഡ് ആനിമേലിയ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യില്ലേ. അതെന്തുകൊണ്ടാ, നിങ്ങൾക്ക് അത് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാനുണ്ട് അല്ലെ. ബോട്ടണിയിലായാലും സുവോളജിയിലായാലും പ്ലാന്റൈയും ആനിമേലിയ പഠിക്കാനുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ അത് വല്ലാണ്ട് ഡിസ്കസ് ചെയ്യില്ല. നോക്കിയേ, ഫസ്റ്റ് കിങ്ഡം എന്താ, കിങ്ഡം മൊണേറ. ഏതാണ്, കിങ്ഡം മൊണേറ. നോക്കാം, ഈ സ്റ്റാർ ഇട്ടിട്ടില്ലേ മിസ്, ഓരോ സ്ലൈഡിലും സ്റ്റാർ ഉണ്ടാവും. അതായത് ആ ഭാഗത്ത് നിന്നായിരിക്കും എക്സാമിന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. നോക്കിയേ, ഞാൻ ആദ്യം തൊട്ട് പറഞ്ഞു, കിങ്ഡം മൊണേറയിലെ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന മെമ്പേഴ്സ് ആരാണ്, ബാക്ടീരിയ ആണ്. ബാക്ടീരിയകൾക്ക് വേണ്ടി ഉണ്ടാക്കിയ കിങ്ഡം ആണ് മൊണേറ. അപ്പൊ മൊണേറയുടെ സോൾ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും, ബാക്ടീരിയ. കിങ്ഡം മൊണേറയുടെ സോൾ മെമ്പേഴ്സ് ആരായിരിക്കും, ബാക്ടീരിയകളായിരിക്കും. ഇനി ബാക്ടീരിയയുടെ പ്രത്യേകത എന്താ, അവർക്ക് ഏത് കണ്ടീഷനിൽ വേണമെങ്കിലും സർവൈവ് ചെയ്യാൻ പറ്റും. ഇനി ഇമ്പോർട്ടന്റ് 2 മാർക്കിന് സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. രണ്ട് മാർക്കിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണിത്. ഇത് 4 എണ്ണവും തരും, എന്നിട്ട് 2 മാർക്കായിരിക്കും ഇതിന് ക്വസ്റ്റ്യൻ വരെ. നോക്കിയേ, ഇവരുടെ ബാക്ടീരിയയുടെ ഷേപ്പിന്റെ ബേസിൽ ഇവരെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. എന്തിന്റെ ബേസിലാണ്, ഷേപ്പിന്റെ ബേസിൽ. എങ്ങനെയാ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക, നോക്കിയേ. സ്പെറിക്കൽ ഷേപ്പ്. എന്താണ് സ്പെറിക്കൽ, സ്പെറിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ മിസ് പിക്ചർ കൊടുത്തിട്ടുണ്ട്. നോക്കിയാണ് അടിയിൽ, നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പറ്റും ഈ പിക്ചർ. നോക്കിയേ, സ്പെറിക്കൽ ആയിട്ടുള്ള ബാക്ടീരിയ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, കോക്കസ്. ഇതിനകത്ത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ കോക്കൈ എന്ന് കാണാം. എന്താണ് കോക്കൈ എന്ന് വെച്ചാൽ, ഒന്നിലധികം ബാക്ടീരിയകൾ, പ്ലൂറൽ ഫോം ആണ് എന്ത്, കോക്കൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരൊറ്റ ബാക്ടീരിയ ആണ് ഉള്ളതെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും, കോക്കസ് എന്ന് വിളിക്കും. രണ്ടാമത്തെ നോക്കി, രണ്ടാമത്തെ ഷേപ്പ് എന്താ, റോഡ് ഷേപ്പ്. അതായത് നോക്ക്,
ഈ ഒരു ഷേപ്പിനെയാണ് എന്ത് പറയാ, റോഡ് ഷേപ്പ്. ഇപ്പൊ എന്റെ ഷേപ്പിൽ സിലിണ്ടർ ആണ്. ഇതെന്താ, ഒന്ന് ഫ്ലാറ്റ് ആയി കഴിഞ്ഞാൽ റോഡ് ഷേപ്പ് പോലെയാവും. ഈ ഷേപ്പിനാണ് നമ്മൾ എന്ത് പറയാ, റോഡ് ഷേപ്പ് എന്ന് പറയുന്നത്. ഇനി റോഡ് ഷേപ്പിലുള്ള ബാക്ടീരിയയുടെ പേരാണ് എന്ത്, ബാസില്ലസ്. ഇതിന്റെ പ്ലൂറൽ ഫോം ആണ് ബാസില്ലൈ എന്ന് പറഞ്ഞ് കാണുന്നത്. ഇനി എന്താണ് കോമ ഷേപ്പ് എന്ന് പറഞ്ഞാൽ, ഇങ്ങനെയാണ് കോമ ഷേപ്പ് ഇരിക്കുക. കോമ ഷേപ്പിലുള്ള ബാക്ടീരിയയുടെ പേരാണ് എന്ത്, വിബ്രിയം. എന്താ പറയാ, വിബ്രിയം. ഇനി ഇത് നിങ്ങൾക്ക് എളുപ്പമാണ്, സ്പൈറൽ ഷേപ്പ്. ഇങ്ങനെയാണ് ഇരിക്കുക ബാക്ടീരിയ. ഇങ്ങനെയാണ് ഈ ബാക്ടീരിയ ഇരിക്കുക, സ്പൈറൽ ഷേപ്പ് ചെയ്യുക. നിങ്ങൾ സ്പൈറൽ സ്റ്റെപ്സ് ഒക്കെ കണ്ടിട്ടില്ലേ, അതേപോലെ സ്പൈറൽ ആയിട്ടിരിക്കുന്ന ബാക്ടീരിയയുടെ പേരെന്താണ്, സ്പൈറില്ലം. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സ്പൈറലും സ്പെറിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. കാണുമ്പോൾ തന്നെ സ്പൈറൽ കാണുമ്പോൾ തന്നെ സ്പെറിക്കൽ ആണെന്ന് വിചാരിച്ചിട്ട് കോക്കൈൻ എടുത്ത് എഴുതരുത്. ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയിട്ട് വേണം എഴുതാനായിട്ട്. ഇതിൽ നിന്ന് മിക്ക എക്സാമുകളിലും ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതും 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വരാറ്. ഒന്നെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ടായിരിക്കും വരാം, അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടും വരാം. ഇനി അതേപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ ഈ പിക്ചർ നോക്കിയിട്ട് വേണം പോകാനായിട്ട്. ഓക്കെ, ഇനി നമ്മൾ കിങ്ഡം മോണേറ ഡെഫിനിഷൻ പഠിച്ചു. ഇനി ഞാൻ ആദ്യം പറഞ്ഞു കിങ്ഡം മോണേറയെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്, ആർക്കി ബാക്ടീരിയ എന്നും മ്യൂ ബാക്ടീരിയ എന്നും. ആർക്കി എന്ന് പറഞ്ഞാൽ എന്താ, ആർക്കിയോളജി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആർക്കിയോളജി എന്ന് പറഞ്ഞാൽ എന്താ, പുരാവസ്തു ഗവേഷണർ. അതായത് പണ്ടത്തെ കാലത്തെ, അതായത് പുരാവസ്തു പണ്ടുണ്ടായ സാധനങ്ങളൊക്കെ കണ്ടുകിട്ടിയാൽ നമ്മൾ ആരെയാണ് ആദ്യം വിളിക്കുക, ആർക്കിയോളജിസ്റ്റിനെ വിളിക്കും. അതായത് പുരാവസ്തു ഗവേഷകനെ വിളിക്കും. അതേപോലെ തന്നെ ആർക്കി ബാക്ടീരിയ, അതായത് പണ്ടുണ്ടായ ബാക്ടീരിയനാണ് നമ്മൾ എന്ത് വിളിക്കുക, ആർക്കി ബാക്ടീരിയ എന്ന് വിളിക്കുന്നത്. സയന്റിസ്റ്റുകൾ പറയുന്നത് ഭൂമി ആദ്യം ഉണ്ടായപ്പോ ഈ ഭൂമിയിൽ ആദ്യമായിട്ട് ജീവനുള്ള ഒരു വസ്തുവിനെ കണ്ടത് ആർക്കി ബാക്ടീരിയകളാണെന്നാണ്. അതായത് ഭൂമി ആദ്യം ഉണ്ടായിരുന്നപ്പോ പറയുന്നത് എന്താ, ഭയങ്കര ചൂടായിരുന്നു, അത് തിളച്ച് എന്താ ലാവ ആയിരുന്നു എന്നല്ലേ പറയാ, എന്നിട്ട് മഴ പെയ്താണ് തണുത്തതെന്ന് പറയും. അപ്പോ ആ സമയങ്ങളിൽ കാണാൻ പറ്റുന്ന ബാക്ടീരിയകളെയാണ് നമ്മൾ എന്ത് പറയാ, ആർക്കി ബാക്ടീരിയകൾ എന്ന് പറയുന്നത്. നോർമൽ ബാക്ടീരിയകൾ അല്ല ഇവരുടെ പേരിൽ അതാണ് വ്യത്യാസം. എന്താണ്, ആർക്കി ബാക്ടീരിയ. ഇവരുടെ പ്രത്യേകത എന്താ, ഇവർക്ക് ഹാർഷ് ഹാബിറ്റാറ്റിൽ ജീവിക്കാൻ പറ്റും. എവിടെ ജീവിക്കാൻ പറ്റും, ഹാർഷ് ഹാബിറ്റാറ്റിൽ ജീവിക്കാൻ പറ്റും. എന്താണ് ഹാർഷ് ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ, ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള ഹാബിറ്റാറ്റിൽ ജീവിക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഇപ്പൊ മഴ സമയമാണ്, നമുക്ക് തൊണ്ടവേദന വന്നു കഴിഞ്ഞാൽ അമ്മ എന്താ പറയാ, ഗാർഗിൾ ചെയ്യാൻ പറയും. അതായത് ചൂടുവെള്ളത്തില് ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഗാർഗിൾ ചെയ്യാൻ പറയും. മഞ്ഞപ്പൊടി ചിലവർ ഇടാറുള്ളൂ, ഉപ്പ് നമ്മൾ എന്തായാലും ഇടും. ചൂടുവെള്ളത്തിൽ ഒരു ഉപ്പ് ഇട്ടിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഗാർഗിൾ ചെയ്യും. ഓക്കെ, എന്തിനാ അങ്ങനെ ചെയ്യുന്നത്, ആലോചിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? നമ്മുടെ തൊണ്ടയിൽ ബാക്ടീരിയ വന്നിരുന്നിട്ടാണ് നമുക്ക് ഈ പെയിൻ വരുന്നത്. അത് അങ്ങനെയാണ് നമുക്ക് ത്രോട്ട് പെയിൻ വരുന്നത്. ഈ ബാക്ടീരിയകൾക്ക് ചൂടും പറ്റില്ല, ഉപ്പും പറ്റില്ല. നമ്മൾ നന്നായിട്ട് ഗാർഗിൾ ചെയ്യുന്ന സമയത്ത് ഈ ബാക്ടീരിയ മരിച്ചു പോകും. സാധാരണ ബാക്ടീരിയകളാണെങ്കിൽ അവർക്ക് അധികം ചൂടും പറ്റില്ല, ഉപ്പും പറ്റില്ല. പക്ഷെ നമ്മുടെ ആർക്കി ബാക്ടീരിയകൾ അങ്ങനെയാണോ, അവർക്ക് ഹാർഷി ഹാബിറ്റാറ്റിൽ സർവൈവ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവരെന്ത് വിളിക്കുന്നത്, ആർക്കി ബാക്ടീരിയകൾ എന്ന് വിളിക്കുന്നത്. ഇനി നോക്കിയേ, സോൾട്ടി ഏരിയാസ്. എന്താണ് സോൾട്ടി ഏരിയാസ് എന്ന് പറഞ്ഞാൽ, ബീച്ചല്ല, ബീച്ചിൽ ഉപ്പ് നമുക്ക് പിന്നെയും സഹിക്കാം. ചാവുകളിൽ നിന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ, ഡെഡ് സീ എന്നൊക്കെ, അവിടുത്തെ ഉപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഹൈ പവറിലായിരിക്കും ഉപ്പ് ഉണ്ടാവാം. അതായത് നമ്മുടെ ഇവിടെ ബീച്ചിലുള്ള ഉപ്പൊക്കെ നമുക്ക് പിന്നെ വായിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപ്പായിരിക്കും. പക്ഷെ അവിടുത്തെ എമൗണ്ട് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. അവിടെ ഒരു മീനോ ജീവികളോ ഒന്നും ഉണ്ടാവില്ല ആ സീല്. പക്ഷെ ആരെ കാണാൻ പറ്റും, എക്സ്ട്രീം ആയിട്ടുള്ള സോൾട്ടി ഏരിയാസിൽ കാണാൻ പറ്റുന്ന ബാക്ടീരിയകളെ വിളിക്കുന്ന പേരാണ് എന്ത്, ഹാലോഫൈൽസ്. എന്താണ്, ഹാലോഫൈൽസ്. നോക്കിയേ, ഹാലോഫൈൽസ്. എന്താണ് ഹാലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പഠിക്കാൻ ഭയങ്കര എളുപ്പ. ഹാലോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, ഉപ്പ് എന്നാണ്. ഫൈൽ എന്ന് പറഞ്ഞാൽ എന്താ, ലവിങ്. നിങ്ങളിപ്പോ ഇലക്ട്രോഫൈൽ, ന്യൂക്ലിയോഫൈൽ അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ടോ? എന്താണ് ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ, ഇലക്ട്രോൺ ലവിങ്. അതേപോലെ തന്നെയാണ് ഇവിടെ ഹാലോഫൈൽ എന്ന് പറഞ്ഞാലും. ഹാലോ എന്ന് പറഞ്ഞാൽ ഉപ്പ്, ഫൈൽ എന്ന് പറഞ്ഞാൽ എന്താ, ലവിങ്. ഇനി അടുത്ത് നോക്കിയേ, ഹോട്ട് സ്പ്രിങ്സ്. എന്താണ് ഹോട്ട് സ്പ്രിംഗ്? ഹോട്ട് സ്പ്രിംഗ് എന്താണെന്ന് അറിയോ? നമ്മുടെ ഭൂമിയുടെ അടിയിൽ ഭയങ്കര ചൂടാണ്. ഇങ്ങനെ ഖനികൾ കുഴിച്ചു പോകുന്ന ആൾക്കാരില്ല, അവർ പ്രത്യേക തരത്തിലുള്ള ഡ്രസ്സ് ഇട്ടിട്ടാണ് അടിയിലോട്ട് പോകുക. കാരണം എന്താ, ഒരു ലിമിറ്റ് കഴിഞ്ഞ് അടിയിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബോഡി തന്നെ ബേസ്റ്റ് ആയി പോകും. കാരണം നമ്മുടെ ബോഡിക്ക് താങ്ങാൻ പറ്റുന്നതിനെ കൂടുതൽ ചൂടായിരിക്കും ഭൂമിയുടെ അടിയിലുണ്ടാവും. അടിക്ക് പോകും തോറും ഒരു ലിമിറ്റ് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് അത് ഒട്ടും താങ്ങാൻ പറ്റില്ല. നമ്മുടെ ബോഡി എന്ത് ചെയ്യും, ബേസ്റ്റ് ആയിട്ട് പല പാർട്സ് ആയിട്ട് പോകും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മണ്ണിനടിയിലോട്ട് കുഴിച്ചു പോകുന്ന ആൾക്കാർ എന്തിടുന്നത്, ഒരു സ്പെഷ്യലൈസ്ഡ് ഡ്രസ് ഇടുന്നത്. ഇനി എന്താണ് ഹോട്ട് സ്പ്രിംഗ് എന്ന് പറഞ്ഞാല്, ഈ ഭൂമിയുടെ അടിയിൽ വെള്ളം ഉണ്ടാവും. ഈ വെള്ളം എന്ത് ചെയ്യും, ഭൂമിയുടെ അടിയിൽ ചൂട് കൊണ്ട് തിളച്ച് ഭൂമിയുടെ സർഫസിലോട്ട് വരും. എന്നിട്ട് നിങ്ങൾ ചില സിനിമകളിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും, ഇതിങ്ങനെ മേലോട്ട് പൊന്തി വന്നിട്ട് ഈ സർഫസിൽ കിടന്ന് തനിയെ തിളയ്ക്കും. ഈ തിളയ്ക്കുന്ന സ്ഥലം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ചുറ്റും ഒരു ജീവി പോലും ഉണ്ടാവില്ല.
ചുറ്റും ഒരു ജീവി പോലും ഉണ്ടാവില്ല. ഒരു ചെടികളോ ചിലപ്പോൾ കരിഞ്ഞുണങ്ങിയ ചിലപ്പോൾ ചില ചെടികൾ ഉണ്ടാവും. കാരണം തിളച്ച വെള്ളമാണ് ഈ കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നത്. സൂര്യന്റെ ഇതൊന്നും സൂര്യപ്രകാശം കൊണ്ടൊന്നല്ലേ വെള്ളം കിടന്ന് തിളയ്ക്കുക, ഭൂമിയുടെ അടിയിൽ നിന്ന് തിളച്ചു വരുന്നതാണ്. അങ്ങനെ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഹോട്ട് സ്പ്രിംഗ് എന്ന് വിളിക്കുന്നത്. ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ എന്ത് വിളിക്കുക, ഹോട്ട് സ്പ്രിംഗ് എന്ന് വിളിക്കുക. അവിടെ കാണുന്ന ബാക്ടീരിയകളെയാണ് നമ്മൾ എന്ത് പറയാ, തെർമോ അസിഡോഫൈൽസ്. തെർമോ എന്ന് പറഞ്ഞാൽ എന്താണ്, ചൂട്. അസിഡോ എന്ന് പറഞ്ഞാൽ എന്താ, pH. എക്സ്ട്രീം ആയിട്ടുള്ള pHലും ടെമ്പറേച്ചറിലും സർവൈവ് ചെയ്യാൻ പറ്റുന്ന ബാക്ടീരിയകളെ വിളിക്കുന്ന പേരാണ് എന്ത്, തെർമോ അസിഡോഫൈൽസ്. ഇനി എന്താണ് മാർഷി ഏരിയാസ് എന്ന് പറഞ്ഞാല്, ചതുപ്പ് നിലം, ഭയങ്കര ചെളിയുള്ള സ്ഥലങ്ങൾ ഉണ്ടാവില്ലേ, അതായത് ഭയങ്കര ചതുപ്പായിട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടാവും. അവിടെ കാണാൻ പറ്റുന്ന ബാക്ടീരിയകളുടെ പേരാണ് എന്ത്, മെത്തനോജൻസ്. എന്താണ്, മെത്തനോജൻസ്. ഇനി ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഒരു തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. മെത്തനോജൻസിനെ നമുക്ക് മാർഷി ഏരിയാസിൽ മാത്രമല്ല കാണാൻ പറ്റുക. ഈ റൂമിനന്റ് ആനിമൽസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? അതായത് മലയാളത്തിൽ അതിനെ അയവറക്ക എന്ന് പറയും തോന്നുന്നു. അതായത് ഈ പശു, ബഫലോസ് അവരൊക്കെ ഇല്ലേ, അവരെന്താ ചെയ്യാം, അവർ ഏത് സമയം നോക്കിയാലും ചവച്ചോണ്ടിരിക്കണ കാണാം. എന്താണ് ഇവര് ചവച്ചോണ്ടിരിക്കണേ അറിയോ എന്താണെന്ന്? ഇവരുടെ ഗട്ട്, അതായത് ഫുഡ് പൈപ്പ് ഇല്ലേ, നമ്മൾ ഫുഡ് പൈപ്പ് എന്ന് പറയും, ആനിമൽസിന് നമ്മൾ ഗട്ട് എന്നാണ് പറയാം. അതാണ് ആനിമൽസിന് ഗട്ട് എന്നാണ് പറയാം. നോക്കിയേ, ഇവരുടെ ഗട്ടില് റൂമിനന്റ് എന്ന് പറയുന്ന ഒരു സാക്ക് ഉണ്ട്. ഇവരെ പുല്ല് കഴിക്കാൻ വേണ്ടി വിട്ട് കഴിഞ്ഞാൽ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡൊക്കെ ഇവർ കഴിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ റൂമിനന്റ് എന്ന് പകുതി ഇറക്കും. ഇത് ഇപ്പൊ ഫുൾ ഇറങ്ങി ഞാൻ സ്റ്റൊമക്കിലോട്ട് എത്തും. ഇവരെന്ത് ചെയ്യും, പകുതി ഇറക്കിയിട്ട് ഇവിടെ ഒരു ഭാഗത്തായിട്ട് ഒരു റൂമിനന്റ് എന്ന് പറയുന്ന ഒരു സാക്ക് ഉണ്ടാവും. ഇവരെന്ത് ചെയ്യും, ഈ സാക്കില് ഈ എല്ലാ പുല്ലും, അതായത് പകുതി ചവച്ചരച്ച പുല്ല് ഇവിടെ സ്റ്റോർ ചെയ്യും. എന്നിട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് സ്ഥലത്ത് പോയിരിക്കും. അതായത് നമ്മൾ ഒന്നെങ്കിൽ പറമ്പിൽ കൊണ്ട് കെട്ടും പശുവിനെ, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ തൊഴുത്തുണ്ടെങ്കിൽ അവിടെ അല്ലേ കൊണ്ടിരുത്താം. അപ്പൊ ഈ പകുതി ഇറക്കിയ ഫുഡ് എന്ത് ചെയ്യും, തിരിച്ച് വായിലോട്ട് എടുക്കും. എന്നിട്ട് റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് ഇവരിങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ചെയ്യുന്ന ജീവികളെയാണ് നമ്മൾ എന്താ വിളിക്കുക, റൂമിനന്റ് ആനിമൽസ് എന്ന് വിളിക്കുന്നത്. ഒന്നുമില്ല, പകുതി ഇറക്കും ഒരു ഫുഡ്, ചവച്ചരച്ച ഫുഡ് ഇറക്കും. എന്നിട്ട് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ഇറക്കിയ ഫുഡ് ഒന്നും കൂടി വായിലോട്ട് എടുത്ത് ചവയ്ക്കും. ഇവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക, റൂമിനന്റ് ആനിമൽസ് എന്ന് വിളിക്കുന്നത്. ഈ റൂമിനന്റ് ആനിമൽസിന്റെ ഗട്ടില് എന്തിനെ കാണാൻ പറ്റും, മെത്തനോജൻസിനെ കാണാൻ പറ്റും. ഈ മെത്തനോജൻസ് അതായത് ആർക്കി ബാക്ടീരിയകളെ ആർക്കെങ്കിലും നശിപ്പിക്കാൻ പറ്റും? ആർക്കും നശിപ്പിക്കാൻ പറ്റില്ല. ഫുഡ് ഇറങ്ങുന്ന അനുസരിച്ച് ഈ മെത്തനോജൻസ് വയറ്റിലോട്ട് എത്തും. വയറ്റിൽ ഡൈജഷൻ കഴിയും, പക്ഷെ മെത്തനോജൻസ് നശിച്ചു പോകും. കാരണം എന്താണ്, അവർ ആർക്കി ബാക്ടീരിയകളാണ്. ഇനി ഫുഡൊക്കെ ഡൈജസ്റ്റ് ചെയ്ത് കൗഡങ് ആയിട്ട് പുറത്തു വരും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, കൗഡങ്ങിന് ഭയങ്കര എക്സ്ട്രീം സ്മെല്ലായിരിക്കും. എന്തുകൊണ്ടാണെന്നറിയോ? കാരണം ഈ കൗഡങ്ങില് എന്തുണ്ടാവും, മെത്തനോജൻസ് ഉണ്ടാവും. ചില കൗഡങ്ങിന് ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള സ്മെല്ലായിരിക്കും. എന്തുകൊണ്ടാണ് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങള്? കൗഡങ്ങില് എന്തുണ്ടാവും, മെത്തനോജൻസ് ഉണ്ടാവും. മെത്തനോജൻസിന് എന്തിനുള്ള കഴിവുണ്ട്, മീഥേൻ ഗ്യാസിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതായത് മീഥേൻ ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ വീടുകളിൽ കമ്പോസ്റ്റ് പൈപ്പ് കുത്തിയിട്ടുണ്ടാവും. അതായത് ഫുഡ് വേസ്റ്റ്, പിന്നെന്താ പച്ചക്കറിയുടെ വെജിറ്റബിൾസിന്റെ വേസ്റ്റ് ഒക്കെ ഇടാനായിട്ട് അവിടെ നമ്മൾ ഗ്യാസ് ഉണ്ടാക്കില്ലേ, ബയോഗ്യാസ് എന്ന് കേട്ടിട്ടുണ്ടാവും. ഈ ബയോഗ്യാസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മീഥേൻ ഗ്യാസ് എന്ന് പറയുന്നത്. നമ്മുടെ മെത്തനോജൻസിന് എന്തിനുള്ള കഴിവുണ്ട്, മീഥേൻ ഗ്യാസ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. ഈ മീഥേൻ ഗ്യാസിന് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബയോഗ്യാസ് എന്ന് പറയുന്നത്. എക്സാമിന് ചോദിച്ചിട്ടുണ്ട് മെത്തനോജൻസിനെ കൊണ്ടുള്ള എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്താണ് ഇമ്പോർട്ടൻസ് നോക്കിയേ. മെത്തനോജൻസ് ആർ ഓൾസോ പ്രസന്റ് ഇൻ ഗട്ട് ഓഫ് റൂമിനന്റ് ആനിമൽസ്. എന്താണ് ഇവരുടെ ഇമ്പോർട്ടൻസ്? റെസ്പോൺസിബിൾ ഫോർ ബയോഗ്യാസ് പ്രൊഡക്ഷൻ. ഇനി ഒരു തവണ എക്സാമിന് സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്, എങ്ങനെയാണ് ആർക്കി ബാക്ടീരിയകൾ നോർമൽ ബാക്ടീരിയകളിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവർക്ക് എക്സ്ട്രീം കണ്ടീഷനുകൾ സർവൈവ് ചെയ്യാൻ പറ്റുന്നത്? എങ്ങനെയാണ്? അവരുടെ സെൽ വാളിലുള്ള വ്യത്യാസമാണ്. എന്തിലുള്ള വ്യത്യാസമാണ്? സെൽ വാളിലുള്ള വ്യത്യാസം. നോർമൽ ബാക്ടീരിയക്കുള്ള പോലത്തെ സെൽ വാൾ അല്ല ആർക്ക് ഉണ്ടാവുക, ആർക്കി ബാക്ടീരിയകൾക്ക് ഉണ്ടാവുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമുക്ക് ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് പഠിക്കാൻ. ഇവിടെ പഠിക്കേണ്ട കാര്യം എന്താണ്, സോൾട്ടി ഏരിയാസിൽ കാണുന്നത് ആരാണ്, ഹോട്ട് സ്പ്രിംഗിൽ കാണുന്നത് ആരാണ്, മാർഷി ഏരിയാസിൽ കാണുന്നത് ആരാണ്, പിന്നെ മെത്തനോജൻസിനെ കൊണ്ടുള്ള എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്നാണ്. ഇനി എങ്ങനെയാണ് ഇവർ നോർമൽ ബാക്ടീരിയയിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് എക്സ്ട്രീം കണ്ടീഷനിലും സർവൈവ് ചെയ്യാൻ പറ്റുന്നത്, അതിനുള്ള റീസണും കൂടി പഠിച്ചു കഴിഞ്ഞാൽ ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്ന ടോപ്പിക് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്തായിരുന്നു, യു ബാക്ടീരിയ. മിസ് പറഞ്ഞു ആർക്കി ബാക്ടീരിയകള് എന്താണ്, എക്സ്ട്രീം കണ്ടീഷനിൽ ജീവിക്കാൻ പറ്റുന്നവരാണ്. അപ്പൊ എവിടെയാണ് നമ്മുടെ നോർമൽ ആയിട്ടുള്ള ബാക്ടീരിയകളെ കാണാൻ പറ്റുക? നോർമൽ ആയിട്ടുള്ള ബാക്ടീരിയകളെ കാണാൻ പറ്റുന്ന ഗ്രൂപ്പാണ് ഇത്, യു ബാക്ടീരിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ യു ബാക്ടീരിയയുടെ അർത്ഥം എന്താണ്,
ട്രൂ ബാക്ടീരിയ, ശരിക്കുള്ള ബാക്ടീരിയകൾ വരുന്ന ഗ്രൂപ്പാണ് ഏത്? യു ബാക്ടീരിയ എന്ന് പറയുന്നത്. ഇനി യു ബാക്ടീരിയകളെ നമുക്ക് 3 കാറ്റഗറിയാണ് പഠിക്കാനുള്ളത്. ആദ്യം നമ്മൾ ഓട്ടോട്രോഫിക് ബാക്ടീരിയ എന്താണെന്ന് പഠിക്കും. അതിനകത്ത് തന്നെ മിസ് എടുത്തപ്പോ പറഞ്ഞു ഓട്ടോട്രോഫിൽ 2 തരം വരുന്നുണ്ട്. എന്തൊക്കെയാണ്? ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് ഉണ്ട്, കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് ഉണ്ട്. ഇത് രണ്ടും പഠിച്ചു കഴിഞ്ഞാൽ ഓട്ടോട്രോഫിക് കഴിഞ്ഞു. ഈ നെക്സ്റ്റ് ടേം എന്തായിരുന്നു? ഹെട്രോട്രോഫിക്, അതായത് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ബാക്ടീരിയ. ഈ 3 ഗ്രൂപ്പും ഏതിലാ വരുന്നത്? യു ബാക്ടീരിയയിലാണ് വരുന്നത്. ഇതിനകത്ത് ആദ്യത്തെ ഗ്രൂപ്പ് എന്താണ്? ആദ്യത്തെ ഗ്രൂപ്പ് എന്താ? സൈനോ ബാക്ടീരിയ. എന്താണ്? സൈനോ ബാക്ടീരിയ. സൈനോ ബാക്ടീരിയകൾ എന്ന് പറഞ്ഞാൽ എന്താ? സൈനോ ബാക്ടീരിയ, സൈനോ ബാക്ടീരിയകളാണ് ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്പിൽ വരുന്ന ബാക്ടീരിയകൾ. സൈനോ ബാക്ടീരിയ മിസ് തുടക്കത്തില് ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അതായത് കാർൽ ലിനേയസിന്റെ കാലത്ത് മൈക്രോസ്കോപ്പ് ഒന്നും വലിയ ഡെവലപ്ഡ് അല്ല. അതായത് മൈക്രോസ്കോപ്പ് ഉണ്ട്, എന്നാലും ഭയങ്കര പവർ ഉള്ള മൈക്രോസ്കോപ്പ് ഒന്നും ആയിരുന്നില്ല. ഇദ്ദേഹം നോക്കിയപ്പോ ഒരു പായല്, പച്ച കളറിലുള്ള പായല്, ഇദ്ദേഹം എന്താ വിചാരിച്ചത്? ഭയങ്കര റാപ്പിഡ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ ഒരു ഏരിയ മൊത്തം ഗ്രീൻ കളറിലാണ് കാണുന്നത്. അപ്പൊ ഇദ്ദേഹം എന്ത് വിചാരിച്ചു? പച്ച കളറാണ്, ഒരു വഴുവഴുപ്പൊക്കെ ഉണ്ട്. അപ്പൊ ഇദ്ദേഹം വിചാരിക്കുന്നത് പായലായിരിക്കും, ഇത് ചെടികളുടെ ഗ്രൂപ്പിലായിരിക്കും പെടാന്ന് വെച്ചിട്ട് അതിന് പേരിട്ടു, ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് വിളിച്ചു. പക്ഷെ വിറ്റേക്കറിന്റെ കാലെത്തിയപ്പോ കുറച്ചും കൂടി പവറുള്ള മൈക്രോസ്കോപ്പും കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ അഡ്വാൻസ്ഡ് ആയി. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി എന്താണ്? ഈ പച്ച കളറിൽ റാപ്പിഡ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ആൾക്കാർ എന്തല്ല? ആൽഗെ അല്ല, അതായത് പ്ലാന്റ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരല്ല, മറിച്ച് അവരെന്താണ്? പച്ച കളറിലുള്ള, അതായത് ഗ്രീൻ കളറിലുള്ള ബാക്ടീരിയകളാണ്. എന്താണ്? ബാക്ടീരിയകളാണ്. എന്നിട്ട് അദ്ദേഹമാണ് സൈനോ ബാക്ടീരിയ എന്നുള്ള പേര് മാറ്റിയിട്ട് എന്ത് സജസ്റ്റ് ചെയ്തത്? സോറി, എന്താണ്? എന്നിട്ട് അദ്ദേഹമാണ് ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് പറഞ്ഞിട്ടുള്ള പേര് മാറ്റിയിട്ട് ഏത് പേരിട്ടത്? സൈനോ ബാക്ടീരിയ എന്ന് പറയുന്ന പേരിട്ടത്. മനസ്സിലായോ? അപ്പൊ എന്താണ്? ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് പറഞ്ഞാലും സൈനോ ബാക്ടീരിയ എന്ന് പറഞ്ഞാലും സെയിം ആണ്. മിസ് പറഞ്ഞു ഇവര് ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് ആണ്. ഫോട്ടോസിന്തസിസ് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ അവരുടെ ബോഡിയിൽ ഏത് പിഗ്മെന്റ് ഉണ്ടാവും? ക്ലോറോഫിൽ എ ഉണ്ടാവും. ഏത് പിഗ്മെന്റാ ഉണ്ടാവുക? ക്ലോറോഫിൽ എ. ഇനി എന്താണ്? അടിയിൽ എഴുതിയിട്ടുണ്ട് ഇവരെന്താണ്? ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് ആണ്. ഇനി എന്താണ് കൊളോണിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് യൂണിസെല്ലുലാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നോക്കിയേ, ഒറ്റയ്ക്ക് കാണുന്നതിനെയാണ് എന്ത് പറയാ? ഒരൊറ്റ സെല്ലായിട്ട് കാണുന്നതിനെയാണ് നമ്മൾ യൂണിസെല്ലുലാർ എന്ന് പറയുന്നത്. ഇനി എന്താണ് കൊളോണിയൽ എന്ന് പറഞ്ഞാല്? ഒന്നിലധികം സൈനോ ബാക്ടീരിയകൾ കൂട്ടം കൂടി കണ്ടാലാണ് നമ്മൾ എന്ത് പറയാ? കൊളോണിയൽ എന്ന് പറയുന്നത്. ഒരു കോളനി ആയിട്ട് താമസിക്കുന്നു എന്ന് പറയില്ലേ, അതേപോലെ തന്നെ ഈ സൈനോ ബാക്ടീരിയകൾ ഒന്നെങ്കിൽ നമുക്ക് യൂണിസെല്ലുലാർ ആയിട്ട് കാണാം, അല്ലെങ്കിൽ അവരെ കൊളോണിയൽ ആയിട്ട് കാണാം, അല്ലെങ്കിൽ അവരെ ഫിലമെന്റസ് ആയിട്ട് കാണാം. ഇനി ഫോർ എക്സാമ്പിൾ അവരെ കൊളോണിയൽ ആയിട്ട് കാണുന്നതെന്ന് വിചാരിക്കും, അതായത് ഒന്നിലധികം ബാക്ടീരിയകൾ ഇങ്ങനെ കോളനി പോലെ ഒരുമിച്ചാണ് കാണുന്നതെങ്കിൽ ഇവരെ ചുറ്റി എന്തുണ്ടാവും? ഇവരെ ചുറ്റി എന്തുണ്ടാവും? ഒരു ജലാറ്റീനിയസ് ഷീറ്റ് ഉണ്ടാവും. എന്താ ഉണ്ടാവുക? ജലാറ്റീനിയസ് ഷീറ്റ്. ഇവരെ ചുറ്റി എന്താ ഉണ്ടാവുക? ഒരു ജലാറ്റീനിയസ് ഷീറ്റ് ഉണ്ടാവും. അതായത് ജലാറ്റിൻ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങള് ഫേസിലെ പീൽ ഓഫ് മാസ്ക് ഒക്കെ ഇടുന്ന കണ്ടിട്ടില്ലേ? ആ പീൽ ഓഫ് മാസ്ക് ഉണ്ടാക്കുന്ന സബ്സ്റ്റൻസ് ആണ് ജലാറ്റിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ചില സമയത്ത് ഇപ്പോ ഫുഡിലൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ജലാറ്റിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതൊരു മ്യൂസിലീജിനസ് കവറിങ് പോലെയാണ്, നനവ് വരാതെ അതിനെ പ്രൊട്ടക്ട് ചെയ്യും. അതിനെയാണ് എന്ത് പറയാ? ജലാറ്റീനിയസ് ഷീറ്റ് എന്ന് പറയുന്നത്. ജലാറ്റീനിയസ് ഷീറ്റ് എന്ന് പറയാ. ഇനി നിങ്ങൾ ചില സമയത്ത് എവിടെയെങ്കിലും സിനിമയിലെങ്കിലും കണ്ടിട്ടുണ്ടാവും, വല്ല കുളങ്ങളിൽ പച്ച കളറിലുള്ള വെള്ളം കണ്ടിട്ടുണ്ടാവും. അതായത് പായൽ പിടിച്ച പോലത്തെ വെള്ളം. നമ്മൾ എന്താ വിചാരിക്കുക? നല്ല എന്താണ്? പച്ചപ്പ് അല്ലെങ്കിൽ നല്ല ഹരിതാപമുള്ള ഒരു കുളമാണെന്ന് വിചാരിക്കും അല്ലെ? എന്താ വിചാരിക്കുക? നല്ലോണം ചെടികളൊക്കെ വളർന്ന കുളമാണെന്ന് വിചാരിക്കും. ശരിക്കും അങ്ങനെയാണോ? ആ വെള്ളത്തിൽ പച്ച കളർ വരാൻ കാരണം എന്താണ്? അവിടെ ആരുള്ളത് കൊണ്ടാണ്? സൈനോ ബാക്ടീരിയകൾ ഉള്ളത് കൊണ്ടാണ്. ഈ സൈനോ ബാക്ടീരിയകൾ എപ്പോഴാണെന്ന് അറിയോ റാപ്പിഡ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം? ആ വെള്ളം, അതായത് ഒരു കുളം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാട്ടർ ബോഡീസ് പൊല്യൂട്ടഡ് ആയെന്ന് വിചാരിക്കും. അതായത് എന്തെങ്കിലും കാരണം കൊണ്ട് ആ വാട്ടർ ബോഡി പൊല്യൂട്ടഡ് ആയെന്ന് വിചാരിക്കും. പൊല്യൂട്ടഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ സൈനോ ബാക്ടീരിയകൾ പെട്ടെന്ന് തന്നെ റാപ്പിഡ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആ ഒരു ഏരിയ മൊത്തം കവർ ചെയ്യും. ഇവരുടെ കയ്യിൽ ക്ലോറോഫിൽ എ ഉള്ളത് കൊണ്ട് തന്നെ ഇവരെ ഗ്രീൻ കളറായിട്ട് കാണാൻ പറ്റുക. അപ്പൊ ആ ഏരിയ മൊത്തം നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? ഗ്രീൻ കളറിൽ കാണാൻ പറ്റും. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാതെ കിടക്കുന്ന കുളമൊക്കെ ഉണ്ടാവില്ല, അതായത് അനക്കം തട്ടാത്ത കുളമൊക്കെ, അതായത് ആൾസഞ്ചാരം ഇല്ലാത്ത കുളങ്ങളൊക്കെ ഉണ്ടാവില്ല, അവിടെ ആയിരിക്കും ആരെ കാണാൻ പറ്റുക? സൈനോ ബാക്ടീരിയകളെ കാണാൻ പറ്റുക. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമ്മുടെ ഇവിടെ തന്നെ നമുക്ക് ഇവിടെ തന്നെ ഉള്ള കുളങ്ങളിൽ ഈ സൈനോ ബാക്ടീരിയനെ കാണാൻ പറ്റും. സൈനോ ബാക്ടീരിയനല്ല, അവരുടെ ഗ്രീൻ കളർ കൂട്ടം കൂടി നിന്ന് കഴിഞ്ഞാൽ ഒരു ഗ്രീൻ കളറായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ എന്ത് പറയാ?
ബ്ലൂംസ് എന്ന് പറയുന്നത് എന്താ പറയാ, ബ്ലൂംസ്. ഇത് ഒരു തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ആരാണ് വാട്ടർ ബോഡീസിൽ ബ്ലൂംസ് ഫോം ചെയ്യാന്നുള്ളത്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. എന്നിട്ട് ആരാണെന്നുള്ളത് അടിയിൽ എഴുതണം. ആരാ അങ്ങനെ ബ്ലൂംസ് ഫോം ചെയ്യാ? സൈനോ ബാക്ടീരിയ. ആരാണ് ബ്ലൂംസ് ഫോം ചെയ്യാ? സൈനോ ബാക്ടീരിയ. ഇനി നോക്കിയേ, ഇനി പിക്ചർ നോക്കിയടാ, പിക്ചർ നോക്കി, ഇവിടെ നോക്കിയേ, ഹെട്രോസിസ്റ്റ് എന്ന് കണ്ടോ നിങ്ങള്? ഹെട്രോസിസ്റ്റ്. എന്താണ് ഹെട്രോസിസ്റ്റ് എന്ന് പറഞ്ഞാല്? നിങ്ങൾക്കറിയാം നമ്മുടെ ഭൂമിയിലെ നൈട്രജൻ, അതായത് അറ്റ്മോസ്ഫിയറിൽ നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. ഈ മൂന്നെണ്ണത്തിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ അളവിലുള്ളത്? ഓക്സിജൻ ആണോ, കാർബൺ ഡൈ ഓക്സൈഡ് ആണോ, നൈട്രജൻ ആണോ? അതായത് ഓക്സിജൻ ആര് ശ്വസിക്കുന്നുണ്ട്? നമ്മൾ ഇൻഹേൽ ചെയ്യുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ആര് ഇൻഹേൽ ചെയ്യുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാന്റ്സ് ഇൻഹേൽ ചെയ്യുന്നുണ്ട്. നൈട്രജൻ ആരെങ്കിലും ഇൻഹേൽ ചെയ്യുന്നുണ്ടോ? എന്തുകൊണ്ടായിരിക്കും നൈട്രജൻ ഇൻഹേൽ ചെയ്യാത്തത്? നൈട്രജൻ ആര് ഇൻഹേൽ ചെയ്താലും, ഡയറക്റ്റ് നൈട്രജൻ ഇൻഹേൽ ചെയ്താൽ നമ്മൾ മരിച്ചു പോകും. ഇനി പ്ലാന്റ്സ് ആണ് ഡയറക്റ്റ് നൈട്രജൻ ഇൻഹേൽ ചെയ്യുന്നതെങ്കിൽ അവർ മരിച്ചു പോകും. അതുകൊണ്ടാണ് നമ്മുടെ ഭൂമിയിലെ നൈട്രജന്റെ അളവ്, എനിക്ക് തോന്നുന്നു 78% ഓഫ് നൈട്രജൻ നമ്മുടെ ഭൂമിയിലുണ്ട്. ഇനി ഇങ്ങനെ നൈട്രജൻ ആരും ഇൻഹേൽ ചെയ്യാതിരുന്നാൽ ഇതിന്റെ അളവ് കൂടി കൂടി വരില്ലേ? അപ്പൊ ആരെങ്കിലൊക്കെ ഇതിന് ഇൻഹേൽ ചെയ്യണം. അതിന് നമ്മളെ, അതായത് നമുക്ക് ബാക്കിയുള്ള ജീവികൾക്ക് ഈ ഭൂമിയിൽ സേഫ് ആയിട്ട് ജീവിക്കണമെങ്കിൽ നൈട്രജന്റെ അളവ് ഒരു സ്റ്റേബിൾ കണ്ടീഷനിൽ പോകണം. അതിന് നമ്മുടെ സൈനോ ബാക്ടീരിയ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്ന് അറിയും? ഈ സൈനോ ബാക്ടീരിയകളുടെ ബോഡിയിൽ, ചില ബോഡിയിൽ എന്തുണ്ടാവും? ഒരു സ്പെഷ്യലൈസ്ഡ് സെൽ ഉണ്ടാവും. ആ സെല്ലിന് എന്തിനുള്ള കഴിവുണ്ട്? അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രോജനെ ഡയറക്റ്റ് അവരുടെ ബോഡിയിലോട്ട് വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. ആ സെല്ലിന്റെ പേരെന്താണ്? ഹെട്രോസിസ്റ്റ്. എന്താണ്? ഹെട്രോസിസ്റ്റ്. ഈ സെല്ലുണ്ടെങ്കിൽ ഈ പിക്ചറിൽ അവർ കറക്റ്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഓരോ സൈനോ ബാക്ടീരിയകളാണ്. ഇത് ഒരൊറ്റ ബാക്ടീരിയ അല്ല. ഈ കുഞ്ഞു കുഞ്ഞു റൗണ്ട് കാണുന്നില്ലേ? ഇതാണ് ഓരോ ബാക്ടീരിയകൾ. ഇതിനകത്ത് എല്ലാ ബാക്ടീരിയക്കും ഹെട്രോസിസ്റ്റ് ഉണ്ടോ? ഇല്ല. ചില ബാക്ടീരിയകളുടെ ശരീരത്തിൽ ഒരു സ്പെഷ്യലൈസ്ഡ് സെൽ ഉണ്ടാവും. ആ സെല്ലിന്റെ പേരാണ് എന്ത്? ഹെട്രോസിസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഹെട്രോസിസ്റ്റിന് എന്തിനുള്ള കഴിവുണ്ട്? ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കിയേ. ക്യാൻ ഫിക്സ് നൈട്രോജൻ യൂസിങ് ദ സ്പെഷ്യലൈസ്ഡ് സെൽ. എക്സാമിന് ഈ പിക്ചർ തരും. ഈ പിക്ചർ തന്നിട്ട് ഈ ഹെട്രോസിസ്റ്റ് മാർക്ക് ചെയ്തിട്ടില്ലേ? ഇവിടെ ആയിരിക്കും എ ക്വസ്റ്റ്യൻ തരാം. ഇത് മാർക്ക് ചെയ്യാനായിരിക്കും എ ക്വസ്റ്റ്യൻ. ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദി സെൽ, അതായിരിക്കും ബി ക്വസ്റ്റ്യൻ വരാം. പിക്ചർ ഇമ്പോർട്ടന്റ് ആണ്, ടെക്സ്റ്റ് ബുക്കിലുള്ള പിക്ചർ ആണ്. ഇനി സൈനോ ബാക്ടീരിയകൾക്ക് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ളത് 2 എക്സാമ്പിൾസ് ആണ്. ഏതൊക്കെയാണ്? നോസ്റ്റോക്ക് ആൻഡ് അനബീന. ഓക്കെ, എന്തൊക്കെയാണ്? നോസ്റ്റോക്കും അനബീനയും. ഇത് എന്തിന്റെ പിക്ചർ ആണ്? അതും ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. നോസ്റ്റോക്ക് എന്ന് പറയുന്ന ബാക്ടീരിയയുടെ പിക്ചർ ആണ് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത്. ഓക്കെ, ഇത് കഴിഞ്ഞാൽ നമ്മുടെ യു ബാക്ടീരിയ കഴിഞ്ഞു. ഇനി യു ബാക്ടീരിയ കഴിഞ്ഞല്ല, യു ബാക്ടീരിയയില് ഫോട്ടോസിന്തറ്റിക് എന്ന് പറയുന്ന ഒരു ഭാഗം കഴിഞ്ഞു. ഇനി അടുത്ത എന്താണ്? കീമോസിന്തറ്റിക്. എന്തായിരുന്നു? കീമോസിന്തറ്റിക്. നോക്കിയടാ, കീമോസിന്തറ്റിക്. എന്താണ് കീമോസിന്തറ്റിക് എന്ന് പറഞ്ഞാല്? കെമിക്കൽസ് ഉപയോഗിച്ച് ഫുഡ് ഉണ്ടാക്കുക. എന്താണ് കെമിക്കൽസ്? കെമിക്കൽസ് ഉപയോഗിച്ച് ഫുഡ് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? കീമോസിന്തറ്റിക് എന്ന് പറയുന്നത്. എങ്ങനെയാണ് കെമിക്കൽസ് ഉപയോഗിച്ച് ഫുഡ് ഉണ്ടാക്കുക? നോക്കിയേ, ബാക്ടീരിയ എന്ത് ചെയ്യും? ബാക്ടീരിയ ഓക്സിഡൈസ് വേരിയസ് ഇനോർഗാനിക് സബ്സ്റ്റൻസ്. എന്താണ് ഇനോർഗാനിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? എന്താണ് ഓർഗാനിക് സബ്സ്റ്റൻസ്? ഇപ്പൊ നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ പഠിക്കണ്ടാവും അല്ലെ? അതായത് കാർബണും ഹൈഡ്രജനും ഉള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയാ? ഓർഗാനിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. കാർബണും ഹൈഡ്രജനും ഇല്ലാത്ത സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇനോർഗാനിക് എന്ന് പറയുന്നത്. അതായത് നോക്കിയേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം NH3 എന്താ? അമോണിയ. അമോണിയയില് ഹൈഡ്രജൻ ഉണ്ട്, പക്ഷെ കാർബൺ ഉണ്ടോ? കാർബൺ ഇല്ല. അപ്പൊ ഇതെന്തായിരിക്കും? ഇനോർഗാനിക് സബ്സ്റ്റൻസ് ആയിരിക്കും. ഇങ്ങനെ ഇനോർഗാനിക് ആയിട്ടുള്ള സബ്സ്റ്റൻസിന് എന്താണ് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാല്? അഡീഷൻ ഓഫ് ഓക്സിജൻ അല്ലെ? അതായത് ഇനോർഗാനിക് സബ്സ്റ്റൻസിന് ഓക്സിഡേഷൻ സംഭവിക്കുമ്പോൾ ഒരു റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ, ഇപ്പൊ എന്റെ കുട്ടികൾക്ക് അറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളത്, ഇപ്പൊ നമ്മൾ കുറെ റിയാക്ഷൻസ് പഠിച്ചു. +1 +2 നമ്മൾ കുറെ റിയാക്ഷൻസ് പഠിച്ചു. നിങ്ങൾക്ക് അറിയാം, ഒരു റിയാക്ഷൻ നടന്നാൽ അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ എന്ത് റിലീസ് ചെയ്യും? എനർജി റിലീസ് ചെയ്യും. എന്താ റിലീസ് ചെയ്യാ? എനർജി റിലീസ് ചെയ്യും. ഈ റിലീസ് ചെയ്ത എനർജി ഉപയോഗിച്ച്
ഫുഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? കീമോസിന്തറ്റിക് ഓട്ടോട്രോഫ് എന്ന് പറയുന്നത്. അതായത് ഒരു ഇനോർഗാനിക് സബ്സ്റ്റൻസിന് ഓക്സിഡേഷൻ സംഭവിക്കുമ്പോൾ കുറച്ച് എനർജി റിലീസ് ആവും. ആ റിലീസായ എനർജി എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ATPയുടെ രൂപത്തിൽ കൺവേർട്ട് ചെയ്യും. എന്തിന്റെ രൂപത്തിലാണ് കൺവേർട്ട് ചെയ്യുക? ATP. എന്തിന്റെ രൂപത്തിലാണ് കൺവേർട്ട് ചെയ്യുക? ATP. അതായത് ഒരു ഫുഡിന്റെ ഫോം ആണ് എന്ത്? ATP എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എക്സാമിന് ചോദിക്കുക ഇതല്ല. ഒരു തവണ എക്സാമിന് ചോദിച്ചത് ഇവരുടെ പേരാണ്, നോക്കിയേ. നൈട്രജൻ, ഫോസ്ഫറസ്, സൾഫർ ആൻഡ് അയൺ. ടെക്സ്റ്റ് ബുക്കിലെ ഏറ്റവും, അതായത് കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സിന്റെ അടിയിൽ കൊടുത്തിരിക്കുന്ന സെന്റൻസ് ആണ്. അതായത് നൈട്രജൻ, ഫോസ്ഫറസ്, അയൺ, സൾഫർ ഈ ന്യൂട്രിയൻസിനൊക്കെ റീസൈക്കിൾ ചെയ്ത് ഉണ്ടാക്കാൻ ആര് സഹായിക്കുന്നുണ്ട്? കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് സഹായിക്കുന്നുണ്ട്. ഒരു തവണ എക്സാമിന് വന്നു ഏതൊക്കെ ന്യൂട്രിയൻസിനെയാണ് റീസൈക്കിൾ ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പൊ ആരൊക്കെയാണ്? നൈട്രജൻ, ഫോസ്ഫറസ്, അയൺ, സൾഫർ. ഇതോടുകൂടി നമ്മുടെ ഓട്ടോട്രോഫിക് ബാക്ടീരിയ എന്ന് പറയുന്ന ടോപ്പിക് കഴിഞ്ഞു. അടുത്ത ടോപ്പിക് എന്താണ്? ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ. എന്താണ്? ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ. എന്താണ്? ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ. അതായത് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ബാക്ടീരിയകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹെറ്ററോട്രോഫിക് എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഭൂമിയിൽ ഓട്ടോട്രോഫിക് ആണോ ഹെറ്ററോട്രോഫിക് ആണോ ഏറ്റവും കൂടുതലുള്ളത്? അതായത് ബാക്ടീരിയകൾ, ഞാൻ പറഞ്ഞു കുറച്ച് ബാക്ടീരിയകൾ മാത്രമേ നമുക്ക് ഓട്ടോട്രോഫിക് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എന്തായിരിക്കും? ഹെറ്ററോട്രോഫിക് ആയിരിക്കും. എന്തായിരിക്കും? ഹെറ്ററോട്രോഫിക് ആയിരിക്കും. ഇനി ഇത് തന്നെ ഹെറ്ററോട്രോഫിക്കിൽ തന്നെ മോസ്റ്റ് ഓഫ് ദ ബാക്ടീരിയാസ് എന്തായിരിക്കും? ഡീകമ്പോസേഴ്സ് ആയിരിക്കും. അതായത് ഡെഡ് ആൻഡ് ഡീക്കേയിങ്ങിൽ കാണുന്ന ബാക്ടീരിയകളായിരിക്കും കൂടുതൽ ഉണ്ടാവുക. എക്സാമിന് ചോദിക്കുക ഈ 3 പോയിന്റ് ആണ് ലാസ്റ്റ് ചെയ്തിരിക്കുന്ന, ഈ 3 പോയിന്റ്. അതായത് ബാക്ടീരിയനെ കൊണ്ട് ഹ്യൂമൻ ലൈഫിലുള്ള എക്കണോമിക് ഇമ്പോർട്ടൻസ്. +2 നിങ്ങൾ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്നൊരു ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ കുറെ യൂസുകൾ പഠിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ +1 ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ പഠിക്കുന്ന യൂസുകൾ ഏതാണ്? ഈ 3 എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പുറത്തത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല. ടെക്സ്റ്റ് ബുക്കിൽ ഏതാണോ തന്നിരിക്കുന്നത് അത് തന്നെ വേണം എഴുതാനായിട്ട്. ആദ്യത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മേക്കിംഗ് കേർഡ് ഫ്രം മിൽക്ക്. അതായത് പാലിൽ നിന്ന് തൈര് ഉണ്ടാക്കുന്ന പ്രോസസ്സ്. അതിനാരാ സഹായിക്കുന്നത്? ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ബാക്ടീരിയ ആണ്. ഇനി പ്രൊഡക്ഷൻ ഓഫ് ആന്റിബയോട്ടിക്സ്. ആന്റിബയോട്ടിക്സ് ഉണ്ടാക്കാൻ ആരാ സഹായിക്കുക? ബാക്ടീരിയ ആണ്. ഏത് ബാക്ടീരിയ ആണെന്ന് അറിഞ്ഞാലാണ് നമുക്ക് ആ ആന്റിബയോട്ടിക്സ് ഉണ്ടാക്കാൻ പറ്റുക. ഇനി എന്താണ് ലെഗ്യൂം റൂട്ട് എന്ന് പറഞ്ഞാൽ? ലെഗ്യൂം എന്ന് പറഞ്ഞാൽ പയർവർഗ്ഗങ്ങൾ. നിങ്ങൾ ഒരു തവണയെങ്കിലും പയറ് ചെടി പറിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കാണാൻ പറ്റും. എന്താണ്? കുഞ്ഞു കുഞ്ഞു നൊഡ്യൂൾസ് കാണാൻ പറ്റും. എന്താണ് ഈ നൊഡ്യൂൾസ് എന്ന് അറിയാം? അത് ഈ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയകളാണ്. അവിടെ കാണുന്ന നൊഡ്യൂൾസിനും എന്തിനുള്ള കഴിവുണ്ട്? അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനെ ഡയറക്റ്റ് അവരുടെ ഉള്ളിലോട്ട് വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. നോക്കിയേ, ഫിക്സിംഗ് നൈട്രജൻ, അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജൻ ഫിക്സ് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? ലെഗ്യൂം റൂട്ടിനുണ്ട്. ലെഗ്യൂം എന്ന് പറഞ്ഞാൽ എന്താ? പയർവർഗ്ഗങ്ങൾ. പയറിൽ തന്നെ കുറെ വെറൈറ്റീസ് ഇല്ലേ? അച്ചിങ്ങപ്പയറുണ്ട്, അമരപ്പയറുണ്ട്, അതേപോലെ കുറെ വെറൈറ്റീസ് ഉണ്ട്. അവരെയാണ് എന്ത് പറയാ? ലെഗ്യൂമിനസ് എന്ന് പറയുന്നത്. ഇനി അടിയിൽ കൊടുത്തിരിക്കുന്നത് നോക്കി കാണുന്നുണ്ടോ നിങ്ങൾക്ക്? അടിയിൽ കൊടുത്തിരിക്കുന്നത് എന്താ? ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബാക്ടീരിയ കാരണം വരുന്ന അസുഖങ്ങളാണ് അടിയിൽ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? ടൈഫോയിഡ്, ടെറ്റനസ്, സിട്രസ് കാങ്കർ. ഇതൊക്കെയാണ് ആര് കാരണം വരുന്ന അസുഖങ്ങൾ? ബാക്ടീരിയ കാരണം വരുന്ന അസുഖങ്ങൾ. കൺഫ്യൂസ്ഡ് ആവരുത്. ചാപ്റ്ററിന്റെ ലാസ്റ്റ് നമുക്ക് വൈറസുകൾ ഉണ്ടാക്കുന്ന അസുഖങ്ങൾ കൂടി പഠിക്കാനുണ്ട്. ബാക്ടീരിയ ഉണ്ടാക്കുന്ന അസുഖങ്ങളും വൈറസ് ഉണ്ടാക്കുന്ന അസുഖങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. മേ ബി ചിലപ്പോ മറ്റേ ഓഡ് വൺ ഔട്ട് എന്നുള്ള രീതിക്ക് വരാം. സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഏതാണ് അതിനകത്ത് തെറ്റായിട്ടുള്ളത് എന്നൊരു ക്വസ്റ്റ്യൻ വന്നേക്കാം. അതുകൊണ്ട് കൺഫ്യൂസ്ഡ് ആവരുത്. ഇനി ലാസ്റ്റ് പഠിക്കാനുള്ളതാണ് മൈക്കോപ്ലാസ്മ. എന്താണ് മൈക്കോപ്ലാസ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ബാക്ടീരിയ ആണോ മൈക്കോപ്ലാസ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ബാക്ടീരിയകളല്ല അല്ലെ, പക്ഷെ അവരുടെ ഗ്രൂപ്പിൽ പെടുന്ന ആളാണ് എന്ത്? മൈക്കോപ്ലാസ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിയേ, ദ ഓർഗാനിസം കംപ്ലീറ്റ്ലി ലാക്ക് സെൽ വാൾ. നോക്കിയേ, ആ ഓർഗാനിസത്തിന് എന്തുണ്ടാവില്ല? സെൽവാളില്ല. എന്താ ഇല്ലാത്ത? സെൽവാളില്ല. നമ്മൾ എങ്ങനെയാണ് ഒരു ബാക്ടീരിയനെ കൊല്ലാന്നറിയോ? അതായത് ആന്റിബയോട്ടിക്സ്, പെനിൻസീലിയം എന്ന് പറയുന്ന ആന്റിബയോട്ടിക്സ് നിങ്ങൾ ചെറുതിൽ തൊട്ട് പഠിക്കുന്നതാണ്. ഈ പണ്ട് കാലത്ത് ആകെ കണ്ടുപിടിച്ചിട്ടുള്ള ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത് ഈ പെനിൻസിലിയം ആണ്. ഇതെന്ത് ചെയ്യും? ബാക്ടീരിയയുടെ ബോഡിയിലോട്ട് ഈ ആന്റിബയോട്ടിക്സ് ഇൻജെക്ട് ചെയ്യും. ഈ ആന്റിബയോട്ടിക്സ് നേരെ ചെന്നിട്ട് ഈ ബാക്ടീരിയയുടെ സെൽവാള് പൊട്ടിച്ചളയും. അങ്ങനെയാണ് ഈ ബാക്ടീരിയനെ കൊല്ലാം. ഒരു സമയത്ത് ഈ മൈക്കോപ്ലാസ്മ എന്ന് പറയുന്ന ഒരു ഓർഗാനിസം കാരണം ഭയങ്കരമായിട്ട് ഒരു അസുഖം വന്നു.
PPLO എന്നാ പറയാം. അസുഖം വന്നപ്പോൾ സയന്റിസ്റ്റ് എന്ത് ചെയ്തു, വേഗം ഡോക്ടേഴ്സ് ഒക്കെ എന്ത് ചെയ്യാണ്, ഈ ആന്റിബയോട്ടിക്സ് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുകയാണ്. പക്ഷെ എന്തോരം ആന്റിബയോട്ടിക്സ് കൊടുത്തിട്ടും ഈ അസുഖം ഭേദാവുന്നില്ല, അല്ലെങ്കിൽ ഈ ബാക്ടീരിയയെ നമുക്ക് നശിപ്പിക്കാൻ പറ്റുന്നില്ല. നമ്മൾ എന്താ വിചാരിച്ചു, ഒരു ബാക്ടീരിയ ആണ്, അപ്പോൾ എന്താ ആന്റിബയോട്ടിക്സ് കൊടുത്തു കഴിഞ്ഞാൽ മരിച്ചു പോകുന്നു വിചാരിച്ചു. പിന്നെയാണ് മനസ്സിലായത് ഇത് മരിക്കുന്നില്ല, ഈ ബാക്ടീരിയ എന്ന് വിചാരിച്ച ഒരു ഓർഗാനിസം മരിക്കുന്നില്ല. അപ്പോഴാണ് മനസ്സിലായത് ഇവര് ബാക്ടീരിയ അല്ല, ബാക്ടീരിയനെ പോലത്തെ വേറൊരു ജീവിയാണ്. ഈ ജീവിക്ക് എന്തില്ല, സെൽവാൾ ഇല്ല. എന്താ ഇല്ലാത്ത, സെൽവാൾ ഇല്ല. സെൽവാൾ ഇല്ലാത്ത ഒരു ജീവിനെ ആന്റിബയോട്ടിക്സ് വെച്ച് കൊല്ലാൻ പറ്റുമോ, കൊല്ലാൻ പറ്റില്ല. ഇനി പിന്നെ അവർ നോക്കിയപ്പോ ബാക്ടീരിയ തന്നെ ചെറിയ ജീവിയാണ്, കണ്ണോണ്ട് കാണാൻ പറ്റില്ല, മൈക്രോസ്കോപ്പിക് ആണ്. അതിനേക്കാളും ചെറിയ ജീവിയാണ് ആര്, ദ സ്മോളസ്റ്റ് ലിവിങ് സെൽ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഭൂമിയിൽ കണ്ടുപിടിച്ചതിൽ വെച്ച് ഏറ്റവും ചെറിയ ലിവിങ് സെല്ലാണ് ആര്, മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്. ഇനി ഇവരെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കിയാലോ, അതിനൊന്നും നടക്കില്ല. കാരണം എന്താ, ഇവർക്ക് മാത്രമുള്ള ഒരു പ്രത്യേകത നോക്കിയേ, ദേ ക്യാൻ സർവൈവ് വിത്തൗട്ട് ഓക്സിജൻ. ഓക്സിജൻ ഇല്ലെങ്കിലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സർവൈവ് ചെയ്യാൻ പറ്റും. മൈക്കോപ്ലാസ്മ എക്സാമിന് ചോദിക്കുന്ന ഭാഗമാണ് ട്ടോ. ഇനി നോക്കിയേ, ഇതോടുകൂടി നമ്മുടെ കിങ്ഡം മോണയർ കഴിഞ്ഞു. ഇനി കിങ്ഡം പ്രൊട്ടിസ് നിങ്ങൾക്ക് അറിയാം, കുറേ പഠിക്കാനുണ്ട്. അതുകൊണ്ട് മിസ് ഒറ്റ ടേബിൾ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ടേബിൾ എങ്കിലും നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. കാരണം ടെക്സ്റ്റ് ബുക്കിൽ പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അധികം ക്വസ്റ്റ്യൻസ് വല്ലാതെ ചോദിച്ച് കണ്ടിട്ടില്ല. ആകെ ക്രൈസോഫൈറ്റ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിന്ന് എല്ലാ കൊല്ലവും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഡയാറ്റംസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് എല്ലാതെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. ഒരു തവണ യൂഗ്ലിനോയിഡ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാതെ വല്ലാണ്ട് ക്വസ്റ്റ്യൻ ഈ ഭാഗത്ത് നിന്ന് കാണാറില്ല. അതുകൊണ്ട് മാക്സിമം ഈ ടേബിൾ എങ്കിലും നിങ്ങൾ പഠിക്കാൻ നോക്കുക. സമയം കിട്ടുകയാണെങ്കിൽ ടെക്സ്റ്റും കൂടി റെഫർ ചെയ്യണം. നോക്കിയേ, ടെക്സ്റ്റിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് കേട്ടോ മിസ്. നോക്കിയിടാ, ആദ്യത്തെ ക്യാരക്ടർ എന്താ, ഹാബിറ്റാറ്റ്. എന്താണ് ഹാബിറ്റാറ്റ്? അതായത് ഇവർ എവിടെയാണ് കാണാൻ പറ്റുക. കിങ്ഡം പ്രൊട്ടിസ്റ്റേനെ മുമ്പ് നോക്കി, കിങ്ഡം പ്രൊട്ടിസ്റ്റേനെ നമ്മൾ 4 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയായിട്ടാണ്, 5 അതിന് മുമ്പ് നോക്കിയടാ, കിങ്ഡം പ്രൊട്ടിസ്റ്റേനെ നമ്മൾ 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്, ക്രൈസോഫൈറ്റ്സ്, എന്തൊക്കെയാണ് പറഞ്ഞേ, ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലജെല്ലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, സ്ലൈം മോൾഡ് ആൻഡ് എന്താ, അവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് സെപ്പറേറ്റ് ടേബിൾ ആക്കിയത്. ആൻഡ് എന്താ, പ്രോട്ടോസോവൻ. 5 ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ആദ്യം പഠിക്കണം കേട്ടോ. 5 ഗ്രൂപ്പ് ആയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ മിസ് കൊടുത്തിരിക്കുന്ന ഈ സൈഡിൽ കൊടുത്തിരിക്കുന്ന അവരുടെ ക്യാരക്ടേഴ്സ് ആണ്. അതായത് അവരുടെ ഹാബിറ്റാറ്റ് എവിടെയാണ് കാണുക, അവരുടെ സെൽ എങ്ങനെയാണ്, അവരുടെ എക്സാമ്പിൾസ് എങ്ങനെയാണ്, അവരുടെ മോഡ് ഓഫ് ന്യൂട്രീഷൻ എങ്ങനെയാണ്, അവരുടെ ലോക്കോമോട്ടറി ഓർഗൻ എന്താണ്, അതൊക്കെയാണ് മിസ് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഇത് അവരുടെ ഡിസ്ക്രിപ്ഷൻസ് ആണ്. ഓക്കെ, അത് നോക്കി, ആദ്യത്തെ എന്താ, ഹാബിറ്റാറ്റ്. അതായത് ഇവർ എവിടെയാണ് കാണാൻ പറ്റുക. ക്രൈസോഫൈറ്റ്സിന് എവിടെയാ കാണാൻ പറ്റുക, ഫ്രഷ് വാട്ടറിലും കാണാൻ പറ്റും, മറൈൻ വാട്ടറിലും കാണാൻ പറ്റും. ഇനി ഡൈനോഫ്ലജെല്ലേറ്റ്സിന് മോസ്റ്റ്ലി നമുക്ക് എവിടെ കാണാൻ പറ്റും, മറൈനിലാണ് കാണാൻ പറ്റുക. ഇനി സ്ലൈം മോൾഡിന്, യൂഗ്ലിനോയിഡ്സിന് എവിടെയാ കാണാൻ പറ്റുക, ഫ്രഷ് വാട്ടർ. അവിടെ നിങ്ങൾ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഒരു പേരുണ്ട്, എന്താണ്, സ്റ്റാഗ്നന്റ് വാട്ടർ. അതായത് അധികം അനക്കം തട്ടാത്ത വെള്ളത്തിലാണ് നമുക്ക് ആരെ കാണാൻ പറ്റുക, യൂഗ്ലിനോയിഡ്സിനെ കാണാൻ പറ്റുക. ഇനി ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് നോക്കിയടാ, ഡയാറ്റംസ്. എന്താണ്, ഡയാറ്റംസ്. ഡയാറ്റംസ് എന്ന് പറയുന്നത് ക്രൈസോഫൈറ്റ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പില് നമുക്ക് പഠിക്കാനുള്ള 2 എക്സാമ്പിൾസ് ഉണ്ട്. ഏതൊക്കെയാണ്, അടിയിലാണ് എഴുതിയിരിക്കുന്നത് ഡയാറ്റംസും ഡെസ്മിഡ്സും. ഇതിനകത്ത് ഡയാറ്റംസിനെ പറ്റിയിട്ടാണ് നമുക്ക് കൂടുതൽ പഠിക്കാനുള്ളത്. നോക്കിയേ, ഡയാറ്റംസ് എന്ന് പറയുന്നത് ഒരു വെള്ളത്തിൽ കാണാൻ പറ്റുന്ന ജീവിയാണ്. മൈക്രോസ്കോപ്പിക് ആണ്, കണ്ടുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഇവര് ആക്റ്റീവ്ലി മൂവിങ് അല്ല, ഇവരെങ്ങനെയാണ്, പാസീവ്ലി മൂവിങ് ആണ്. അതായത് വെള്ളത്തിന്റെ ഒഴുക്ക് എങ്ങോട്ടാണോ ആ ഒഴുക്കിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ആര് നീങ്ങുന്നത്, ഡയാറ്റംസ് നീങ്ങുന്നത്. ഇവർക്ക് നോക്കിയേ, നമ്മുടെ വീട്ടിലെ സോപ്പ് പെട്ടി ഇല്ലേ, സോപ്പ് പെട്ടി പോലെയാണ് ഇവരെ കാണാനായിട്ട്. കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ. അതിനകത്ത് ഇവർക്ക് സിലിക്ക വെച്ചിട്ടാണ് ഇവരെ സെൽ വാൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്ത് വെച്ചിട്ടാണ്, സിലിക്ക വെച്ചിട്ട്. ദേ ഹാവ് എ സിലിക്കീഷ്യസ് സെൽ വാൾ. നമ്മുടെ സോപ്പ് പെട്ടിയില്ലേ, അതിനകത്തെ സോപ്പ് പെട്ടിയാണ് ഇവരുടെ സെൽ വാൾ. അതിൻ്റെ ഉള്ളിൽ ഒരു സോപ്പ് വെച്ചിട്ടുണ്ടാവില്ലേ, ആ സോപ്പ് ആയിരിക്കും ഡയാറ്റംസ്. ഡയാറ്റംസിനെ കവർ ചെയ്തുകൊണ്ട് ഇങ്ങനെയായിരിക്കും, ചിപ്പി പോലെ ആയിരിക്കും. കക്കയൊക്കെ ഇല്ലേ, കക്ക സോപ്പ് പെട്ടി പോലെ ഇങ്ങനെ അടങ്ങിയിരിക്കും. ഇതിന്റെ അകത്താണ് ആരെ കാണാൻ പറ്റുക, ഡയാറ്റംസിനെ കാണാൻ പറ്റുക. ഇനി ഇവരുടെ സെൽ വാൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്, സിലിക്ക വെച്ചിട്ടാണ്. എക്സാമിന് ചോദിക്കും, ഡയാറ്റംസിന്റെ സെൽ വാൾ എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, എന്ത് വെച്ചിട്ടാ, സിലിക്ക വെച്ചിട്ട്. ഇനി എന്താണ് സിലിക്കയുടെ പ്രത്യേകത, അത് ഇൻഡിസ്ട്രക്റ്റബിൾ ആണ്. ഡയാറ്റംസ് മരിച്ചു കഴിഞ്ഞാൽ നോക്കിയടാ, ഇപ്പൊ ഇതാണ് റിവർ ബെഡ് എന്ന് റിവർ
ഇതാണ് റിവർ ബെഡ്. അതായത് അടിത്തട്ടിനെയാണ് നമ്മൾ എന്ത് പറയാ, റിവർ ബെഡ് എന്ന് പറയുന്നത്. ഇവിടെയാണ് ഡയാറ്റംസിനെ കാണാൻ പറ്റുക. ഇതിന്റെ സർഫസിലാണ് ഡയാറ്റംസിനെ കാണാൻ പറ്റുക. ഡയാറ്റംസ് മരിച്ചു കഴിഞ്ഞാൽ, ഡയാറ്റംസ് മരിച്ചു, അതായത് ബാക്ടീരിയ മരിച്ചു, പക്ഷെ ഇവരുടെ സെൽവാൾ നശിച്ചു പോകുമോ? ഇല്ല. കാരണം എന്താ, സെൽവാൾ ഉണ്ടാക്കിയിരിക്കുന്നത് സിലിക്ക എന്ന് പറയുന്ന മെറ്റീരിയൽ വെച്ചിട്ടാണ്. ഈ സെൽവാൾ നേരെ എവിടേക്ക് എത്തും, അടിയിലേക്ക് എത്തും. എന്നിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ ഡെപ്പോസിറ്റ് ആയിട്ട് കിടക്കും, കുറേ വന്നിങ്ങനെ കിടക്കും. ഒരു വാട്ടർ ബോഡിയിൽ ഒരു ഒറ്റ ഡയാറ്റമാണോ ഉണ്ടാവുക? അല്ല, കുറേ ഡയാറ്റംസ് ഉണ്ടാവും. ഈ ഡയാറ്റംസ് ഒക്കെ മരിച്ചു കഴിഞ്ഞാൽ മരിച്ചവരൊക്കെ എവിടെ വരും, ഈ റിവർ ബെഡിൽ വന്ന് അക്യുമുലേറ്റ് ചെയ്ത് കിടക്കും. എന്താ ചെയ്ത് കിടക്കുക, അക്യുമുലേറ്റ് ചെയ്ത് കിടക്കും. കുറേ വർഷങ്ങൾ കഴിഞ്ഞ്, ബില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിഞ്ഞ് നമ്മൾ ഈ കടലിന്റെ അല്ലെങ്കിൽ ഈ വാട്ടർ ബോഡിയുടെ അടിയിൽ റിവർ ബെഡിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു മല പോലത്തെ സ്ട്രക്ചർ കാണാൻ പറ്റും. ഇങ്ങനെ മല പോലത്തെ ഒരു സ്ട്രക്ചർ കാണാൻ പറ്റും. ഈ സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് ഒരു ഹീപ്പ് ഫോം ചെയ്തെന്ന് പറയും. ആ ഒരു മല പോലത്തെ സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയാ, ഹീപ്പ് എന്ന് പറയുന്നത്. ആ ഒരു സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ, ഡയാറ്റോമീഷ്യസ് എർത്ത്. എന്താണ്, ഡയാറ്റോമീഷ്യസ് എർത്ത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ കൊല്ലം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ, അല്ല, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ എല്ലാത്തിലും ഉണ്ടാവും ഈ ക്വസ്റ്റ്യൻ, യൂസേഴ്സ് ഓഫ് ഡയാറ്റംസ് പറഞ്ഞാൽ. അതായത് ഡയാറ്റംസ് മരിച്ചു കഴിഞ്ഞാൽ അവരെന്ത് പറ്റും, അവരുടെ സെൽവാള് അവർ ജീവിക്കുന്ന സ്ഥലത്ത് എവിടെയായി, വാട്ടർ ബോഡിയിലാണോ ജീവിക്കുന്നത് അതിന്റെ അടിത്തട്ടിൽ വന്ന് കിടക്കും. സിലിക്ക ഇൻഡിസ്ട്രക്റ്റബിൾ ആണ്. അതുകൊണ്ട് മില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു മല പോലത്തെ സ്ട്രക്ചർ ഫോം ചെയ്തിട്ടുണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഡയാറ്റോമീഷ്യസ് എർത്ത്. എന്താണ്, ഡയാറ്റോമീഷ്യസ് എർത്ത്. ഇനി ഈ ഡയാറ്റോമീഷ്യസ് എർത്തിനെ കൊണ്ട് വലിയ ഉപയോഗം ഉണ്ടോ? ഡയാറ്റോമീഷ്യസ് എർത്ത് എന്ന് പറയുന്നത് ഭയങ്കര ഗ്രിറ്റി ആയിട്ടുള്ള സോയിലാണ്. അതായത് കണ്ണി കാണാൻ പറ്റില്ല. അപ്പൊ കുറെ ഡയാറ്റംസ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് മണ്ണ് വാരി എടുക്കുന്ന പോലെ തന്നെ എടുക്കാൻ പറ്റും. ഇനി ഇത് ഭയങ്കര റഫാണ് ഇതിന്റെ സർഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. റഫ് ആയിട്ടുള്ള സർഫേസ് നമ്മൾ സാൻഡ് പേപ്പർ വെച്ചിട്ട് പോളിഷ് ചെയ്യില്ലേ, അതേപോലെ തന്നെയാണ് ഈ ഗ്രിറ്റി സോയിൽ വെച്ചിട്ട് നമുക്ക് രണ്ട് യൂസസ് ആണുള്ളത്. നോക്കിയേ, ഒന്നാമത്തെ യൂസ് എന്താ, പോളിഷിങ്. അതായത് പോളിഷ് ചെയ്യാൻ ഉപയോഗിക്കും. അതേപോലെ തന്നെ ഇതിന്റെ മൈന്യൂട്ട് പോർസ് ആണ് ഇവരുടെ ബോഡിയിൽ ഉണ്ടാവുക. അതായത് ഇവരുടെ സെൽ വാളിൽ കുറെ പോർസ് ഉണ്ടാവും, കുറെ ഇങ്ങനെ കുറെ ഹോൾസ് ഉണ്ടാവും. അതിനാണ് നമ്മൾ എന്താ പറയാ, പോറുകൾ എന്ന് പറയുന്നത്, പോർസ്. ഈ കുറെ പോർസ് ഉള്ളത് കൊണ്ട് എന്തിനെ സഹായിക്കും, ഫിൽട്രേഷന് സഹായിക്കും. എന്തിനെ സഹായിക്കാം, ഫിൽട്രേഷൻ. എന്തിന്റെ ഫിൽട്രേഷനെ സഹായിക്കാം, ഓയിലുകളുടെയും സിറപ്പുകളുടെയും ഫിൽട്രേഷൻ സഹായിക്കും. എന്താണ് പഠിക്കേണ്ടത്, ക്രൈസോഫൈറ്റ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്ന ഓർഗാനിസം ആണ് ഡയാറ്റംസ്. ഡയാറ്റംസിന്റെ സെൽവാൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്, സിലിക്ക വെച്ചിട്ടാണ്. ഇനി സിലിക്കയുടെ പ്രത്യേകത എന്താ, ഇൻഡിസ്ട്രക്റ്റബിൾ ആണ്. ഇനി അവരെ കാണാൻ എങ്ങനെയാണ്, ലൈക്ക് എ സോപ്പ് ബോക്സ്. എങ്ങനെയാണ്, ഒരു സോപ്പ് ബോക്സ് പോലെയാണ് നമ്മുടെ ഡയാറ്റംസിനെ കാണാൻ. എങ്ങനെയാണ്, ഒരു സോപ്പ് ബോക്സ് പോലെയാണ് നമ്മുടെ ഡയാറ്റംസിനെ കാണാനായിട്ട്. നോക്കിയേ, ഫിറ്റ് ടുഗെദർ. അതായത് ഇവിടെ ഇങ്ങനെ ഫിറ്റ് ടുഗെദർ ആയിരിക്കും. ഫോമിങ് ടു തിൻ ഓവർലാപ്പിംഗ് ഷെൽ. രണ്ട് ഷെല്ലുകൾ ഉണ്ടാവും, അവർ ഭയങ്കര തിന്നായിരിക്കും. ഇനി ഇതിനേക്കാളും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഏതാണ്, അവർ മരിച്ചു കഴിഞ്ഞാൽ, ഡയാറ്റംസ് മരിച്ചു കഴിഞ്ഞാൽ അടിത്തട്ടിൽ വന്ന് കിടക്കും. ആ ഒരു സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഡയാറ്റോമീഷ്യസ് എർത്ത്. ഇനി ഡയാറ്റോമീഷ്യസിന്റെ രണ്ട് യൂസുകൾ എല്ലാ കൊല്ലവും എക്സാമിന് ചോദിക്കുന്നതാണ്. എന്തൊക്കെയാണ്, പോളിഷിംഗ് ആൻഡ് ഫിൽട്രേഷൻ. ഓക്കെ, ഇനി ഇത് നോക്കിയേ. ഇനി ന്യൂട്രീഷൻ, ഇവരെങ്ങനെയാണ് ഫുഡ് കഴിക്കുന്നത് നോക്കിയേ. ക്രൈസോഫൈറ്റ്സ് എങ്ങനെയാ ഫുഡ് കഴിക്കുക, ഫോട്ടോസിന്തറ്റിക്. എങ്ങനെയാണ് ഫുഡ് കഴിക്കുക, ഫോട്ടോസിന്തറ്റിക്. ഇനി ഇവർ രണ്ട് എക്സാമ്പിൾസ് ആണ് ഡയാറ്റംസും ഡെസ്മിഡ്സും. എന്തൊക്കെയാണ്, ഡയാറ്റംസും ഡെസ്മിഡ്സും. ഇനി നോക്കിയേ, ഡൈനോഫ്ലെജല്ലേറ്റ്സ്. ഇവർ മോസ്റ്റ്ലി മറൈൻ ആണ്. മറൈൻ എന്ന് പറഞ്ഞാൽ എന്താ, ഉപ്പുവെള്ളം. ഉപ്പുള്ള വെള്ളത്തിനെയാണ് നമ്മൾ എന്ത് പറയാ, മറൈൻ വാട്ടർ എന്ന് പറയുന്നത്. ഇവർക്ക് അത്രയൊന്നും പഠിക്കാനില്ല. കളർ വേരീസ്. ഈ ഒരു കാര്യം ഒരു തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇവർക്കുള്ളൊരു കഴിവാണ്, ഇവർക്ക് കുറെ കളറിൽ കാണാൻ പറ്റും. പർപ്പിൾ കളറിൽ കാണാം, ഗ്രീൻ, റെഡ്, യെല്ലോ, അങ്ങനെ കുറെ കളറിൽ ഇവർ കാണാൻ പറ്റും. അതായത് ഇവരുടെ സെല്ലിൽ ഏത് പിഗ്മെന്റ് ആണോ ഉള്ളത് ആ പിഗ്മെന്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഡൈനോഫ്ലെജല്ലേറ്റ്സിന്റെ കളർ. ഇനി ഡൈനോഫ്ലെജല്ലേറ്റ്സ്, ഇവർക്ക് എത്ര ഫ്ലെജല്ലി ഉണ്ട് നോക്കിയേ. ഇവർക്ക് എത്ര ഫ്ലെജല്ലി ഉണ്ട്, ഡൈനോഫ്ലെജല്ലേറ്റ്. ഇവർക്ക് രണ്ട് ഫ്ലെജല്ലി ഉണ്ടാവും. ഒരു ഫ്ലെജല്ല എങ്ങനെയാണ്, ലോഞ്ചിറ്റ്യൂഡിനലി ആയിരിക്കും. അടുത്ത ഫ്ലെജല്ല എങ്ങനെയാണ്, ട്രാൻസ്വേഴ്സിലി ആയിരിക്കും. ഒരു ഫ്ലെജല്ല ലോഞ്ചിറ്റ്യൂഡിനലിയും ഒരു ഫ്ലെജല്ല ട്രാൻസ്വേഴ്സിലിയും. ഇനി മിസ് പറഞ്ഞു ഇവരെ കുറെ കളറിൽ കാണാൻ പറ്റുന്നു. അങ്ങനെ റെഡ് കളർ ഡൈനോഫ്ലെജല്ലേറ്റ്സിന്റെ പേരാണ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ളത്. നോക്കിയേ, അതിന്റെ പേരെന്താണ്, ഗോണിയോലാക്സ്. ഗോണിയോലാക്സ് ആണ് റെഡ് ഡൈനോഫ്ലെജല്ലേറ്റ്സിന്റെ പേര്. ഇനി ഈ ഗോണിയോലാക്സ് മൈക്രോസ്കോപ്പിക് ആണ്, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. പക്ഷെ ചില സമയങ്ങളിൽ ഈ ഗോണിയോലാക്സ് എന്ത് ചെയ്യും, റാപ്പിഡ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. റാപ്പിഡ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ ഒരു കടലിന്റെ ഒരു പകുതി ഭാഗം ഇവർ
അങ്ങോട്ട് റാപ്പിഡ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവർ ആ ഒരു മൊത്തം ഭാഗത്ത് നിൽക്കും. ഇത് റെഡ് കളറിലല്ലേ, അപ്പൊ നമുക്ക് സി എന്ത് കളറിൽ കാണാൻ പറ്റും, അതായത് മറൈൻ വാട്ടർ എന്ത് കളറിൽ കാണാൻ പറ്റും, റെഡ് കളറിൽ കാണാൻ പറ്റും. ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, റെഡ് ടൈഡ്. എന്താ വിളിക്കുക, റെഡ് ടൈഡ് എന്നാണ് വിളിക്കുക. ഇനി ഈ സമയങ്ങളിൽ ഡൈനോഫ്ലജല്ലേറ്റ്സ് കുറച്ച് ടോക്സിൻ റിലീസ് ചെയ്യും. ഒരു 100 ഡൈനോഫ്ലജല്ലേറ്റ്സ് ടോക്സിൻ റിലീസ് ചെയ്താലും വലിയ കുഴപ്പമില്ല. കാരണം ഇത്രയും വലിയ കടൽ, ഇത്രയും വലിയ മറൈൻ വാട്ടറിൽ കുറേ ജീവികളുണ്ട്. അപ്പൊ ഈ 100 റിലീസ് ചെയ്താലും വലിയ കുഴപ്പമൊന്നുമില്ല, കാരണം ഇവര് മൈക്രോസ്കോപ്പിക് ഒക്കെയാണ്. ആലോചിച്ച് നോക്കിയേ, മില്യൺസ് ഓഫ് അല്ലെങ്കിൽ ബില്യൺസ് ഓഫ് ഡൈനോഫ്ലജല്ലേറ്റ്സ്, റെഡ് കളർ ഡൈനോഫ്ലജല്ലേറ്റ്സ് ടോക്സിൻസ് റിലീസ് ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ, ആ ഭാഗത്തുള്ള വേറെ മറൈൻ ആയിട്ടുള്ള ഓർഗാനിസങ്ങൾ മരിച്ചു പോകും. ഓക്കെ, ഇനി ഇവരും എന്ത് തന്നെയാണ്, ഫോട്ടോസിന്തറ്റിക് തന്നെയാണ്. ഇനി അടുത്ത ഗ്രൂപ്പ് ഏതാ, അടുത്ത ഗ്രൂപ്പ് ഏതാണ്, യൂഗ്ലിനോയിഡ്സ്. യൂഗ്ലിനോയിഡ്സിന് എവിടെയാ കാണാൻ പറ്റുക, ഫ്രഷ് വാട്ടർ. ഇതാണ് ഒരു തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഭാഗം. അതും ഇംപ്രൂവ്മെന്റിനാണ് ഈ ഒരു ഭാഗം ചോദിച്ചിരിക്കുന്നത്. നോക്കിയടാ, യൂഗ്ലിനോയിഡ്സിനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനായിരുന്നു അന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് ആദ്യം അറിയാം ഇവരെങ്ങനെയാണ്, ഇവര് പകൽമാന്യന്മാരാണ്. എന്താണ്, ഇവര് രാവിലെ ലൈറ്റ് ഉള്ളപ്പോൾ എന്ത് ചെയ്യും, ഫോട്ടോസിന്തസിസ് നടത്തി ഓട്ടോട്രോഫ് ആയിട്ട് ജീവിക്കും. ഇനി ലൈറ്റ് ഇല്ലാത്ത സമയത്ത്, അതായത് ഈവനിങ് സമയങ്ങളിൽ ലൈറ്റ് പോയി കഴിഞ്ഞാൽ ഇവർ എങ്ങനെയാ ബിഹേവ് ചെയ്യാണ്, ഹെട്രോട്രോഫിക് ആയിട്ട് ബിഹേവ് ചെയ്യും. അതും എങ്ങനെയാണ് ഹെട്രോട്രോഫ്സ് ആയിരിക്കുന്നത്, പ്രിഡേറ്റിംഗ് ഓൺ അതർ ഓർഗാനിസം. യൂഗ്ലിനോയിഡ്സിനേക്കാളും ചെറിയ ചെറിയ ഓർഗാനിസങ്ങളെ പിടിച്ചു തിന്നും. അതിനാണ് പ്രിഡേറ്റിംഗ് എന്ന് പറയുന്നത്. ഇവരുടെ മെയിൻ ആയിട്ട് ഫസ്റ്റ് പഠിക്കേണ്ട പോയിന്റ് ഏതാണ്, പ്രസൻസ് ഓഫ് സൺലൈറ്റ് അവരെങ്ങനെയാണ്, ഫോട്ടോസിന്തറ്റിക് ആണ്. ആബ്സെൻസ് ഓഫ് സൺലൈറ്റ് അവരെങ്ങനെയാണ്, ഹെട്രോട്രോഫിക് ആണ്. അതും പ്രിഡേറ്റിംഗ് ഓൺ അതർ ഓർഗാനിസം. ഇനി ഇവർക്ക് വേറൊരു പ്രത്യേകത ഉള്ളതാണ്, ദേ ലാക്ക് സെൽ വാൾ. അവർക്ക് സെൽ വാൾ ഇല്ല. സെൽ വാളിന് പകരം അവർക്ക് എന്താ ഉള്ളത്, ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ലെയർ ആണ് അവർക്കുള്ളത്. ഇനി ആ ലെയറിന്റെ പേരാണ് എന്ത്, പെല്ലിക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പെല്ലിക്കിൾ. ഇനി ആ പെല്ലിക്കിൾ ആണ് എന്തിനു സഹായിക്കുന്നത്, അവരുടെ ബോഡി ഫ്ലെക്സിബിൾ ആക്കാൻ സഹായിക്കുന്നത്. ഇനി ഇതിന്റെ എക്സാമ്പിൾ ഇവിടെ മിസ് വെക്കാൻ മറന്നുപോയതാണ്, ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ് യൂഗ്ലിനോയിഡ്സിന്റെ എക്സാമ്പിൾ, യൂഗ്ലീന. എന്താണ് യൂഗ്ലീന, ആ പിക്ചറും നിങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മിസ്സുടെ ഫിഗറിന് എഴുതിയിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കിലുള്ള ഫിഗറുകൾ നിങ്ങൾ നോക്കണം. ഒരു തവണ എക്സാമിന് ഡൈനോഫ്ലജല്ലേറ്റ്സിന്റെ ഫിഗർ കാട്ടിയിട്ടായിരുന്നു ക്വസ്റ്റ്യൻ വരുന്നത്. ഐഡന്റിഫൈ ദ പിക്ചർ എന്ന് പറഞ്ഞിട്ടായിരുന്നു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ എനിക്ക് തോന്നുന്നു ഡൈനോഫ്ലജല്ലേറ്റ്സിന്റെ ഉണ്ട്, യൂഗ്ലിനോയിഡ്സിന്റെ ഉണ്ട്. അപ്പൊ പിക്ചറുകൾ നോക്കിയിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോകാനായിട്ട്. ഇനി അടുത്ത ഗ്രൂപ്പ് എന്താണ്, സ്ലൈം മോൾഡ്. എന്താണ്, സ്ലൈം മോൾഡ്. സ്ലൈം മോൾഡിനോട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടും എന്തായെന്ന് പറയാം, ഹെട്രോട്രോഫിക് ആയി. ഹെട്രോട്രോഫിക്കിൽ തന്നെ എന്താണ്, സാപ്രോഫൈറ്റിക് ആയി എന്ന് വേണമെങ്കിൽ പറയാം. ഇനി സ്ലൈം മോൾഡ് നോക്കിയടാ, അവരെന്താ ചെയ്യാ, അവർ നോക്കിയേ ഫേവറബിൾ കണ്ടീഷനിൽ ഇവരെന്ത് ചെയ്യും, എന്താ ചെയ്യാ, ഇവരൊരു അഗ്രിഗേഷൻ ഫോം ചെയ്യും. എന്താ ചെയ്യാ, അഗ്രിഗേഷൻ ഫോം ചെയ്യും. നിങ്ങൾക്ക് മഴ സമയത്ത്, ഇപ്പൊ മഴയല്ലേ, മഴ സമയത്ത് മരത്തുമ്മ പിടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരു വഴുവഴുപ്പ് ഫീൽ ചെയ്യും. അതായത് ഒരു സ്ലൈമി ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കും ആ മരത്തിന് ഉണ്ടാവുക. അത് എന്തുകൊണ്ടായിരിക്കും സ്ലൈമി പോലെ ഇരിക്കുന്നത്, അവിടെ എന്തുള്ളത് കൊണ്ടാണ്, സ്ലൈം മോൾഡ് ഉള്ളത് കൊണ്ടാണ്. നല്ല മഴ പെയ്യുന്ന, അതായത് നല്ല മോയിസ്റ്റ് ഉള്ള സമയത്ത് ഇവർ എന്ത് ചെയ്യും, ഒരു അഗ്രിഗേഷൻ ഫോം ചെയ്യും. എന്താ ഫോം ചെയ്തേ, ഇതാണ് അഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ. ഇങ്ങനൊരു സ്ട്രക്ചർ ഫോം ചെയ്യും. ഈ ഒരു അവസ്ഥയെ വിളിക്കുന്ന പേരാണ് എന്ത്, പ്ലാസ്മോഡിയം. അല്ലാതെ ഈ ജീവിയുടെ പേരല്ല പ്ലാസ്മോഡിയം എന്ന് പറയുന്നത്. ഈ ഒരു അവസ്ഥ, അതായത് ഈ ഒരു സിറ്റുവേഷനെ വിളിക്കുന്ന പേരാണ് എന്ത്, പ്ലാസ്മോഡിയം. ഇനി അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ, അതായത് ഭയങ്കര ചൂടോ അല്ലെങ്കിൽ അങ്ങനത്തെ വല്ല കണ്ടീഷൻസ് ഒക്കെ വരുമ്പോൾ അവരെന്ത് ചെയ്യും, ഈ പ്ലാസ്മോഡിയം എന്തായിട്ട് മാറും, ഒരു ഫ്രൂട്ടിംഗ് ബോഡി ആയിട്ട് മാറും. എന്താണ് ഫ്രൂട്ടിംഗ് ബോഡി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇതിങ്ങനെയാണ് ഫ്രൂട്ടിംഗ് ബോഡി ഇരിക്കുക അല്ലെ. ഇതിന്റെ ടിപ്പിൽ എന്തുണ്ടാവും, ഇതിന്റെ ടിപ്പിൽ എന്തുണ്ടാവും, സ്പോറുകൾ ഉണ്ടാവും. ഇത് ഫ്രൂട്ടിംഗ് ബോഡി ടിപ്പിൽ എന്തുണ്ടാവും, സ്പോറുകൾ ഉണ്ടാവും. നോക്കിയേ, ഫേവറബിൾ കണ്ടീഷനിൽ അവരൊരു അഗ്രിഗേഷൻ ഫോം ചെയ്യും. ആ അഗ്രിഗേഷന്റെ പേരാണ് പ്ലാസ്മോഡിയം. ആ ഓർഗാനിസത്തിന്റെ പേരല്ല, ആ ഒരു സിറ്റുവേഷന്റെ പേരാണ് പ്ലാസ്മോഡിയം. ഇനി അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഈ പ്ലാസ്മോഡിയം ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്തുണ്ടാവും, ഒരു ഫ്രൂട്ടിംഗ് ബോഡി ഉണ്ടാവും. ആ ഫ്രൂട്ടിംഗ് ബോഡിയുടെ ടിപ്പിൽ എന്തിനെ കാണാൻ പറ്റും, സ്പോറുകളെ കാണാൻ പറ്റും. ഓക്കെ, മനസ്സിലായോ? ഇനി അടുത്തത് നോക്കിയേ, അടുത്ത ഗ്രൂപ്പ് എന്തായിരുന്നു, പ്രോട്ടോസോവൻ. പ്രോട്ടോസോവനുകളിൽ നിന്നും 2 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരാനുണ്ട് ഈ ചാപ്റ്റർ. അതായത് പ്രോട്ടോസോവനിൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യം ഏതാണ്, ഓർഗാനിസം എന്ന് നോക്കുക. ആ ഓർഗാനിസത്തിന്റെ ലോക്കോമോട്ടറി ഓർഗൻ എന്താണെന്ന് നോക്കുക, എക്സാമ്പിൾ പഠിക്കുക. ഈ 3 കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്. നോക്കിയേ, ആദ്യത്തെ എന്താണ്,
ആയിട്ട് നോക്കിയേ, അമീബോയിഡ് പ്രോട്ടോസോവൻ. എന്താണ് അമീബോയിഡ് പ്രോട്ടോസോവൻ? അമീബോയിഡ് പ്രോട്ടോസോവൻ എക്സാമ്പിൾ എന്താണ്? എൻഡമീബ ആൻഡ് അമീബ. ഈ കുറച്ചു കാലം മുന്നേ കുളത്തിൽ കുളിക്കാൻ പോയിട്ട് മുക്കിൽ കൂടെ ഒരു ബാക്ടീരിയ കയറിയ തലച്ചോറിൽ എത്തി എന്നൊരു കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ? ന്യൂസ് കേട്ടില്ലേ? തലച്ചോറ് കണ്ടിട്ട് ആ ബാക്ടീരിയ തിന്നണമെന്നൊക്കെ. അത് ഏത് ബാക്ടീരിയ ആണെന്നറിയോ? ആ ബാക്ടീരിയ ആണ് എൻഡമീബ. ഈ ബാക്ടീരിയ പാരസൈറ്റ് ആയിട്ട് കാണാം. എങ്ങനെയാ കാണാം? പാരസൈറ്റ് ആയിട്ട്. അമീബോയിഡ് പ്രോട്ടോസോവനില് പാരസിറ്റിക് ഫോമിന് എക്സാമ്പിൾ ആണ് എന്ത്? എൻഡമീബ എന്ന് പറയുന്ന അമീബ. ഓക്കെ, അമീബ വേറെയാണ്, എൻഡമീബ വേറെയാണ്. മനസ്സിലായോ? ഈ എൻഡമീബ എന്ന് പറഞ്ഞിട്ട് മനസ്സിലായോ? മുക്കിൽ കൂടെയാണ് ആ ബാക്ടീരിയ കയറുക, എന്നിട്ട് തലച്ചോറിൽ എത്തിക്കഴിഞ്ഞിട്ട് നമ്മുടെ തലച്ചോറ് ഇരുന്ന് തിന്നും. ആ ന്യൂസ് ഒക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. കുളത്തിൽ കുളിക്കാൻ പോയിട്ട് കുട്ടികളുടെ തലച്ചോറിൽ എന്തൊക്കെ പ്രശ്നമായിട്ട് ആ ന്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ബാക്ടീരിയ ആണ് എന്ത്? എൻഡമീബ എന്ന് പറയുന്നത്. ഇവരെവിടെ കാണാൻ പറ്റും? ഫ്രഷ് വാട്ടറിൽ കാണാം, സീ വാട്ടറിൽ കാണാം, മറൈൻ വാട്ടറിൽ കാണാം. ഇനി മറൈനിൽ കാണുന്നവർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. മറൈനിലാണ് അമീബോയിഡ് പ്രോട്ടോസോവനുകളെ കാണുന്നതെങ്കിൽ അവർക്ക് എന്തുണ്ടാവും? സിലിക്ക ഉണ്ടാവും. അവരുടെ സർഫേസിൽ എന്തിനെ കാണാൻ പറ്റും? സിലിക്കേനെ കാണാൻ പറ്റും. ആൻഡ് ദ ഇമ്പോർട്ടന്റ് തിങ് എന്താണ്? ഇതാണ് ഇമ്പോർട്ടന്റ്. എന്താണ്? അവരുടെ അമീബോയിഡ് പ്രോട്ടോസോവന്റെ ലോക്കോമോട്ടറി ഓർഗൻ എന്താണ്? സ്യൂഡോപോഡിയ എന്ന് പറയുന്നതാണ്. സ്യൂഡോപോഡിയ എന്ന് പറഞ്ഞാൽ എന്താ? ഫോൾസ് ഫീറ്റ്. ഇനി നെക്സ്റ്റ് എന്താണ്? ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻ. പേരിൽ നിന്ന് തന്നെ നമുക്ക് ലോക്കോമോട്ടറി ഓർഗൻ കിട്ടും. എന്താണ് ലോക്കോമോട്ടറി ഓർഗൻ? ഫ്ലജല്ല. എന്താണ്? ഫ്ലജല്ല. ഇവർ ഒന്നെങ്കിൽ ഫ്രീ ലിവിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് ആയിരിക്കും. ഡിപ്പെൻഡന്റ് ആയിട്ടുള്ളവർ എന്താ പറയാ? പാരസിറ്റിക് എന്ന് പറയും. ആൻഡ് ദ ഇമ്പോർട്ടന്റ് തിങ് എക്സാമ്പിൾ ട്രൈപാനോസോമ. ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻ എക്സാമ്പിൾ ആണ് എന്ത്? ട്രൈപാനോസോമ എന്ന് പറയുന്നത്. ട്രൈപാനോസോമ ഉണ്ടാക്കുന്ന അസുഖമാണ് എന്ത്? സ്ലീപ്പിംഗ് സിക്നസ്. എന്താണിത്? ഉറക്കം വരുന്ന അസുഖമല്ല. അതായത് ഒരു ഒമിറ്റിംഗ് ടെൻഡൻസി, തലവേദന, ഇതൊക്കെയാണ് എന്ത്? സ്ലീപ്പിംഗ് സിക്നസ് എന്ന് പറയുന്ന അസുഖം. എന്താ പഠിക്കേണ്ടത്? ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻ എക്സാമ്പിൾ ആണ് എന്ത്? ട്രൈപാനോസോമ. ആൻഡ് ട്രൈപാനോസോമ ഉണ്ടാക്കുന്ന അസുഖമാണ് എന്ത്? സ്ലീപ്പിംഗ് സിക്നസ്. ഇനി അടുത്ത എന്താ? സീലിയേറ്റഡ് പ്രോട്ടോസോവൻ. എന്താണ്? സീലിയേറ്റഡ് പ്രോട്ടോസോവൻ. സീലിയേറ്റഡ് പ്രോട്ടോസോവൻ പേരിൽ നിന്ന് തന്നെ കിട്ടും ലോക്കോമോട്ടറി ഓർഗൻ. എന്താണ്? സീലിയ. അവരുടെ ലോക്കോമോട്ടറി ഓർഗൻ എന്താ? സീലിയ. എക്സാമ്പിൾ നോക്ക്, പാരമീസിയം. എന്താണ്? പാരമീസിയം. ഒരു ഷൂ പോലത്തെ സ്ട്രക്ചർ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. അതാണ് പാരമീസിയം എന്ന് പറയുന്നത്. അടുത്ത നോക്കിയടാ, സ്പോറോസോവൻ. എന്താണ്? സ്പോറോസോവൻ. ഇവർക്ക് ലോക്കോമോട്ടറി ഓർഗൻ ഇല്ല. അതായത് ഇവരുടെ ലൈഫ് സൈക്കിൾ, അതായത് സ്പോറോസോവൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിലുള്ള ഓർഗാനിസങ്ങളുടെ ലൈഫ് സൈക്കിളിൽ എവിടെയെങ്കിലും ഒരു സ്പോർ ലൈക്ക് സ്റ്റേജ് ഉണ്ടാവും. ആ സ്പോർ ലൈക്ക് സ്റ്റേജ് എന്തായിരിക്കും? ഇൻഫെക്ഷ്യസ് ആയിരിക്കും. എന്തായിരിക്കും? ഇൻഫെക്ഷ്യസ് ആയിരിക്കും. ഇവർക്ക് എന്തില്ല? ലോക്കോമോട്ടറി ഓർഗൻ ആബ്സെന്റ് ആണ്. ലോക്കോമോട്ടറി ഓർഗൻ ആബ്സെന്റ് ആണ്. ഇവരുടെ എക്സാമ്പിൾ ആണ് എന്ത്? പ്ലാസ്മോഡിയം എന്ന് പറയുന്നത്. മലേറിയ ഉണ്ടാക്കുന്ന പാരസൈറ്റിന്റെ പേരാണെന്ത്? പ്ലാസ്മോഡിയം. ഇത് നോക്കിയേ, ഇതോടുകൂടി നമ്മുടെ എന്ത് കഴിഞ്ഞു? കിങ്ഡം പ്രൊട്ടിസ്റ്റ കഴിഞ്ഞു. കിങ്ഡം പ്രൊട്ടിസ്റ്റയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ ഡയാറ്റംസ്, അതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. പിന്നെ എന്താ? പ്രോട്ടോസോവൻസ് പഠിക്കണം, പിന്നെ യൂഗ്ലിനോഡ്സ് നോക്കണം, പിന്നെ എന്താ? ഡൈനോഫ്ലജലേറ്റ്സിന്റെ റെഡ് ഡൈനോഫ്ലജലേറ്റ്സിന്റെ എക്സാമ്പിൾ ആയിട്ടുള്ള ഗോണിയോലാക്സ് പഠിക്കണം. പിന്നെന്താ? ഇമേജസ്, അതായത് ടെക്സ്റ്റ് ബുക്കിലുള്ള ഫിഗർ തന്നിട്ടുണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാനും അറിഞ്ഞിരിക്കണം. ഇനി നമ്മുടെ ലാസ്റ്റ് കിങ്ഡം ഏതാണ്? കിങ്ഡം ഫംഗൈ. എന്താണ്? കിങ്ഡം ഫംഗൈ. നിങ്ങൾക്ക് അറിയാം കിങ്ഡം ഫംഗൈ എന്താണ്? ഹെട്രോട്രോഫിക് ആണ്. ഒരു സംശയം ഇല്ലാണ്ട് നമുക്ക് പറയാൻ പറ്റും അവരെന്താണെന്ന്? ഹെട്രോട്രോഫിക് ആണെന്ന്. ഇനി നോക്കിയിടാം, അവര് ഹെട്രോട്രോഫിക്ക് തന്നെ അവരെന്തിട്ടാണ്? പാരസൈറ്റും ആണ്. എന്താണ്? സാപ്രോഫൈറ്റ്. അതായത് ജീവനുള്ള ബോഡിയിൽ നമുക്ക് ഫംഗസുകളെ കാണാൻ പറ്റും, ജീവനില്ലാത്ത ഡെഡ് ആൻഡ് ഡീക്കേയിങ് ബോഡിയിൽ നമുക്ക് എന്തിനെ കാണാൻ പറ്റും? ഫംഗസുകളെ കാണാൻ പറ്റും. ഇനി അവരെ ചില സമയത്ത് സിംബയോൺസ് ആയിട്ട് കാണാം. എന്താണ് സിംബയോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? അത് റിലേഷൻഷിപ്പിന്റെ പേരാണ്. അതായത് ഒരു റിലേഷൻഷിപ്പിൽ രണ്ട് പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് മ്യൂച്വലി ബെനിഫിറ്റ്സ് ഉണ്ടാകുന്ന റിലേഷനെയാണ് നമ്മൾ എന്ത് പറയാ? സിംബയോൺസ് എന്ന് പറയുന്നത്. രണ്ട് പാർട്ട്നേഴ്സിനും ഈക്വലി ബെനിഫിറ്റ്സ് ഉണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്ത് പറയാ? സിംബയോൺസ് എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, നമ്മുടെ ഫംഗസ് ചില സമയത്ത് ആരുടെ ഒപ്പം കാണാൻ പറ്റും? ആൽഗയുടെ ഒപ്പം കാണാൻ പറ്റും. ഇവരുടെ രണ്ടുപേരുടെയും റിലേഷൻഷിപ്പിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ലൈക്കൺ എന്ന് പറയുന്നത്. ഇത് എക്സാമിന് ചോദിക്കുന്ന ഏരിയ ട്ടാ. ഫംഗസുകളുടെ സിംബയോട്ടിക് റിലേഷൻഷിപ്പുകൾ ചോദിക്കും. ഫംഗസ് ചില സമയത്ത് ആൽഗയുടെ ഒപ്പം കാണാൻ പറ്റും. ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ പേരാണ് എന്ത്? ലൈക്കൺസ് എന്ന് പറയുന്നത്. ഇനി ഫംഗസിനെ ചില സമയത്ത് റൂട്ടിന്റെ, അതായത് പ്ലാന്റ്സിന്റെ റൂട്ട്സിൽ കാണാൻ പറ്റും. ഇവരുടെ റിലേഷൻഷിപ്പിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മൈക്കോറൈസ. അതായത് ഫോർ എക്സാമ്പിൾ
നോക്ക്, ഈ ഫംഗസുകൾക്ക് ഒരു കഴിവുണ്ട്. ഇത് ഫംഗസ് എങ്ങനെയാണ് ഒരു ഒറ്റ സെക്കൻഡ് കൊണ്ട് റാപ്പിഡ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് അറ്റം വരെ പോകും. അപ്പോ ഈ പ്ലാന്റ്സിന്റെ അല്ലെങ്കിൽ ആൽഗയുടെ റൂട്ടുകൾക്ക് അധികം ഈ മണ്ണിലോട്ട് പെനട്രേറ്റ് ചെയ്ത് പോകാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ഫംഗസിന് എന്തിനുള്ള കഴിവുണ്ട്? ഏറ്റവും അടിവരെയും പോയി പെനട്രേറ്റ് ചെയ്ത് അവിടെ ഉള്ള വാട്ടറും മിനറൽസും എടുക്കാൻ പറ്റും. നമ്മുടെ ഫംഗസ് എന്ത് ചെയ്യും? അവിടെ ഇവിടെയും പോയിട്ട് ഈ വാട്ടറും മിനറൽസ് ഒക്കെ എടുത്തിട്ട് ആൽഗയ്ക്ക് കൊണ്ടു കൊടുക്കും, അല്ലെങ്കിൽ പ്ലാന്റ്സിന് കൊണ്ടു കൊടുക്കും. എന്നിട്ട് ഈ പ്ലാന്റ്സ് അല്ലെങ്കിൽ ആൽഗയെ ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ട് ആ ഉണ്ടാക്കിയ ഫുഡിൽ നിന്ന് കുറച്ച് ഫുഡ് ആർക്ക് കൊടുക്കും? നമ്മുടെ ഫംഗസിന് കൊടുക്കും. ഇങ്ങനെയാണ് ഇവർ ഒരു മ്യൂച്വൽ റിലേഷൻഷിപ്പിൽ പോകുന്നത്. അതായത് വാട്ടറും മിനറൽസ് ഒക്കെ ഫംഗസ് കൊണ്ടു കൊടുക്കും. ആ കൊണ്ടു കൊടുത്ത സാധനം വെച്ചിട്ട് ആൽഗി അല്ലെങ്കിൽ പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കും. ഉണ്ടാക്കിയ ഫുഡിൽ നിന്ന് കുറച്ച് ഫുഡ് നമ്മുടെ ആർക്ക് കൂടി കൊടുക്കും? ഫംഗസുകൾക്ക് കൊടുക്കും. ഇപ്പൊ രണ്ട് പാർട്ട്നേഴ്സിനും ഈക്വൽ ബെനിഫിറ്റ്സ് ഇല്ലേ? ഇങ്ങനത്തെ റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്ത് പറയാ? സിംബയോട്ടിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ആൽഗെ ആൻഡ് ഫംഗയുടെ റിലേഷൻഷിപ്പിന്റെ പേരാണ് എന്ത്? ലൈക്കൺ എന്ന് പറയുന്നത്. ഇനി ആൽഗെ ആൻഡ് ഫംഗസ് ആൻഡ് ഹയർ റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സിന്റെ റിലേഷൻഷിപ്പിനെയാണ് എന്ന് പറയാ? മൈക്കോറൈസ എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം കിങ്ഡം ഫംഗൈ മൾട്ടി സെല്ലുലാർ ആണ്. നമ്മൾ ആ ബോക്സിൽ പഠിച്ചിട്ടുണ്ടായ കാര്യമാണ്. ഇനി നോക്കിയടാ, ഇത് ഓൺലി ഇത് എക്സെപ്ഷൻ ആട്ടോ, ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മിസ് വേറെ കളറിൽ കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, ഇത് ഓൺലി യൂണിസെല്ലുലാർ ഫംഗൈ ഏതാണ്? ഈസ്റ്റ് ആണ്. എന്താണ്? ഈസ്റ്റ്. നമ്മള് അപ്പമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മാവ് പുളിച്ചു പൊന്താൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഈസ്റ്റ് ആഡ് ചെയ്യും. നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അതാണ് എന്ത്? യൂണിസെല്ലുലാർ ഫംഗയ്ക്ക് എക്സാമ്പിൾ. ഇത് നോക്കിയേടാ, ഫംഗസുകളുടെ ബോഡി എങ്ങനെയാണ്? നിങ്ങൾ ഫംഗസുകളെ കണ്ടിട്ടുണ്ടാവും. ബ്രെഡ് പൂത്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഫ്രിഡ്ജ് കുറച്ച് നാൾ ഉപയോഗിക്കാണ്ട് വെച്ച് കഴിഞ്ഞിട്ട് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ആരെ കാണാൻ പറ്റും? ഫംഗസുകളെ കാണാൻ പറ്റും. ആപ്പിളൊക്കെ പുറത്തു കൊണ്ട് വെറുതെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചു നേരം കഴിയുമ്പോൾ അതും നമുക്ക് ഒരു സാധനം കാണാൻ പറ്റും. അതിനെയാണ് എന്ത് പറയുന്നത്? ഫംഗസ് എന്ന് പറയുന്നത്. നോക്കിയേ, ഇവരുടെ ബോഡി ഇങ്ങനെ ലോങ് ആയിട്ടുള്ള ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ആണ്. ഈ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹൈഫൈ. എന്താ വിളിക്കുക? ഹൈഫൈ. നോക്കിയേ, അവരുടെ ബോഡി എങ്ങനെയാണ്? നോക്ക്, the body consists of long slender thread like structure. എന്താണ്? ഒരു ത്രെഡ് നൂല് പോലത്തെ സ്ട്രക്ചർ ആയിരിക്കും. ആ ഒരു ഒറ്റ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹൈഫൈ. ഇനി ഒരൊറ്റ സ്ട്രക്ചർ ആയിട്ടാണ് ഇവർ കാണാം? അല്ല അല്ലെ? എങ്ങനെയാ കാണാം? കുറെ ഹൈഫൈ ഉണ്ടാവും. ഈ കുറെ ഹൈഫൈ ഉള്ളതിനെയാണ് എന്ത് പറയാ? മൈസീലിയം എന്ന് പറയുന്നത്. എന്താ പറയാ? മൈസീലിയം. ആകെ ഒരെണ്ണാണെങ്കിൽ അതിനെ ഹൈഫൈ എന്ന് പറയും. കുറെ ഹൈഫൈകൾ, അതായത് നെറ്റ്വർക്ക് ഓഫ് ഹൈഫൈ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിയടാ, നെറ്റ്വർക്ക് ഓഫ് ഹൈഫൈ ഈസ് നോൺ ആസ് മൈസീലിയം. മനസ്സിലായി? ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇവിടെ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അത് ഓൺലി യൂണിസെല്ലുലാർ ഫംഗൈ ഏതാണ്? ഈസ്റ്റ്. ഇനി ഫംഗസുകളുടെ ബോഡി എങ്ങനെയാണ്? ലോങ് ആണ്, സ്ലെൻഡർ ആണ്, ത്രെഡ് ലൈക്ക് ആണ്. ആ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ഹൈഫൈ. ഇനി ഹൈഫൈയുടെ ഒരു നെറ്റ്വർക്കിനെയാണ് എന്ത് വിളിക്കുക? മൈസീലിയം എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുക? മൈസീലിയം. ഓക്കെ, ഇനി ഇതാണ് ലൈക്കൺസ് പറഞ്ഞിട്ടുണ്ട്. മിസ് പറഞ്ഞില്ലേ ലൈക്കൺസ്? ഓക്കെ, കണ്ട ഇങ്ങനെയാണ് അവരിയ്ക്കുക. ഈ ലൈക്കൺസിന്റെ പ്രത്യേകത നമുക്ക് ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് പഠിക്കാം കേട്ടോ. ലാസ്റ്റ് ലൈക്കൺസിന്റെ പ്രത്യേകത പഠിക്കാനുണ്ട്. നോക്കിയേ, ഇനി ഹൈഫകള് രണ്ട് തരത്തിലുണ്ട്. നോക്കിയേ, ആണ് ഒരു ഹൈഫൈ എന്ന് വിചാരിക്കും. ഇതിനകത്ത് ഒന്നിലധികം ന്യൂക്ലിയസ് ഇങ്ങനെ ഒരു സെപ്പറേഷനും ഇല്ലാതെ ഒരുമിച്ച് നിൽക്കുന്ന കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയാ? മൾട്ടി ന്യൂക്ലിയേറ്റഡ് എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, ഈ കണ്ടീഷൻ നോക്കിയേ, ഇത് മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണോ? ഇത് നമുക്ക് ഒരു സെല്ലാണെന്ന് പറഞ്ഞോളൂ. ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4. ഈ ഹൈഫൈക്ക് എന്തുണ്ട്? 4 സെല്ലുകൾ ഉണ്ട്. ഇവിടെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും 4 സെല്ല് ഉണ്ടെന്ന്. കുറെ ന്യൂക്ലിയസ് ഉണ്ടെന്ന് പറയാം അല്ലെ? ഇവിടെ ആണെങ്കിൽ നമുക്ക് 4 ന്യൂക്ലിയസ് ഉണ്ട്, 4 സെല്ലുകൾ ഉണ്ടെന്ന് പറയാം. 4 ന്യൂക്ലിയസിനെയും ഒരു ക്രോസ് വാൾ വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ ഇതിനെ പറയാ? ക്രോസ് വാൾ അല്ലെങ്കിൽ എന്താ പറയാ? സെപ്റ്റ. എന്താ പറയാ? സെപ്റ്റ. ഈ ഒരു കണ്ടീഷനെ പറയുന്ന പേരാണ് എന്ത്? മൾട്ടി ന്യൂക്ലിയേറ്റഡ്. മേലെ എഴുതിയിരിക്കുന്നത് നോക്കി, സം ഹൈഫൈ ആർ കണ്ടിന്യൂസ് ട്യൂബ്സ് ഫിൽഡ് വിത്ത് മൾട്ടി ന്യൂക്ലിയേറ്റഡ് സൈറ്റോപ്ലാസം. അവരെന്താ വിളിക്കുക? സീനോസിറ്റിക്. എന്താണ് വിളിക്കുക? സീനോസിറ്റിക്. അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? അസെപ്റ്റേറ്റ്. ഒന്നെങ്കിൽ സീനോസെപ്റ്റിക് എന്ന് വിളിക്കും, അല്ലെങ്കിൽ അസെപ്റ്റേറ്റ് എന്ന് വിളിക്കും. ഇനി അതേഴ്സ് എന്തുണ്ട്? വേറെയുള്ള ഹൈഫകൾക്ക് എന്തുണ്ട്? ഒന്നെങ്കിൽ സെപ്റ്റേ ഉണ്ടാവും, അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? ക്രോസ് വാൾ. എന്താണ് ഈ ക്രോസ് വാൾ അല്ലെങ്കിൽ സെപ്റ്റേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കി, ഇതിങ്ങനെ ഒരു പാർട്ടീഷൻ ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ ഒന്നെങ്കിൽ സെപ്റ്റേ എന്ന് പറയും, അല്ലെങ്കിൽ എന്താ പറയാ? ക്രോസ് വാൾ എന്ന് പറയും. മനസ്സിലായി? ഈ പിക്ചർ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ എന്നറിയില്ല. ഇവിടെ ഇങ്ങനെ കുറെ നോക്കിയേ, ഇങ്ങനെ സെപ്റ്റകൾ ഉണ്ട്. ഓക്കെ, ഇവിടെ ആ സെപ്റ്റ ഇല്ല.
വെറുതെ കുറെ ന്യൂക്ലിയസ് മൾട്ടി ന്യൂക്ലിയേറ്റഡ് കണ്ടീഷനിൽ ഇരിക്കുകയാണ്. അതിനെയാണ് എന്ത് പറയാ, സീനോസെറ്റിക് എന്ന് പറയുന്നത്. ഇനി സെപ്റ്റ അല്ലെങ്കിൽ ക്രോസ് വാൾ ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയാ, സെപ്റ്റേറ്റ് എന്ന് പറയാ. ഓക്കെ, ഇത് ലൈക്കൺസിന്റെ പിക്ചറാട്ടാ. ഓക്കെ, ഇനി ഇവർക്ക് ഫംഗസുകൾക്ക് മിസ് പറഞ്ഞു ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ജീവികളാണ് ഈ ഫംഗസ് എന്ന് പറയുന്നത്. ഇവർക്ക് 3 രീതിയിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ആദ്യം ഏത് രീതിയാണ്, വെജിറ്റേറ്റീവ് ഫോംസ്. എങ്ങനെയാണ്, വെജിറ്റേറ്റീവ് ഫോംസ്. അതായത് ഈ ബഡ്ഡിങ്, ഫിഷൻ, പിന്നെ എന്തൊക്കെയാണ്, ഫ്രാഗ്മെന്റേഷൻ. അതായത് ഒന്ന് മുറിഞ്ഞ് 2 പീസാവില്ലേ, അതിനാണ് നമ്മൾ എന്ത് പറയാ, ഫ്രാഗ്മെന്റേഷൻ. മുറിയുന്ന ഭാഗത്ത് നിന്നായിരിക്കും പുതിയ ജീവി ഉണ്ടാവുക. അതിനെയാണ് നമ്മൾ ബഡ്ഡിങ്ങും ഫ്രാഗ്മെന്റേഷൻ എന്നൊക്കെ പറയുന്നത്. ഈ 3 രീതിയിലാണ് ഇവർക്ക് എങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്, വെജിറ്റേറ്റീവ് ഫോംസിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ആരുടെയും സഹായമില്ലാതെ, സ്പോറുകളോ അല്ലെങ്കിൽ മെയിലോ ഫീമെയിലോ പാർട്ട്ണർ ഇല്ലാതെ ഒറ്റയ്ക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് ഏത് ഫോംസിലൊക്കെയാണ്, ഫ്രാഗ്മെന്റേഷൻ, ഫിഷൻ ആൻഡ് ബഡ്ഡിങ്. ഇനി നെക്സ്റ്റ് നോക്കിയേ, അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അതായത് ഒരൊറ്റ സ്പോർ അല്ലെങ്കിൽ ഒരൊറ്റ പാർട്ട്ണർ വെച്ച് റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. നോക്കിയേ, അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഈസ് ബൈ സ്പോർസ്. ഏതൊക്കെ സ്പോർസ് ആണ്, 3 സ്പോർസ് ആണ്. നോക്കിയേ, കൊണീഡിയ, സ്പോറാഞ്ചിയോസ്പോർ, സൂസ്പോർസ്. എന്താണ് കൊണീഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നോക്കിയേ, നോക്ക്, ഇതൊരു ഹൈഫ ആണെങ്കിൽ ഈ ഹൈഫയുടെ പുറത്ത്, അതായത് എക്സോജീനിയസ്ലി ഉണ്ടാവുന്ന സ്പോർ ആണ് എന്ത്, കൊണീഡിയ എന്ന് പറയുന്നത്. ഇനി എന്താണ് സ്പൊറാഞ്ചിയോസ്പോർ എന്ന് പറഞ്ഞാൽ, സ്പൊറാഞ്ചിയം എന്ന് പറയുന്ന ഫ്രൂട്ടിംഗ് ബോഡിയുടെ അകത്ത് കാണുന്ന സ്പോറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സ്പൊറാഞ്ചിയോസ്പോർ എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് സൂസ്പോർ എന്ന് പറഞ്ഞാൽ, ഒന്നെങ്കിൽ ഒരു സ്പോറിന് മോട്ടൈൽ ആവാം, നോൺ മോട്ടൈൽ ആവാം. മോട്ടൈൽ ആയിട്ടുള്ള സ്പോറുകളെയാണ് നമ്മൾ എന്ത് പറയാ, സൂസ്പോർസ് എന്ന് പറയുന്നത്. എന്തിനെയാണ്, മോട്ടൈൽ ആയിട്ടുള്ള സ്പോറുകളെയാണ് നമ്മൾ എന്ത് പറയാ, സൂസ്പോർസ്. ഇനി നോക്കിയേ, മൂന്നാമത്തെ ഏത് രീതിക്കാണ്, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അതായത് 2 സ്പോറുകളുടെ ഇൻവോൾവ്മെന്റ് ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയാ, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതിന് നമുക്ക് 3 സ്പോറുകൾ പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ്, oospores, ascospores, basidiospores. എന്തൊക്കെയാണ്, oospores, ascospores, basidiospore. ഈ ആസ്കോസ്പോറും ബസീഡിയോസ്പോറും ഒക്കെ എൻഡോജീനിയസ്ലി ഉണ്ടാവുന്നതാണ്. അതായത് ഒരു ഹൈഫയുടെ അകത്തുണ്ടാവുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, എൻഡോജീനിയസ്ലി എന്ന് പറയുന്നത്. ഇങ്ങനെ പുറത്തുണ്ടാവുന്നതിനെയാണ് എന്ത് പറയാ, എക്സോജീനിയസ്ലി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതൊരു തവണ എക്സാമിന് ചോദിച്ചതാണ്. ഈ 3 പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത്. ഈ 3 പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, ഫസ്റ്റ് പോയിന്റ് തന്നു ആൻഡ് സെക്കൻഡും തേർഡും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിരുന്നു. ഇംപ്രൂവ്മെന്റിന് ചോദിച്ച ചോദ്യമാണ്, ദ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻവോൾവ്സ് ദ ഫോളോയിങ് 3 സ്റ്റെപ്സ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ അതിനകത്ത് 3 സ്റ്റെപ്സ് ഉണ്ടാവും. നോക്കിയേടാ, സെക്ഷൽ റീപ്രൊഡക്ഷനിൽ 2 സ്പോർസ് വേണമെന്ന് മിസ് പറഞ്ഞു അല്ലെ, 2 സ്പോർ. ഈ സ്പോർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഈ സ്പോറിനും സൈറ്റോപ്ലാസം ഉണ്ടാവും, ന്യൂക്ലിയസ് ഉണ്ടാവും. സൈറ്റോപ്ലാസത്തിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. 2 സ്പോറുകൾ ഒന്നിക്കുമ്പോൾ അല്ലെങ്കിൽ 2 ഗാമേറ്റ് ഒന്നിക്കുമ്പോൾ ആദ്യം എന്താ ഫ്യൂസ് ചെയ്യുക, അവരുടെ പ്രോട്ടോപ്ലാസം. എന്താ ഫ്യൂസ് ചെയ്യുക, പ്രോട്ടോപ്ലാസം. നോക്കിയേ, ആദ്യം ഇവരുടെ പ്രോട്ടോപ്ലാസം ഫ്യൂസ് ചെയ്യും. അപ്പോഴും നോക്കിയടാ, നോക്കിട്ടാ, എന്നും മിസ് നേട്ടാം. എന്താ എന്ന് പറഞ്ഞാൽ ഹാപ്ലോയിഡ് സ്പോർ. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം ഹാപ്ലോയിഡ് എന്താണ്, ഡിപ്ലോയിഡ് എന്താണ്. എന്ന് പറഞ്ഞാൽ ഹാപ്ലോയിഡ്, ഡിപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ, 2n. ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇതൊരു സ്പോർ ആണ്, ഇതും ഒരു സ്പോർ ആണ്. ഇവർ തമ്മിൽ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആദ്യം ഇവരുടെ എന്താ ഫ്യൂസ് ചെയ്യുക, ഇവരുടെ സൈറ്റോപ്ലാസം. നോക്കിയേ, ഇവരുടെ സൈറ്റോപ്ലാസം ഫ്യൂസ് ചെയ്തു കേട്ടാ. സൈറ്റോപ്ലാസം ഫ്യൂസ് ചെയ്ത് ഇവർ ഒറ്റ സ്പോറായി. ഓക്കെ, സൈറ്റോപ്ലാസം ഫ്യൂസ് ചെയ്തിട്ട് ഒറ്റ സ്പോറായി. പക്ഷെ ഇവരുടെ ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്തിട്ടുണ്ടോ, ഇല്ല. അങ്ങനെ ആദ്യം ഫ്യൂഷൻ ഓഫ് സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസം ഒന്നാവുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്, പ്ലാസ്മോഗമി. എന്താണ്, പ്ലാസ്മോഗമി. മിസ് ഇവിടെ എന്നുള്ളത് മായ്ക്കാം.
രണ്ട് സ്പോറുകൾ ഉണ്ടെന്ന് നോക്കിയാൽ മതി കേട്ടാ. രണ്ട് സ്പോർ ഉണ്ട്, അതിന്റെ ഉള്ളിൽ ഒരു കുഞ്ഞു ന്യൂക്ലിയസും ഉണ്ട്. രണ്ട് സ്പോർ ഉണ്ട്, അതിന്റെ ഉള്ളിൽ ന്യൂക്ലിയസ് ഉണ്ട്. ഇത്രയും നോക്കിയാൽ മതി. ഇവർ തമ്മിൽ ആദ്യം ഫ്യൂസ് ചെയ്യുമ്പോൾ ആദ്യം എന്താ ഫ്യൂസ് ചെയ്യുക? ഇവരുടെ സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസം ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? പ്ലാസ്മോഗമി എന്ന് പറയുന്നത്. ഇനി കുറച്ചു നേരം കഴിഞ്ഞാൽ ആദ്യം സൈറ്റോപ്ലാസം ഫ്യൂസ് ചെയ്തു, അടുത്ത എന്ത് ഫ്യൂസ് ചെയ്യും? ഇത് എന്തായിട്ട് മാറും? ഇവരുടെ ന്യൂക്ലിയസും കൂടി ഫ്യൂസ് ചെയ്തിട്ട് ഒരൊറ്റ ന്യൂക്ലിയസ് ആയിട്ട് മാറും. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കാരിയോഗമി. എന്താ വിളിക്കുക? കാരിയോഗമി. ഈ ടെക്സ്റ്റ് ബുക്കിൽ ഡൈകാരിയോൺ എന്ന് പറയുന്ന വാക്കാണ്. എന്താണ് ഡൈകാരിയോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എക്സാമിന് ചോദിച്ചിട്ടില്ല, എന്നാലും മിസ് പറയാണ്. ചില ആസ്കോസ്, അതായത് ആസ്കോമൈസസ്, ബെസീഡിയോമൈസസ് എന്ന ഫംഗസുകളുടെ ഓരോ ഗ്രൂപ്പുകളാണ്. ഈ ഗ്രൂപ്പിൽ എന്ത് പറ്റും? ആദ്യം പ്രോട്ടോപ്ലാസം ഫ്യൂസ് ചെയ്യും, അതായത് പ്ലാസ്മോഗമി നടക്കും. പ്ലാസ്മോഗമി നടന്നിട്ട് എന്താണ്? ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്യാതെ കുറച്ചു നേരം നിൽക്കും. ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരു സ്ട്രക്ചറിനെയാണ് എന്ത് പറയാ? ഡൈകാരിയോൺ എന്ന് പറയുന്നത്. ഈ ഫേസിനെയാണ് എന്ത് പറയാ? ഡൈകാരിയോട്ടിക് ഫേസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? നമുക്ക് ആസ്കോമൈസസിലും ബസീഡിയോമൈസസിലും പ്രോട്ടോപ്ലാസം ഫ്യൂസ് ചെയ്തിട്ട് അവരുടെ ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. ആ കുറച്ച് സമയം എടുക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സ്ട്രക്ചറിനെയാണ് ഡൈകാരിയോൺ എന്ന് പറയുന്നത്. സാധാരണ ഒരു ഫംഗസിന്റെ കേസിൽ പ്രോട്ടോപ്ലാസം ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ഫ്യൂസ് ചെയ്യും? അവരുടെ ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്യും. ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയാ? കാരിയോഗമി എന്ന് പറയുന്നത്. എന്താണ് പറയാ? കാരിയോഗമി. ഇനി നമുക്കറിയാം റിസൾട്ടന്റ് സൈഗോട്ട് എന്ന് പറയുന്നത് 2n ആയിരിക്കും. 2n ഇപ്പൊ ഇവര് ഫ്യൂസ് ചെയ്തിട്ടുണ്ടായ പുതിയ സ്ട്രക്ചർ 2n ആണ്. 2n ആയിട്ട് നിന്നിട്ട് കാര്യമുണ്ടോ അവർക്ക്? ഇനി ഈ ഓർഗാനിസം ഉണ്ടാക്കുന്ന സ്പോർ എന്തായിരിക്കണം? ഹാപ്ലോയിഡ് ആയിരിക്കണം. അപ്പൊ എന്ത് സംഭവിക്കും? റിഡക്ഷൻ ഡിവിഷൻ. റിഡക്ഷൻ ഡിവിഷനെ പറയുന്ന പേരാണ് എന്ത്? മിയോസിസ്. സൈഗോട്ട്, അതായത് പുതിയതായിട്ട് ഉണ്ടായ ഓർഗാനിസത്തിന് റിഡക്ഷൻ ഡിവിഷൻ ആയ മിയോസിസ് സംഭവിച്ചിട്ട് ഇവരെന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറിനെ പ്രൊഡ്യൂസ് ചെയ്യും. എന്തിനാ പ്രൊഡ്യൂസ് ചെയ്യുക? ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറിനെ. ഒന്നുമില്ല, ഇത്രയും കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമില്ല. ഇത് മാത്രം പഠിക്കുക. ഈ 3 പോയിന്റ്സ് ഒരു തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത് പ്ലാസ്മോഗമി, ഫ്യൂഷൻ ഓഫ് ന്യൂക്ലിയൈ എന്ന് പറയുന്നത് കാരിയോഗമി. ഇനി അത് കഴിഞ്ഞാൽ എന്ത് പറ്റും? റിസൾട്ടന്റ് ആയിട്ട് ഉണ്ടായ സൈഗോട്ടിനെ എന്ത് സംഭവിക്കും? മിയോസിസ് സംഭവിച്ചുകൊണ്ട് ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറുകളെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇനി ഫംഗസുകളെയും മിസ് ഇങ്ങനെ ഗ്രൂപ്പുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാവുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. നോക്കി ഈ സൈഡിൽ എന്തൊക്കെയാ കൊടുത്തേക്കുന്നത്? അവിടെ കൊടുത്ത പോലെ ഹാബിറ്റാറ്റ്, മൈസീലിയം, അസെക്ഷൽ സ്പോർ, സെക്ഷൽ സ്പോർ, ഫ്രൂട്ടിംഗ് ബോഡി. എക്സാമ്പിൾ. ആദ്യം ഹാബിറ്റാറ്റ് നോക്കി. ഫംഗസുകൾ നമുക്കറിയാം മോയിസ്റ്റ് ഉള്ള സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കാണുക. കാരണം നനവുണ്ടെങ്കിലാണ് അവർക്ക് പെട്ടെന്ന് വളരാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ നോക്കിയ ഫൗണ്ട് ഇൻ അക്വാറ്റിക് ഡീക്കേയിങ് പ്ലേസസ്, അതായത് ചീഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ, അതായത് മരത്തിന്റെയൊക്കെ ചീഞ്ഞു കിടക്കുന്ന സ്ഥലമില്ലേ, അവിടെയാണ് നമുക്ക് ആരെ കാണാൻ പറ്റുക? ഫൈക്കോമൈസസിനെ കാണാൻ പറ്റുക. ഇതിനു മുമ്പ് അവിടെ മിസ് മറന്നു, നമ്മള് കിങ്ഡം ഫംഗൈൻ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? 4 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഫൈക്കോമൈസസ്, ആസ്കോമൈസസ്, ബെസീഡിയോമൈസസ്, അതേപോലെ തന്നെ ഡ്യൂട്ടിറോമൈസസ്. ഇനി ഇവർക്കൊക്കെ എന്താണ്? ഓരോ പേരുകളുണ്ട്. ഫൈക്കോമൈസസിന്റെ കോമൺ നെയിം എന്താണ്? ആൽഗൽ ഫംഗൈ. എന്താണ്? ആൽഗൽ ഫംഗൈ. നോക്കി അവരെവിടെ കാണാൻ പറ്റുക? അക്വാറ്റിക് ഹാബിറ്റാറ്റിൽ കാണാൻ പറ്റും. പിന്നെ ഡീക്കേയിങ് പ്ലേസസ്, അതായത് മരത്തിന്റെയൊക്കെ ചീഞ്ഞ് കിടക്കുന്നുണ്ടാവില്ലേ, അവിടെയാണ് നമുക്ക് ഫൈക്കോമൈസസിനെ കാണാൻ പറ്റുക. ഇനി ഇവരുടെ മൈസീലിയം എങ്ങനെയാണ്? മൈസീലിയം പഠിക്കണം കേട്ടോ. മൈസീലിയം ഇമ്പോർട്ടന്റ് ആണ്. മൈസീലിയം എന്താണ്? അസെപ്റ്റേറ്റ് ആണ്, അല്ലെങ്കിൽ എന്താ? സീനോസിറ്റിക് ആണ്, അതായത് സെപ്റ്റ ഉണ്ടാവില്ല. ഇനി ഇവരുടെ സ്പോറുകൾ ഏതൊക്കെയാണ്? സൂസ്പോർസ്. മോട്ടൈൽ ആണെങ്കിൽ അവരെ സൂസ്പോർസ് എന്ന് വിളിക്കും. മോട്ടൈൽ അല്ലെങ്കിൽ നമ്മൾ എന്താ വിളിക്കുക? അപ്ലാനോസ്പോർ. മോട്ടൈൽ ആയിട്ടുള്ള സ്പോറുകൾ നമ്മൾ എന്താ വിളിക്കുക? സൂസ്പോർസ്. ഇനി അവർ നോൺ മോട്ടൈൽ ആണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? അപ്ലാനോസ്പോർസ്. ഈ കിങ്ഡം ഫംഗൈല് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമ്പിൾസ് ആണ്. എക്സാമ്പിൾസ് ആയിരിക്കും നിങ്ങൾക്ക് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വരാം. ഒരു വഴിയില്ല, എക്സാമ്പിൾസ് പഠിച്ചേ പറ്റും. കുറച്ച് ബുദ്ധിമുട്ടുള്ള പേരുകളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും, പക്ഷെ പഠിച്ചേ പറ്റും. എക്സാമ്പിൾസിൽ നിന്നാണ് കിങ്ഡം ഫംഗൈ എന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഇത് നോക്കിയേടാ, നെക്സ്റ്റ് ഗ്രൂപ്പ് ഏതാ? ആസ്കോമൈസസ്. അവരെവിടെയാ കാണാം? സാപ്രോഫിറ്റിക് ആണ്, ഡീകമ്പോസേഴ്സ് ആണ്, പാരസൈറ്റ് ആണ്. ഈ ഒരു ഗ്രൂപ്പിന്റെ മാത്രമാണ് മൈസീലിയം എന്തായിട്ടുള്ളത്? അസെപ്റ്റേറ്റ് അല്ലെങ്കിൽ സീനോസിറ്റിക് ആയിട്ടുള്ളത്. ബാക്കി എല്ലാവരുടെയും എന്താണ്? ബ്രാഞ്ചഡ് ആൻഡ് സെപ്റ്റേറ്റ് ആണ്. ഓക്കെ, നോക്ക്. ഇനി ഇവരുടെ സ്പോർ എന്താണ്? അസെക്ഷൽ സ്പോർ എന്താ? കൊണീഡിയ. കൊണീഡിയ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എക്സോജീനിയസ്ലി ആണോ എൻഡോജീനിയസ്ലി ആണോ? എക്സോജീനിയസ്ലി. എങ്ങനെയാണ്? എക്സോജീനിയസ്ലി. ഇനി നോക്ക്, എന്താണ് ആസ്കോസ്പോർ അല്ലെങ്കിൽ അസോകാർപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയോ? മിസ് പറഞ്ഞു ആസ്കോസ്പോർസ് ഉണ്ടാവുക എൻഡോജീനിയസ്ലി ആണ്.
ആ ഒരു ഫ്രൂട്ടിംഗ് ബോഡി ഒരു മഷ്റൂം പോലത്തെ ബോഡിയാണ്. നോക്കിയേ, ഇതിങ്ങനെയാണ് അസോകാർപ്പ് ഉണ്ടാവുക. ഓക്കെ, ഇതിങ്ങനെ ഒരു മഷ്റൂം പോലത്തെ സ്ട്രക്ചർ ആണ് അസോകാർപ്പ് എന്ന് പറയുന്നത്. ഇതിന്റെ ഉള്ളിൽ ഓരോ സാക്ക് പോലത്തെ സ്ട്രക്ചർ ഉണ്ടാവും. ഇതിന്റെ ഉള്ളിലാണ് നമ്മുടെ സ്പോറുകളെ കാണാൻ പറ്റുക. മനസ്സിലായോ? ഇതിന്റെ ഉള്ളിലാണ് നമുക്ക് ആരെ കാണാൻ പറ്റുക? സ്പോറുകളെ കാണാൻ പറ്റുക. ഈ സ്പോറിനെയാണ് നമ്മൾ എന്ത് പറയാ? ആസ്കോസ്പോർ എന്ന് പറയുന്നത്. ഈ ഒരു ഫ്രൂട്ടിംഗ് ബോഡീനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അസോകാർപ്പ് എന്ന് വിളിക്കുന്നത്. ഇതിന്റെ ഉള്ളിൽ കാണുന്ന സ്പോറുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആസ്കോസ്പോർ എന്ന് വിളിക്കുന്നത്. ഇനി നോക്കിയേ, ബെസീഡിയോമൈസിസ്. അടുത്ത ഗ്രൂപ്പിന്റെ പേരാണ് ബെസീഡിയോമൈസിസ്. ഇവരെ നമുക്ക് എവിടെയാ കാണാൻ പറ്റുക? സോയില് കാണാൻ പറ്റും. ലോഗ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മരത്തടി, അവിടെയൊക്കെയാണ് കാണാൻ പറ്റുക. എങ്ങനെയാണ് കാണാൻ പറ്റുക? പാരസൈറ്റ് ആയിട്ട് കാണാൻ പറ്റും. ഇനി ഇവരുടെ മൈസീലിയം എങ്ങനെയാണ്? ബ്രാഞ്ച് ആണ്, സെപ്റ്റേറ്റ് ആണ്. ഇനി ഇവരെ നോക്കിയേ, ഇവർക്ക് അസെക്ഷൽ സ്പോർ ആബ്സെന്റ് ആണ്. ഇവരെങ്ങനെയാണ് പിന്നെ അസെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്? വെജിറ്റേറ്റീവ് ഫോമിലാണ്. ഏതാണ് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള വെജിറ്റേറ്റീവ് ഫോം? ഫ്രാഗ്മെന്റേഷൻ. എങ്ങനെയാണ്? ഫ്രാഗ്മെന്റേഷൻ വെച്ചിട്ടാണ്. ഇവിടെ നമ്മൾ അസോകാർപ്പ് പഠിച്ച പോലെ തന്നെ ഇവിടെ നമുക്കൊരു ഫ്രൂട്ടിംഗ് ബോഡി പഠിക്കാനുണ്ട്. ഏതാണ്? ബെസീഡിയോകാർപ്പ്. ഇതേപോലെ തന്നെയാണ് ബെസീഡിയോകാർപ്പിനെ കാണാനായിട്ട്. ബെസീഡിയോകാർപ്പ് എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടിംഗ് ബോഡിയുടെ അകത്താണ് ആരുണ്ടാവുക? ബെസീഡിയോസ്പോർ എന്ന് പറയുന്ന സ്പോർ ഉണ്ടാവുക. ഇനി ഇപ്പുറത്തോട്ട് വായോ, ഡ്യൂട്ടിറോമൈസിസ്. മിസ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എഴുതാൻ മറന്നുപോയി, പഠിച്ചാൽ മതി കേട്ടോ. ഡ്യൂട്ടിറോമൈസിസിനെ നമ്മൾ എന്താ വിളിക്കുക? വിട്ടുപോയതാട്ടോ മിസ്. ഡ്യൂട്ടിറോമൈസിസിനെ നമ്മൾ എന്താ വിളിക്കുക? ഇംപെർഫെക്റ്റ് ഫംഗൈ. എന്താടാ വിളിക്കുക? ഇംപെർഫെക്റ്റ് ഫംഗൈ. ഇംപെർഫെക്റ്റ് ഫംഗൈ. എന്തുകൊണ്ടാണ് അവരെ ഇംപെർഫെക്റ്റ് എന്ന് വിളിക്കുന്നത്? അവർക്ക് ഇതുവരെ ആയിട്ടും സെക്ഷൽ റീപ്രൊഡക്ഷൻ കണ്ടുപിടിച്ചിട്ടില്ല, അവർക്ക് സെക്ഷൽ സ്പോറുകൾ ഇല്ല. അതുകൊണ്ടാണ് അവരെ ഇംപെർഫെക്റ്റ് എന്ന് വിളിക്കുന്നത്. അവർക്ക് എന്നാണോ സെക്ഷൽ റീപ്രൊഡക്ഷൻ കണ്ടുപിടിക്കുന്നത് ആ സമയത്ത് ഇവിടെ ഉള്ള ഫംഗസുകളൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ എവിടെ കൊണ്ടിടും? ആസ്കോമൈസിസിലും ആസ്കോമൈസിസിലും ബെസീഡിയോമൈസിസിലും കൊണ്ടിടും. ശരിക്കും ഈ രണ്ട് ഗ്രൂപ്പുകളുടെ സ്വഭാവം കാണിക്കുന്നവരാണ് ഡ്യൂട്ടിറോമൈസിസിലുള്ള ഫംഗസുകൾ. പക്ഷേ അവർ കാണിക്കാത്തതായിട്ടുള്ള അവർ ഒറ്റ സ്വഭാവമുള്ളൂ. എന്താണ്? സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇല്ല, അതായത് സെക്ഷൽ സ്പോറുകൾ ഇല്ല. അതുകൊണ്ടാണ് അവരെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഗ്രൂപ്പിൽ കൊണ്ടിട്ടിരിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് എക്സാമിന് ചോദിക്കും അവരെ ഇംപെർഫെക്റ്റ് ഫംഗൈ എന്ന് വിളിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും? സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് ആബ്സെന്റ്. ഇനി അവരുടെ സെക്ഷൽ സ്പോർ ഏതാണ്? കൊണീലിയ. ഇനി നോക്കിയുടെ എക്സാമ്പിൾസ് നോക്കിയ എല്ലാത്തിന്റെ എക്സാമ്പിൾസ്. എക്സാമ്പിൾസ് നോക്കിയേ, മ്യൂക്കർ, റൈസോപ്പസ്. ഇമ്പോർട്ടന്റ് ആട്ടാ. റൈസോപ്പസ് എവിടെയാ കാണാൻ പറ്റുക? ബ്രെഡ് മോൾഡ്. അത് ഇങ്ങനെ തന്നെ പഠിക്കണം. മ്യൂക്കർ നമുക്കൊന്നും പഠിക്കാനില്ല, പക്ഷെ റൈസോപ്പസ് ബ്രെഡിൽ കാണുന്ന ഫംഗസിന്റെ പേരാണത് റൈസോപ്പസ്. മസ്റ്റാർഡ് ലീഫ്, മസ്റ്റാർഡിന്റെ ലീഫിൽ കാണുന്ന ഫംഗസിന്റെ പേരാണെന്ത്? ആൽബ്യൂഗോ. ഇതിങ്ങനെ തന്നെ പഠിക്കണം, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് വരും. ഇനി നോക്കിയേ, മോറൽസ് ആൻഡ് ട്രഫിൾസ്. ഇവരെ നമുക്ക് കഴിക്കാൻ പറ്റും. എഡിബിൾ ആയിട്ടുള്ള ഫംഗസ് ഏതാണെന്ന് എക്സാമിന് ചോദിക്കും. അപ്പൊ ആരൊക്കെയാണ്? മോറൽസ് ആൻഡ് ട്രഫിൾസ് ആൻഡ് ആസ്പെർഗിലസ്, ക്ലാവിക്സ്, ന്യൂറോസ്പോറ. ഇവരൊക്കെ ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്? ആ ഒരു കാര്യമാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇനി നെക്സ്റ്റ് ബെസീഡിയോമൈസിസ്. ബെസീഡിയോമൈസിസിലാണ് ആര് വരുന്നത്? അഗാരിക്കസ്, യൂസ്റ്റിലാഗോ, പക്സീനിയ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. യൂസ്റ്റിലാഗോയും പക്സീനിയയും ഇമ്പോർട്ടന്റ് ആണ്. ഇവർ രണ്ടുപേരും തരും, എന്നിട്ട് ഫില്ലിന്റെ ബ്ലാങ്ക്സ് പോലെ തരാം. ഈ സ്മട്ടും റസ്റ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഇത് നോക്കിയേ, ലാസ്റ്റ് ഗ്രൂപ്പ് ഏതാ? ഡ്യൂട്ടിറോമൈസിസ്. അവരുടെ എക്സാമ്പിൾ നോക്കിയേ, ആൾട്ടർനേറിയ, ട്രൈക്കോഡെർമ, കളക്ട്രോട്രിച്ചം. ഈ 3 എക്സാമ്പിൾസും ഇമ്പോർട്ടന്റ് ആണ്. ഇത് നോക്കിയേ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരെ. നോക്കിയടാ, മൾട്ടി സെല്ലുലാർ ഫംഗസിന് എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള എക്സാമ്പിൾ തന്നെ എഴുതണം. മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഫംഗസിന് ഏത് എക്സാമ്പിളാണ് പഠിക്കാനുള്ളത്? പെനിൻസീലിയം. ആൻഡ് അതെന്താണ്? ആന്റിബയോട്ടിക്സ് ആണ്. മസ്റ്റാർഡ് ലീഫിൽ കാണുന്ന ഫംഗസ് ഏതാണ്? ആൽബ്യൂഗോ. ഇനി യൂണിസെല്ലുലാർ ഫംഗസിന് ആകെ ഒരു എക്സാമ്പിളേ ഉള്ളൂ, അത് എക്സെപ്ഷൻ ആണെന്ന് മിസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? ഈസ്റ്റ്. ഇനി റസ്റ്റ് ഫംഗൈ ഏതാണ്? പക്സീനിയ. സ്മട്ട് ഫംഗൈ ഏതാണ്? യൂസ്റ്റിലാഗോ. ഈ സ്ലൈഡിൽ കൊടുത്തിട്ടുള്ള എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം ഉണ്ട് അല്ലെ? ഈ 5 എണ്ണം ഇതേപോലെ തന്നെ പഠിക്കണം കേട്ടോ. ഇത് നോക്കിയാൽ ഇതോടുകൂടി നമ്മുടെ ഫംഗൈ കഴിഞ്ഞു. ഇനി കിങ്ഡം പ്ലാന്റേയും ആനിമേലിയും വല്ലാതെ മിസ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. കാരണം എന്താ? നമ്മൾ സെപ്പറേറ്റ് ആ കിങ്ഡങ്ങൾ ഒരു ചാപ്റ്റർ ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. നോക്കിയടാ, ഇതിനകത്ത് ഇത് മാത്രം പഠിച്ചു വെക്കാം. ഇൻസെക്ടിവോറസ് പ്ലാന്റ്സിന് എക്സാമ്പിൾസ് നോക്കി വെക്കാം.
പിന്നെ പാരസൈറ്റിക് ആയിട്ടുള്ളതിന് എക്സാമ്പിൾ നോക്കി വെക്കാം. ഇൻസെക്ടിവോറസിന് ഏതൊക്കെയാണ് എക്സാമ്പിൾ? നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ തൊട്ട് പഠിക്കുന്നത് എന്തൊക്കെയാണ്? വീനസ് ഫ്ലൈ ട്രാപ്പ് പഠിക്കുന്നുണ്ട്, ബ്ലാഡർ റൂട്ട് പഠിക്കുന്നുണ്ട്. ഇനി പാരസൈറ്റിന് എക്സാമ്പിൾ ആണ് എന്ത്? കസ്ക്യൂട്ട. ഇനി അവരെന്ത് ചെയ്യുന്നുണ്ട്? ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡിലീറ്റ് ടോപ്പിക് ആണ് ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്നുള്ളത്. ആ വേർഡ് ഒന്ന് നോക്കി വെക്കാം കേട്ടോ. ഇനി ലാസ്റ്റ് ടോപ്പിക് വൈറസ്. എന്താണ് വൈറസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന് നമ്മുടെ RH വിറ്റേക്കർ അദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷനിൽ ഒരു ഇടം കൊടുത്തിട്ടില്ല. അതെന്തുകൊണ്ടാണെന്നറിയോ? അവരെ ലിവിങ് ആയിട്ട് പോലും നമ്മുടെ ആര് കൺസിഡർ ചെയ്തിട്ടില്ല? RH വിറ്റേക്കർ കൺസിഡർ ചെയ്തിട്ടില്ല. ലിവിങ് പോട്ടെ, അവർക്ക് ഒരു സെൽ ഉണ്ടെന്ന് പോലും അദ്ദേഹം കൺസിഡർ ചെയ്തില്ല. അദ്ദേഹം എന്താ പറഞ്ഞേ? വൈറസ് ഈസ് എ നോൺ സെല്ലുലാർ, അതായത് അവർക്ക് സെല്ലില്ല, സെല്ലുലാർ ആണ്. പിന്നെ എങ്ങനെയാണ്? നോട്ട് കൺസിഡർ ആസ് ലിവിങ് ആണെന്ന് പോലും കൺസിഡർ ചെയ്തിട്ടില്ല. അതായത് ഈ വൈറസുകൾക്ക് ശരിക്കും ജീവനില്ല. പിന്നെ ഇവരെങ്ങനെയാണ് ജീവിക്കുന്നത്, സർവൈവ് ചെയ്യുന്നത് എങ്ങനെയാണ്? വൺസ് ഒരു വൈറസ് ഒരാളുടെ ബോഡിയിലോട്ട് കയറി കഴിഞ്ഞാൽ ആ ബോഡിയുടെ കൺട്രോൾ ആരെടുക്കും? വൈറസ് എടുക്കും. അങ്ങനെയാണ് വൈറസ് ജീവിക്കുന്നത്. വൈറസ് ഒരു ഓർഗാനിസത്തിന്റെ ബോഡിയുടെ ഔട്ട്സൈഡിലാണെങ്കിൽ അവർ നോൺ ലിവിങ് ആണ്. ബോഡിയുടെ അകത്തോട്ട് കയറി കഴിഞ്ഞാലാണ് അവർ എന്താവാ? ലിവിങ് ആവാ. ഈ ഭാഗത്ത് നിങ്ങൾക്ക് സയന്റിസ്റ്റുകളുടെ പേരാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത്. നോക്കിയേ, ആദ്യം നോക്കിയും ഡി ഇവാനോസ്കി അല്ലെങ്കിൽ DJ ഇവാനോസ്കി എന്നായിരിക്കും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവുക. അദ്ദേഹത്തിന്റെ ഫുൾ ഫോം ആണ് എന്ത്? ഡിമിട്രി ഇവാനോസ്കി. അദ്ദേഹമാണ് ആദ്യമായിട്ട് ടുബാക്കോ, അതായത് ടുബാക്കോ എന്ന് പറയുന്ന ഒരു ചെടിക്ക് വന്ന ഡിസീസ് ആണ് എന്ത്? മൊസൈക് ഡിസീസ്. അങ്ങനെ ഒരു ഡിസീസ് വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് ബാക്ടീരിയ അല്ല, വേറെന്തോ സാധനമാണ്. അങ്ങനെയാണ് വേറൊരു ഓർഗാനിസത്തിനെ കണ്ടുപിടിച്ചത്. ആദ്യം എക്സാമിൽ ചോദിക്കും, ആരാണ് ആദ്യമായിട്ട് വൈറസിനെ റെക്കഗ്നൈസ് ചെയ്തത്? ആരാണ്? DJ ഇവാനോസ്കി. ഇദ്ദേഹമാണ് എന്ത് പറഞ്ഞത്? ഈ ഓർഗാനിസം സ്മോളർ ദാൻ ബാക്ടീരിയ ആണ്, ബിക്കോസ് ദേ പാസ് ത്രൂ ബാക്ടീരിയ പ്രൂഫ് ഫിൽട്ടേഴ്സ്. അതായത് നമ്മുടെ ചായരിപ്പില്ലേ, അതേപോലെ തന്നെ ഒരു അരിപ്പേനെ പറയുന്ന പേരാണ് ബാക്ടീരിയ ഫിൽട്ടർ. ബാക്ടീരിയനെ ഫിൽട്ടർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫിൽട്ടറാണ് ബാക്ടീരിയ ഫിൽട്ടർ. ഇദ്ദേഹം എന്ത് ചെയ്തു? ഈ ടുബാക്കോ മൊസൈക് ഡിസീസ് വന്ന പ്ലാന്റ്സിനെ എടുത്തിട്ട് ജ്യൂസ് ആക്കി, പേസ്റ്റ് ആക്കി, നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് ഈ ഫിൽട്ടറിലോട്ട് ഒഴിച്ചു കൊടുത്തു. സാധാരണഗതിയിൽ ബാക്ടീരിയ ആണെങ്കിൽ എന്താ? ഈ ഫിൽട്ടറിൽ തങ്ങി നിൽക്കും. കാരണം എന്താ? ഈ ഹോൾസ്, അതായത് ഈ പോർസിനേക്കാളും വലുതാണ് നമ്മുടെ ബാക്ടീരിയ. പക്ഷെ ഈ ഒരു ഫ്ലൂയിഡ് ഒഴിച്ചു കൊടുത്ത സമയത്ത് ഈ ഹോൾസിന്റെ അകത്തോട് ഈ ഫ്ലൂയിഡ് കംപ്ലീറ്റ്ലി അടിയിലോട്ട് പോയി, ഒന്നും ആ ഫിൽട്ടറിൽ കിട്ടിയില്ല. അപ്പോഴാണ് മനസ്സിലായത് ഈ അസുഖം ഉണ്ടാക്കിയത് ബാക്ടീരിയകളല്ല, ബാക്ടീരിയനേക്കാളും ചെറിയ ഏതോ ഓർഗാനിസങ്ങളാണ്. അങ്ങനെയാണ് ഇത് ബാക്ടീരിയ അല്ല, വേറെ ഏതോ ഓർഗാനിസം ആണെന്ന് DJ ഇവാനോസ്കി ഡിസ്കവേർഡ് ചെയ്തത് അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്തത്. ഇനി നോക്കിയേ, MW ബേജർനിക് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് എന്ത് ചെയ്തത്? ഈ ഒരു ഫ്ലൂയിഡിനെ എക്സ്ട്രാക്ട് ചെയ്തതും ആൻഡ് ഈ ഒരു ഓർഗാനിസത്തിന് വൈറസ് എന്നുള്ള പേര് കൊടുത്തതും. എങ്ങനെയാണ് ഈ ഒരു ഫ്ലൂയിഡിന് പേര് കൊടുത്തത്? എന്താ കൊടുത്തത്? ഇൻഫെക്ഷ്യസ് ലിവിങ് ഫ്ലൂയിഡിന് പേര് കൊടുത്തത്. എന്തുകൊണ്ടാണെന്നറിയോ? ഈ മൊസൈക് ഡിസീസ് വന്ന പ്ലാന്റിനെ അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് ഒരു കുപ്പിയിൽ വെച്ചു. എന്നിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന ടുബാക്കോ പ്ലാന്റിന്റെ അടിയിൽ കൊണ്ട് ഒഴിച്ചു കൊടുത്തു. കുറച്ചു നേരം കഴിഞ്ഞ് നോക്കിയപ്പോൾ ഹെൽത്തി ആയിട്ട് നിന്ന ടുബാക്കോ പ്ലാന്റിനും എന്താ അസുഖം വന്നു? ടുബാക്കോ മൊസൈക് ഡിസീസ് വന്നു. അപ്പോ ഈ സയന്റിസ്റ്റിന് മനസ്സിലായി ഈ ഫ്ലൂയിഡിന്റെ അകത്ത് ആരുണ്ട്? ഈ ഓർഗാനിസം ഉണ്ട്. ഈ ഓർഗാനിസം ഫ്ലൂയിഡിന്റെ ഉള്ളിലും ജീവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ഇൻഫെക്ഷ്യസ് ലിവിങ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞത്. ഇനി അത് ആ ഫ്ലൂയിഡിന് പേര് കിട്ടും. എന്താ പേരിട്ട? ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇനി അതേപോലെ തന്നെ വൈറസ് എന്ന് ഈ ഒരു ഓർഗാനിസത്തിന് എന്താ അദ്ദേഹം വിളിച്ചേ? വൈറസ് എന്ന് വിളിച്ചു. ആ ഫ്ലൂയിഡിന്റെ പേരാണ് ഇവിടെ കൊടുത്തത്, കൊണ്ടാജിയം വൈവം ഫ്ലൂയിഡിയം. ഓക്കെ, ഇനി ലാസ്റ്റ് ആണ് MW സ്റ്റാൻലി. ഇദ്ദേഹമാണ് എന്ത് ചെയ്തത്? ഈ ഇയർ ഒന്നും പഠിക്കേണ്ട, മിസ് അവിടെ വെറുതെ കൊടുത്തതാണ്, മിസ് കളയാൻ മറന്നുപോയി. ആ ഇയർ അവിടെ കിടന്നോട്ടെ, നോക്കണ്ട കേട്ടോ. അത് MW സ്റ്റാൻലി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് എന്ത് ചെയ്തത്? ഈ വൈറസിനെ ആദ്യമായി ക്രിസ്റ്റലൈൻ ചെയ്ത് ഇവരുടെ ബോഡി എന്ത് വെച്ചാ ഉണ്ടാക്കിയിരിക്കുന്നത്? പ്രോട്ടീൻ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടുപിടിച്ചത്. നോക്കിയടാ, DJ ഇവാനോസ്കി ആണ് ആദ്യം ഇങ്ങനെ ഒരു ഓർഗാനിസം ഉണ്ടെന്ന് റെക്കഗ്നൈസ് ചെയ്തത്. MW ബേജർനിക് ആണ് ആദ്യമായിട്ട് ഈ ഫ്ലൂയിഡിനെ എക്സ്ട്രാക്ട് ചെയ്ത് ആ ഓർഗാനിസത്തിന് വൈറസ് എന്നൊരു പേര് കൊടുത്തത്. MW സ്റ്റാൻലി ആണ് എന്ത് ചെയ്തത്? ഈ വൈറസിനെ ക്രിസ്റ്റലൈൻ ചെയ്ത് അവരുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് പ്രോട്ടീൻ വെച്ചിട്ടാണെന്ന് പറഞ്ഞത്. ഇതോടുകൂടി വൈറസിന്റെ ഒരു ബേസ് പോർഷൻ കഴിഞ്ഞു. ഇനി വൈറസിനെ 3 രീതിയിൽ കാണാൻ പറ്റും. എന്തൊക്കെയായിട്ടാണ്? പ്ലാന്റിൽ കാണാൻ പറ്റും, ബാക്ടീരിയയിൽ കാണാൻ പറ്റും, ആനിമലിൽ കാണാൻ പറ്റും. നോക്കിയേ,
പ്ലാന്റിൽ കാണുന്ന വൈറസിന്റെ പ്രത്യേകത എന്താണ്? സിംഗിൾ സ്ട്രാൻഡുകളുള്ള RNA-കളായിരിക്കും. ഇനി ബാക്ടീരിയയെ അഫക്ട് ചെയ്യുന്ന വൈറസിന്റെ പേര് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ബാക്ടീരിയോഫേജ്. എന്താണ്? ബാക്ടീരിയോഫേജ്. അവിടെ എങ്ങനത്തെ ആയിരിക്കും? ഡബിൾ സ്ട്രാൻഡഡ് DNA ആയിരിക്കും. അവിടെ ഉള്ള വൈറസിന്റെ ജനറ്റിക് മെറ്റീരിയൽ എന്തായിരിക്കും? ഡബിൾ സ്ട്രാൻഡഡ് DNA. ഇനി ആനിമൽസിലോട്ട് വന്നു കഴിഞ്ഞാൽ, അതായത് എന്റെ ബോഡിയിൽ വൈറസ് കയറിയിട്ടുണ്ടെങ്കിൽ ആ വൈറസിന്റെ ജനറ്റിക് മെറ്റീരിയൽ എങ്ങനെയായിരിക്കും? ഒന്നെങ്കിൽ ഡബിൾ ഓർ സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആയിരിക്കും, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും? ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആയിരിക്കും. ഇനി മിസ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ആ ഒരു പിക്ചർ ഉണ്ട്, ക്യാപ്സിഡ്, പ്രോട്ടീൻ കോഡ്, ക്യാപ്സിഡ്, ക്യാപ്സോമിയർ എന്നൊക്കെ പറഞ്ഞിട്ട്. നോക്കിയേ, അവരുടെ പ്രോട്ടീൻ കോഡിനെ വിളിക്കുന്ന പേരാണ് ക്യാപ്സിഡ്. ഈ ക്യാപ്സിഡ് ഉണ്ടാക്കിയിരിക്കുന്നത് കുറെ കുഞ്ഞു സബ് യൂണിറ്റ് വെച്ചിട്ടാണ്. ആ സബ് യൂണിറ്റ് പേരാണ് ക്യാപ്സോമിയർ. ഇത് ഇമ്പോർട്ടന്റ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത്. പ്രോട്ടീൻ കോട്ടിന്റെ പേരാണ് ക്യാപ്സിഡ് എന്നും സബ് യൂണിറ്റിന്റെ പേരാണ് ക്യാപ്സോമിയർ എന്നും. ഇനി ചാപ്റ്ററിന്റെ തുടക്കത്തിൽ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്ടീരിയൽ ഡിസീസും പഠിക്കാനുണ്ട്, വൈറൽ ഡിസീസും പഠിക്കാനുണ്ട്. ലാസ്റ്റ് നോക്കിയേ, വൈറസ് ഉണ്ടാക്കുന്ന ഡിസീസ് ആണ് എന്ത്? മംസ്, സ്മോൾ പോക്സ്, ഹെർബ്സ്, എയ്ഡ്സ്, ഇൻഫ്ലുവൻസ. ഇതൊക്കെ ആരുണ്ടാക്കുന്ന ഡിസീസുകളാണ്? വൈറസുകൾ ഉണ്ടാക്കുന്ന ഡിസീസുകളാണ്. നോക്കിയടാ, അടുത്തത് വൈറോയിഡ്സും പ്രയോൺസും. എന്താണ് ഓയിഡ് എന്ന് പറഞ്ഞാല്? ഓയിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, ഒരു ഓയിഡ് ഉണ്ടായി, അതായത് എന്തോ ഇല്ല അവിടെ, എന്തോ പോയി, ആ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ഓയിഡ് എന്ന് പറയുന്നത്. വൈറോയിഡ്സ്, വൈറസിന് എന്തുണ്ട്? പ്രോട്ടീൻ കോട്ട് ഉണ്ട്. പക്ഷെ നമ്മുടെ വൈറോയിഡുകൾക്ക് എന്തില്ല? പ്രോട്ടീൻ കോട്ട് ഇല്ല. ആൻഡ് വൈറോയിഡ്സ് കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേരാണെന്ത്? ടിഒഡൈനർ. ഇത് വൈറസ് ആണോ? അല്ല, വൈറസിനേക്കാളും ചെറിയ ജീവികളാണ് എന്ത്? വൈറോയിഡ്സ്. ഇത് ആർക്കാ വന്നേ? പൊട്ടാറ്റോ സ്പിൻഡിൽ ട്യൂബർ. അതായത് പൊട്ടാറ്റോ ഇല്ലേ, നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ല ഉരുണ്ടല്ലിരിക്കുക, ഈ പൊട്ടാറ്റോ ഒക്കെ ഈ പെൻ പോലെയാവും, നല്ല സ്ലിം ആയിട്ട് സിലിണ്ടറിക്കൽ ഷേപ്പിലാവും. ഈ ഒരു അസുഖത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പൊട്ടാറ്റോ സ്പിൻഡിൽ ട്യൂബർ. ഈ അസുഖം വന്നപ്പോഴാണ് ഇതും തന്നെ ഈ പൊട്ടാറ്റോനെ എടുത്തിട്ട് പേസ്റ്റ് പോലെ രൂപത്തിലാക്കിയിട്ട് വൈറസിന്റെ ഫിൽട്ടർ പേപ്പറിലൂടെ കടത്തിവിട്ടു. അപ്പൊ ഇത് അതിനേക്കാളും ചെറിയ സാധനം. അങ്ങനെയാണ് മനസ്സിലായത് ഇത് വൈറസ് അല്ല, വേറെ ഏതോ ചെറിയൊരു ഓർഗാനിസം ആണെന്ന്. എന്നിട്ടാണ് അത് പേരിട്ടത് എന്ത്? വൈറോയിഡ് എന്ന് പേരിട്ടത്. ഇവർക്ക് എന്താ ഉള്ളത്? ഫ്രീ ആയിട്ടുള്ള RNA, അതായത് ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കോട്ടിലേക്ക്. പിന്നെ എന്താ ഉള്ളത്? ഒരു ഫ്രീ ആയിട്ടുള്ള RNA മാത്രമാണ് ആർക്കുള്ളത്? വൈറോയിഡ്സിനുള്ളത്. ഇനി അടുത്ത എന്താ? പ്രയോൺസ്. എന്താണ്? പ്രയോൺസ്. ഇവരുടെ നോക്കിക്കഴിഞ്ഞാല് അബ്നോർമൽ ആയിട്ടുള്ള പ്രോട്ടീൻ, ഇങ്ങനെയാണ് ഇവരുടെ പ്രോട്ടീൻ ഇരിക്കുന്നത്. നോർമൽ ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടല്ല, അബ്നോർമൽ ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടുള്ള പ്രോട്ടീൻ ആണ് ആർക്കുള്ളത്? പ്രയോൺസിനുള്ളത്. ആൻഡ് പ്രയോൺസ് ഉണ്ടാക്കുന്ന ഡിസീസുകളുടെ പേരാണ്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇനി മൃഗങ്ങളിലാണെങ്കിൽ ആ ഡിസീസിന് എന്ത് പറയും? മാഡ് കൗ ഡിസീസ് എന്ന് പറയും. അത് മനുഷ്യന്മാർക്കാണ് വരുന്നതെങ്കിൽ അതിന്റെ പേരെന്താ? CR ജേക്കബ് ഡിസീസസ്. ഓക്കെ, ഇത്രയാണ് വൈറസ്, വൈറോയിഡ്സ്, പ്രയോൺസിനെ പറ്റി പഠിക്കാനുള്ളത്. ഇനി ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ലൈക്കൺസ് എന്ന് പറയുന്നത്. മിസ് അവിടെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ്. എന്താണ് സിംബയോട്ടിക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാല്, അല്ലെങ്കിൽ സിംബയോട്ടിക് അസോസിയേഷൻ എന്താണ്? മ്യൂച്വലി ബെനിഫിറ്റ്സ് ഉണ്ടാവണം. നോക്ക്, എന്താണ് ലൈക്കൺ എന്ന് പറഞ്ഞാൽ? ആരൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്? ആൽഗൈ ആൻഡ് ഫംഗൈ. ഇതിനകത്ത് ആൽഗൈ കമ്പോണന്റിനെ വിളിക്കുന്ന പേരാണ് ഫൈക്കോബയോൺ. ആൻഡ് ഫംഗൽ കമ്പോണന്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? നോക്കിയടാ, ആൽഗൽ കമ്പോണന്റിനെ വിളിക്കുന്ന പേരാണ് ഫൈക്കോബയോൺ. ആൻഡ് ഫംഗൽ കമ്പോണന്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മൈക്കോബയോൺ. ഇത് ഓർത്ത് വെക്കാൻ ഇങ്ങനെ ഓർത്താൽ മതിട്ടാ. ഒരെണ്ണം ഓർത്ത് കഴിഞ്ഞാൽ മറ്റേത് കിട്ടില്ലേ? F1 ഓർത്താൽ മതി. ഫംഗൽ കമ്പോണന്റിനെ വിളിക്കുന്ന പേരാണ് മൈക്കോബയോൺ. എക്സാമിന് ചോദിക്കും ഫംഗൽ കമ്പോണന്റിന്റെ പേരെന്താണ്? അപ്പൊ എന്ത് എഴുതണം? മൈക്കോബയോൺ. അതേപോലെ തന്നെ ആൽഗൽ കമ്പോണന്റിന്റെ പേരെന്താണ്? അതായത് ഈ ഒരു റിലേഷൻഷിപ്പില് ആൽഗിനെ വിളിക്കുന്ന പേരെന്താണ്? ഫൈക്കോബയോൺ. ഇനി ഈ ലൈക്കൺസിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മളെ നാട്ടിലൊന്നും ഈ ലൈക്കൺസിനെ കാണാൻ പറ്റില്ല. ലൈക്കൺസ് ഉണ്ടാവുക പൊല്യൂഷൻ ഇല്ലാത്ത എയർ ഉള്ള സ്ഥലങ്ങളിലാണ്. മൂന്നാറിലോട്ടൊക്കെ പോകുന്ന വഴിയിൽ ചില സ്ഥലങ്ങളിൽ നമുക്ക് ലൈക്കൺസിനെ കാണാൻ പറ്റും. ലൈക്കൺസിനെ കണ്ടാൽ നമുക്ക് ഉറപ്പിക്കാം അവിടുത്തെ എയർ എന്താണ്? ക്ലീൻ ആണ്, പൊല്യൂട്ടഡ് അല്ല. വൺസ് ആ എയർ പൊല്യൂട്ടഡ് ആയി കഴിഞ്ഞാൽ ലൈക്കൺസ് നശിച്ചു പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ ലൈക്കൺസിന് എന്താ വിളിക്കുക? പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ്. എന്താണ് വിളിക്കുക? പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ്. അതായത് പൊല്യൂഷൻ ഉണ്ടോ ഇല്ലേ എന്ന് അറിയാനായിട്ട് ആര് സഹായിക്കും? ലൈക്കൺസ് സഹായിക്കും. ദേ ഡു നോട്ട് ഗ്രോ ഇൻ പൊല്യൂട്ടഡ് ഏരിയാസ്. പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയകളിൽ ഇവര് വളരില്ല.
ആൻഡ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ നിന്ന് 2-3 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസേ വരുള്ളൂ. പക്ഷെ 2-3 മാർക്ക് നമുക്ക് ഇമ്പോർട്ടന്റ് അല്ലേ? ആൻഡ് ബയോളജി, അതായത് ബോട്ടണിയിൽ തന്നെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് എന്ത്? ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന 1 മാർക്ക് പോലും നിങ്ങൾ മിസ് ചെയ്യരുത്. മോസ്റ്റ് ഓഫ് ദ ടൈം 1 വേർഡ് ആണ് വരാറ്. പക്ഷെ 1 വേർഡ് ആൻസർ ചെയ്യണമെങ്കിൽ നമുക്ക് ചാപ്റ്റർ മൊത്തമായിട്ട് അറിഞ്ഞിരിക്കണം. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.